ഇയ്യോബിൻ്റെ പുസ്തകം. ഇയ്യോബ് എന്നാണ് ജീവിച്ചിരുന്നത്? ഒരു സാമാന്യ ജ്ഞാനം പറയുകയാണ്. എന്നാണ് ഇയ്യോബ് ജീവിച്ചിരുന്നത്? നമുക്കറിഞ്ഞുകൂടാ. എങ്കിലും വേദപണ്ഡിതന്മാർ പറയുന്നത്, അവർ റിസർച്ച് ചെയ്യും. കേരളത്തിൽ വേദപണ്ഡിതന്മാരാരെങ്കിലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്കറിഞ്ഞുകൂടാ, ഉണ്ടായിരിക്കാം. പക്ഷേ പെന്തിക്കോസ്തുകാരുടെ കൂട്ടത്തിലില്ല. വേദപുസ്തകം അറിയാവുന്നവരുണ്ട്, പക്ഷേ വേദപണ്ഡിതൻ എന്ന് പറയത്തക്കോണം ആരുമില്ലെന്നാണ് എൻ്റെ വിചാരം. വേദപണ്ഡിതന്മാരുടെ അഭിപ്രായം, അദ്ദേഹം ഇയ്യോബ് ജീവിച്ചിരുന്നത് അബ്രഹാമിന് ശേഷവും മോശയ്ക്ക് മുമ്പുമാണ്. എന്താ അങ്ങനെ പറയാൻ കാര്യം? അതിന് വലിയ വേദപാണ്ഡിത്യമൊന്നും വേണ്ട, കുറച്ചറിവ് മതി. കാരണം അബ്രഹാം വരെയുള്ളവരുടെ വംശാവലി ക്രമത്തിൽ പറയുന്നുണ്ട്. അത് കഴിയുമ്പോൾ ചിലപ്പോൾ 2-3 ഒക്കെ വിട്ടിട്ടാണ് പറയുന്നത്. 2-3 ഒക്കെ വിട്ടുകളെ. അതുകൊണ്ട് ഇദ്ദേഹം അബ്രഹാമിന് ശേഷം ജീവിച്ചു. മോശയ്ക്ക് മുമ്പ് എന്തുകൊണ്ട് ജീവിച്ചു എന്ന് പറയുന്നു? അതിൻ്റെ കാരണം, ഈ പുസ്തകത്തിനകത്ത് മോശ എന്നൊരു വാക്കില്ല. അദ്ദേഹം സ്വയം നീതിമാനാണെന്ന് പറയുന്ന സമയത്ത് ഞാൻ മോശയുടെ കൽപ്പനകളൊന്നും ലംഘിച്ചിട്ടില്ല എന്ന് പറയുന്നില്ല. അതുപോലെ പറയാത്ത വേറെ കുറേ വാക്കുകളും ഉണ്ട്. എവിടെയൊക്കെയാണ് കർത്താവേ? എവിടെയാണ്? ഒന്ന്, ദൈവാലയം എന്നൊരു വാക്കില്ല. ഇസ്രായേൽ എന്നൊരു വാക്കില്ല. ഇസ്രായേൽ, അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബാണ് ഇസ്രായേൽ. അങ്ങനൊരു വാക്കില്ല. അതുകൊണ്ട് വേദപണ്ഡിതന്മാരുടെ അഭിപ്രായം, ഈ മനുഷ്യൻ ജീവിച്ചിരുന്നത് മോശയ്ക്ക് മുമ്പേ അബ്രഹാമിന് ശേഷം എന്നോ ജീവിച്ചിരുന്നു. എവിടെയാണ് ജീവിച്ചിരുന്നത്? 1-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ഊസ് എന്ന് പറഞ്ഞ പട്ടണത്തിൽ. ഊസ് എന്ന് പറഞ്ഞാൽ ഫലഭൂയിഷ്ടിയുള്ളതെന്നാണ്. അറിയാവുന്നവർ, അറിയാൻ വയ്യാത്തവർ എഴുതിയാട്ട്. യഹൂദന്മാർക്ക് എല്ലാ പേരിനും അർത്ഥമുണ്ട്. എൻ്റെ ഈ പുസ്തകം, രൂത്ത് എന്ന് പറഞ്ഞ പുസ്തകം, അറിവുകളുടെ ഒരു കലവറയാണ്. നിങ്ങളത് വായിക്കണം. അപ്പോൾ അതിനകത്ത് ഞാൻ വിശദീകരിച്ചിട്ടുണ്ട്. യഹൂദന്മാർക്ക് 2 കാര്യങ്ങൾ, ഒത്തിരി കാര്യങ്ങൾ പ്രത്യേകതയുള്ളവരാണ്. എന്നാൽ അതിനകത്ത് 2 കാര്യത്തിനകത്ത് അവർക്ക് വളരെ പ്രത്യേകത. ഒന്ന്, ഒരു പേരിട്ടാൽ, ഒരു കുഞ്ഞിന് പേരിട്ടാൽ, ഒരു സ്ഥലത്തിന് പേരിട്ടാൽ അത് അർത്ഥമുള്ള പേരായിരിക്കണം. ഓർത്തഡോക്സുകാർക്കും യാക്കോബക്കാർക്കും, എനിക്ക് യാക്കോബക്കാരെ പറ്റി വലിയ പരിചയമില്ല. പണ്ട് യാക്കോബായി ഓർത്തഡോക്സ് ഒന്നായിരുന്നു. അന്ന് അവർക്ക് യാക്കോബ എന്ന് അറിഞ്ഞിരുന്നേ. യാക്കോബക്കാർക്കൊരു പ്രത്യേകതയുണ്ട്. എനിക്ക് എല്ലാവരിലും നല്ല ഗുണങ്ങളുള്ളത് ഒപ്പിയെടുക്കാൻ ആഗ്രഹമുള്ള കൂട്ടത്തിലാണ്. അപ്പോൾ യാക്കോബക്കാർക്കൊരു പ്രത്യേകതയുണ്ട്. ഒരു കുഞ്ഞ് ജനിച്ചു കഴിയുമ്പം പള്ളി ചെന്ന് കഴിഞ്ഞ് വെച്ച് പേരിടാൻ പോവുക. എന്തുവാ പേരിടുന്നേ? കുക്കു. അവരെഴുതത്തില്ല. എന്തുവാ പേര്? മിനി. അവരെഴുതത്തില്ല. എന്തുവാ പേര്? ഒരു ക്രിസ്തീയ പേര് മാത്രമേ അവരെടുത്തുള്ളൂ. യഹൂദന്മാരിൽ നിന്ന് കിട്ടിയ ഒരു പാരമ്പര്യത്തിൻ്റെ ഒരു വാലാണത്. നല്ലതാണെന്നുള്ള അഭിപ്രായത്തിലാണ് ഞാൻ. ഒരു ക്രിസ്തീയ പേരെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ അർത്ഥമുള്ള പേരായിരിക്കണം. അർത്ഥമില്ലാത്ത പേരുകൾ ഇടാതെ ഇരിക്കുക. പോട്ടെ, അർത്ഥമില്ലാത്ത പേരിട്ടാലും കുഴപ്പമില്ല, ദുരർത്ഥമുള്ള പേരിടരുത്. ഞാൻ ആ പുസ്തകത്തിനകത്ത് വിശദീകരിച്ചിട്ടുണ്ട്, രൂത്തിൻ്റെ പുസ്തകത്തിനകത്ത്. ചിലരുടെ കൊച്ചു പേര് ഞാൻ ചോദിക്കും, എന്തുവാ പേര്? ലൂസിഫർ, ലൂസി. അങ്ങോട്ട് ഒത്തു വരുന്നു? ഇല്ല, നല്ല പേരല്ല ലൂസിഫർ. എന്താ പേര്? മിനി. ഇന്നലെ ഞാൻ ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഒരു പെൺകൊച്ചു കുഞ്ഞിനെ കൊണ്ടുവന്നിരുന്നു. എനിക്ക് പണ്ടേ പരിചയമുള്ളതാണ്, കൊച്ചുനാളത്തിൻ്റെ പരിചയമുള്ള അവൾ അമ്മയാണിപ്പോൾ. അവിടെ മോനെ കൊണ്ടുവന്നാൽ പ്രാർത്ഥിക്കാനായിട്ട്. ആ അമ്മ ഇങ്ങോട്ട് വന്നിട്ട് എനിക്കൊരു ഉമ്മയൊക്കെ തന്നു. നല്ല ആഞ്ഞൊരു ഉമ്മ, എല്ലാവരും കാങ്ക, 10-100 പേര് കാങ്ക. അവിടെ പേര് പണ്ട് മിനി എന്നായിരുന്നു, മിനി. പക്ഷേ അവൾ ഒരു ദിവസം പറഞ്ഞു, PG ഞങ്ങളുടെ പ്രസംഗം ഞാൻ കേട്ടു, എൻ്റെ പേര് എനിക്ക് മിനി എന്ന് എനിക്ക് ഇഷ്ടമല്ല, എൻ്റെ പേര് മാറ്റണം, ബ്ലെസ്സി എന്നാക്കണം. അവൾ തന്നെത്താനെ 5-6 വയസ്സുള്ളപ്പം അവൾ തന്നെത്താനെ അവളുടെ പേര് മാറ്റി മിനി എന്ന് പറഞ്ഞാൽ എന്തു അർത്ഥം? ചെറുത്, ഇച്ചിരേ ഉള്ളത്. എന്തിനാണ് നിങ്ങളുടെ കുഞ്ഞിനെ ഇച്ചിരേ ഉള്ളത് മിനി എന്ന് വിളിക്കുന്നത്? മാക്സി എന്ന് വിളിച്ചാട്ടെ. വേറെ കുറച്ച് പേര് കൂടെ പറയട്ടെ, ചിലപ്പോൾ നിങ്ങളുടെ എങ്ങനെ പേരായിപ്പോയാലോ. എന്തുവാ പേര്? ജിൻ എന്ന് പറഞ്ഞാൽ എന്തുവാ അർത്ഥം? എഞ്ചിനീയർക്ക് അറിയത്തില്ല. എഞ്ചിനീയർ കള്ളു കുടിക്കാത്ത മനുഷ്യനായിരുന്നു. ജിന്നെന്ന് പറഞ്ഞാൽ ഒരു ചാരായത്തിൻ്റെ പേരാണ്. അതിനെ വിളിക്കുന്നത് എന്തുവാ? വിസ്കി ഇഞ്ഞുവാ, ബ്രാൻഡി ഇഞ്ഞുവാ, ജിൻ. എന്തിനായി മോനെ ചാരായം എന്ന് വിളിക്കുന്നത്? വേറെ ആർക്കെങ്കിലും അറിയാമോ ജിൻ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം? സാത്താൻ. പിശാചെന്നല്ല, സാത്താൻ. എന്തോ മോനെ വിളിക്കുന്നത്? എടാ സാത്താനെ, എന്തോ ഇങ്ങോട്ട് വാടാ, മനസ്സില്ല. പിന്നെ സാത്താൻ എന്തോ പറയണം? വേറെ ചില പെൺപിള്ളേരുടെ പേര് ജിൻസി എന്ന് പറഞ്ഞാൽ എന്തുവാ? ജിന്നിൻ്റെ മോൾ, ജിൻമോൻ, ജിൻസ്, സന്ധ്യ. എടാ സന്ധ്യ എന്ന് എന്തിനാ പേരിട്ടത്? ഉഷസ് എന്ന് പേരിട്ടാട്ടെ, ഗുഡ് മോർണിംഗ് എന്നിട്ടാട്ടെ. ഞാൻ നിങ്ങൾക്ക് ഉപദേശം തരികയാണ്. നിങ്ങളുടെ പേര് നല്ലതല്ലെങ്കിൽ, ദുരർത്ഥമുള്ളതാണെങ്കിൽ ഞങ്ങൾ മാറ്റണം. ഒരു വക്കീലിനെ കണ്ടാൽ മതി, കൂടിപ്പോയി 500 രൂപയുടെ ചിലവേ ഉള്ളൂ, അല്ലെങ്കിൽ 1000 രൂപയുടെ ചിലവേ ഉള്ളൂ. എൻ്റെ ഭാര്യയുടെ പേര് ലില്ലി എന്നല്ലായിരുന്നു. എൻ്റെ ഭാര്യയുടെ പേര് എന്തുവെന്ന് ഞാൻ ആരോടും പറയത്തില്ല. നിങ്ങൾ റിസർച്ച് ചെയ്താലും കിട്ടത്തില്ല. ഞാനാ മാറ്റിയത്.
അയ്യോ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പേ മാറ്റിയതാണ്. എനിക്കറിയാൻ വയ്യാത്ത കാലത്ത് പക്ഷേ നല്ല പേരായിരിക്കണം, ഞാനായിട്ടതില്ല എന്ന്. ഞാൻ ഈ പറയുന്നതിൻ്റെ അർത്ഥം, നിങ്ങളുടെ പേര് നല്ലതല്ല എങ്കിൽ, നിങ്ങളുടെ ഒരു കുഞ്ഞിൻ്റെ പേര് നല്ലതല്ല എങ്കിൽ പ്ലീസ് അതിനെ മാറ്റിയാട്ടെ. ഊഷ്. യഹൂദന്മാർക്ക് രണ്ട് കാര്യം: ഒന്ന്, പേര് അർത്ഥമുള്ളതായിരിക്കണം; രണ്ട്, നമ്പർ അർത്ഥമുള്ളതായിരിക്കണം. യഹൂദന്മാർക്ക് 1 നല്ലതാണ്, ഏകനായ ദൈവം; 3 നല്ലതാണ്, 5 നല്ലതാണ്, 7 നല്ലതാണ്, 10 നല്ലതാണ്, 12 നല്ലതാണ്, 40 നല്ലതാണ്, 21 നല്ലതാണ്. അപ്പം നല്ലതല്ലാത്തതുകൊണ്ട് 2 നല്ലതല്ല. അവരൊരിക്കലും ഒരു യാത്ര 2 ദിവസം കൊണ്ട് തീർക്കത്തില്ല. ഒന്നുകിൽ 1 ദിവസം കൊണ്ട് തീർക്കും, അല്ലെങ്കിൽ 3 ദിവസം കൊണ്ട് തീർക്കും. കാരണം 2 പറയുന്നതിൻ്റെ അർത്ഥം അവരെ സംബന്ധിച്ചോളം 2 പേര് ചേർന്നാൽ വഴക്കുണ്ടാവും. 2 എന്നുള്ളതിന് വേറൊരർത്ഥം കൂടുണ്ട്, കൂട്ടായ്മയുണ്ട്, 2 പേര് കൂടിയാണ്. പക്ഷേ യഹൂദന്മാർ ഒരിക്കലും രണ്ട് ഒരിക്കലും സെലക്ട് ചെയ്യത്തില്ല. ഒരു വീട് വെക്കുന്നത്, ഒരു പുരയിടത്തിൽ കൃഷി ഇറക്കുന്നത് 2 ആഴ്ച കൊണ്ടായിരിക്കത്തില്ല, ഒന്നുകിൽ 3 ആഴ്ച, അല്ലെങ്കിൽ 1 ആഴ്ച, 2 കൊണ്ട് തീർക്കത്തില്ല. അതുപോലെ 4 എന്ന് പറഞ്ഞാൽ ലോകത്തിൻ്റെ നമ്പരാണ്. കിഴക്ക്, പടിഞ്ഞാറ്, തെക്ക്, വടക്ക് 4 അവരെടുക്കത്തില്ല. 6 പിശാചിൻ്റെ നമ്പരാണ്. അതുകൊണ്ട് അവർ നല്ല അർത്ഥമുള്ള അതവിടെ കിടക്കട്ടെ. ഒരു കാര്യം കൂടെ പറയട്ടെ. പഴയ കാലത്തെ യഹൂദന്മാരുടെ അല്ല, ഇപ്പോഴുള്ള യഹൂദന്മാരുടെ. നിങ്ങൾ യെരുശലേമിൽ പോയിട്ടുണ്ടോ? അല്ലെങ്കിൽ ഞാൻ പറയുന്നത് 2 സെൻറ്റ് ഭൂമി വിറ്റാലും വേണ്ടിയില്ല, യെരുശലേമിൽ ഒന്ന് പോയി എല്ലാം കാണുന്നത് നല്ലതാണ്. തീർത്ഥയാത്രയല്ല. എന്നെ പലരും അങ്ങനെ പരിഹസിക്കാറുണ്ട്, ഇയാൾ തീർത്ഥയാത്രയ്ക്ക് കൊണ്ടുപോകും. അല്ല, അതൊരു പുണ്യഭൂമിയല്ല, അതൊരു പഠിക്കാൻ പോകുന്നതാണ്. അവിടെ ചെന്ന് കഴിയുമ്പോൾ നിങ്ങൾ പഠിപ്പിക്കാനൊക്കെ ഇവിടെയാണ് യേശു ജനിച്ചത്. ഓ ശരി. എന്നിട്ട് അത് വിശദീകരിക്കുക, എന്തുകൊണ്ട് ഇതാണെന്ന് പറയുന്നു, അത് വിശദീകരിക്കും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഉദാഹരണം പറഞ്ഞുതരാം. യേശു ജനിച്ചത് എവിടെയാണെന്ന് ആര് പറയും? എൻ്റെ പേന തരാം. യേശു ജനിച്ചത് ഏത് സ്ഥലത്താണെന്നല്ല, ബേത്ലഹേമിൽ എവിടെ ജനിച്ചു? ഒരു പുൽക്കൂട്ടിൽ ജനിച്ചു അല്ലേ? പുൽക്കൂട്ടിലായിരിക്കണം കേട്ടോ. ഇവിടുന്ന് സ്ഥലമില്ലെന്ന് പറഞ്ഞാൽ അവിടെ പുൽക്കൂട്ടിലായിരിക്കണം. ഇത് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് പറയാം പശുവിനെ കെട്ടുന്ന എരുത്തിലാണെന്ന്. അല്ല, ഒരു ഗുഹയ്ക്കകത്താണ്. അത് അവിടെ ചെന്നെങ്കിൽ നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാനൊക്കത്തുള്ളൂ. അന്നത്തെ കാലത്ത് പശുക്കളെയും ആടുകളെയും കെട്ടിവെച്ചിരുന്നത്, സൂക്ഷിച്ചിരുന്നത് ഗുഹയ്ക്കകത്ത്. ആ ഗുഹയുടെ വാതിക്കൽ ആട്ടിടയൻ കിടക്കും. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ഞാൻ വാതിലാകുന്നു. ഒരു കള്ളനകത്ത് കയറണമെങ്കിൽ എന്നെ ഉണർത്തിയിട്ടേ കയറാനൊക്കത്തുള്ളൂ. ഒരാടിന് വെളിയിൽ പോകണമെങ്കിൽ എൻ്റെ പുറത്ത്. ഇപ്പോൾ മനസ്സിലായോ? അപ്പോൾ നിങ്ങളെ അവിടെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അതെല്ലാം പഠിപ്പിക്കാനൊക്കും. ഇവിടെയാണ് യേശു ജനിച്ചത്, ഇവിടെയാണ് യേശുവിനെ കുറിച്ച് തറച്ചത്, ഇവിടെയായിരുന്നു കല്യാണം. നിങ്ങൾക്കെല്ലാം കാണാൻ ഒരു ബൈബിൾ സ്റ്റഡിക്കായിട്ട് പോകുന്നത് നല്ലതാണ്. പോകുന്നത് ഇഷ്ടമല്ല, പോകരുതെന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ എനിക്ക് വാദിക്കാനൊന്നുമില്ല. പക്ഷേ പോകുന്നത് നല്ലതാണെന്നുള്ള അഭിപ്രായത്തിലാണ് ഞാൻ. ഓക്കെ. ഇപ്പോഴുള്ളൊരു കാര്യം, പണ്ടില്ല, ഇപ്പോൾ ഇസ്രായേൽ ഉണ്ടായതിന് ശേഷം. എന്നാൽ ഇസ്രായേൽ ഉണ്ടായതിൻ്റെ വിചാരം 1949 തോന്നുന്നു, 48 49. അതിനുശേഷമുള്ള ഒരു കാര്യം, യഹൂദന്മാർ തിരികെ ചെന്നു. അവരെല്ലാം ദേശത്തിലെല്ലാം ലോകത്തിലെല്ലാം ചിതറിപ്പാർക്കുകയായിരുന്നു. അവർക്കൊരു രാജ്യം രൂപീകരിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവരെല്ലാവരും അവിടെ എത്തിക്കഴിഞ്ഞിട്ട് ഓരോരുത്തരും വീട് വെക്കാൻ തുടങ്ങി. ഇനി പറയുന്നവരട്ടെ, അവരുടെ വീട് ഒരിക്കലും അവർ തീർക്കത്തില്ല, കംപ്ലീറ്റ് ചെയ്യത്തില്ല. എവിടെയെങ്കിലും ഒരു ഭിത്തി അല്പം പണിത് ഇട്ടേക്കും. അകത്തായിരിക്കത്തില്ല, 4 ഭിത്തി ആയിരിക്കത്തില്ല, അതിൻ്റെ പുറത്തെ ഒരു ഭിത്തി. എവിടെയെങ്കിലും ഒരു ഭിത്തി പകുതി പണിതിട്ടേക്കും. ഒന്നല്ലെങ്കിൽ അകത്തെ ആയിരിക്കാം ഒരു ഭിത്തി പകുതി, അല്ലെങ്കിൽ വെളിയിലുള്ള ഒരു ഭിത്തി പകുതി പണിതിട്ടേക്കും. എന്തിനാ അതിൻ്റെ അർത്ഥം? ഇത്രയും പണിതിട്ടേക്കും. നമ്മുടെ ദൈവത്തിൻ്റെ ദൈവാലയം തീരാതെ ഇരിക്കുമ്പോൾ നമ്മുടെ വീട് എങ്ങനെ പണിത് തീർക്കുവാൻ കഴിയും? യഹൂദന്മാർ എരിവുള്ളവരാണ്. അവർ ഗോഡ്, നമ്മുടെ ദൈവം എന്ന് പറയുമ്പോൾ തന്നെ അത് കേൾക്കാൻ ഒരു രസമുണ്ട്. അതല്ല, ഇത്രയും നിങ്ങളുടെ ഓർമ്മയ്ക്കായിട്ട് നിൽക്കട്ടെ. അപ്പോൾ അർത്ഥമുള്ള പേരായിരിക്കണം നിങ്ങൾ നിങ്ങളുടെ മക്കൾക്കിടുന്നത്. നിങ്ങളുടെ പേര് നല്ല അല്ലെങ്കിൽ ഊസ് എന്ന ദേശത്ത് ഓക്കെ. ചോദ്യം അടുത്ത് വരും. ഈ ഊസ് എന്ന് പറയുന്നത് എവിടെയാണ്? മസ്കറ്റിൽ ജോലിയുള്ളവരുടെയൊക്കെ ചോദിക്കാമെങ്കിൽ പറയും, മസ്കറ്റിനടുക്കൽ സലാല എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അത് കേരളം പോലിരിക്കും. നിങ്ങൾ കേരളത്തിലെ അസൽ കേരളം പോലിരിക്കും. അവിടുത്തെ വാഴക്കൊലകളൊക്കെ ഇത്രയും ഉയരമുണ്ട്. തെങ്ങെല്ലാം അസൽ കേരളം പോലെ തന്നെയാണ്. മഴയുള്ള ഏക ഗൾഫിലെ പട്ടണം സലാല മാത്രമാണ്. ഞാൻ പല പ്രാവശ്യം പോയിട്ടുണ്ട് അവിടെ ഇയ്യോബിൻ്റെ കൊട്ടാരം കാണാം. കൊട്ടാരമില്ല, അതിൻ്റെ അടിത്തറ മാത്രമുണ്ട്. മുസ്ലിങ്ങളുടെ കയ്യിലാണ്. അവിടെ ചെല്ലാമെങ്കിൽ നിങ്ങളുടെ ഇത് പൈസ വാങ്ങിക്കും, ഒരു വിളക്ക് കത്തിക്കാൻ പറയും, നിങ്ങളുടെ ഇന്ന് 10 രൂപ $2 വാങ്ങിക്കും, അല്ലെങ്കിൽ $5 എന്തെങ്കിലും ദാനം ചെയ്യാൻ പറയും. എന്നിട്ട് അവർ വിശദീകരിക്കും, ഇതായിരുന്നു ഇയ്യോബിൻ്റെ കൊട്ടാരം. ഏകദേശം ഈ പ്ലാറ്റ്ഫോമിൻ്റെ അത്രയേ ഉള്ളൂ പഴയ കാലത്തെ കൊട്ടാരം. ഇതാണ് കൊട്ടാരം, ഇതിൻ്റെ അടിത്തറയാണ്. അതൊരു കുന്നിൻ്റെ മേളിലാണ്. അങ്ങ് താഴെ ഒരു കുളമുണ്ട്. അവിടെ പോയിട്ടാണ് ഇയ്യോബ് കുളിച്ചുകൊണ്ടിരുന്നത്, അദ്ദേഹത്തിൻ്റെ ദേഹത്തെല്ലാം ചൊറിയായപ്പോൾ. അപ്പോൾ അവിടെ ഇപ്പോഴും ആരെങ്കിലും ത്വക്ക് രോഗമുള്ളവർ അവിടെ പോയി കുളിക്കാമെങ്കിൽ അവർക്ക് ത്വക്ക് രോഗത്തിൽ നിന്ന് മോചനം കിട്ടുമെന്ന് ഈ മുസ്ലിങ്ങൾ പറയും. പക്ഷേ അവിടെ ആയിരിക്കത്തില്ല. വേദപുസ്തകവും ചരിത്രവും പഠിക്കാമെങ്കിൽ ഒരിക്കലും അവിടെ ആയിരിക്കത്തില്ല. അത് മുസ്ലിങ്ങൾ കൈവച്ചിട്ട് നമ്മുടെ രൂപ വെട്ടിക്കാനായിട്ട് വെച്ചിരിക്കുകയാണ്.
ചിലർ പറയുന്നത് ഇറാഖിലായിരിക്കാം. ഇറാഖിലും അങ്ങനെ ഒരു സ്ഥലമുണ്ട്. ഇതുപോലെ തന്നെ ഒരു സ്ഥലമുണ്ട്, ഇയ്യോബിൻ്റെ കൊട്ടാരം. അങ്ങ് താഴെ നല്ല ഒരു കുളം, അവിടെ കുളിച്ചുകൊണ്ട് നമുക്ക് അറിഞ്ഞുകൂടാ വാസ്തവത്തിൽ ഊസ് എന്ന് പറയുന്നത് എവിടെയായിരുന്നു. ഇത് രണ്ടും ആയിരിക്കാൻ സാധ്യതയില്ല എന്ന് വേദപണ്ഡിതന്മാർ വിശ്വസിക്കുന്നു. നമുക്കറിഞ്ഞുകൂടാ, അല്ലേ? ഓക്കെ, മുമ്പോട്ട് പോകാം. ഊസ് എന്ന ദേശത്ത് ഇയ്യോബ് എന്ന പേരുള്ള ഒരു പുരുഷൻ ഉണ്ടായിരുന്നു. ഇയ്യോബ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം കരയുന്നവനാണ്. അറിയാൻ വയ്യാത്തവർ എഴുതിയെടുത്താണ്. ഹി ഹൂ വീപ്സ്, ഹി ഹൂ ക്രൈസ്, കരയുന്നവൻ. ഒരു ചിന്ത ഇങ്ങനെ വരാം, ചിലപ്പോൾ അമ്മ അവൻ ജനിച്ചപ്പോഴേ കരയുന്നവനായതുകൊണ്ട് വിളിച്ചായിരിക്കും യോബേ, അതുകൊണ്ടായിരിക്കും അമ്മ വിളിച്ചത്. പക്ഷേ ആ പേരവന് പതിഞ്ഞു. അവൻ്റെ ജീവിതത്തിലും അവൻ കരയുന്നവനായി. ഒരാളിൻ്റെ പേര് പോലെ ആയിരിക്കും അയാളുടെ സ്വഭാവം. ഉദാഹരണം പറഞ്ഞുതരാം. ലില്ലി എന്ന് പേരുണ്ടെങ്കിൽ എൻ്റെ ഭാര്യയെ കേൾക്കരുത്, ഭാര്യയുടെയൊക്കെ ഞാൻ പറഞ്ഞെന്നും പറയരുത്. ലില്ലി എന്ന് പേരുണ്ടെങ്കിൽ കൊച്ചു കാര്യത്തിനും കരയുന്ന പെണ്ണായിരിക്കും. ലില്ലിയുടെയൊക്കെ ചോദിച്ചാലും ലില്ലി പറയും കേട്ടോ. അപ്പോൾ ഇവൻ കരയുന്നവനായിരുന്നു. അപ്പോൾ നിങ്ങളുടെ മക്കൾക്ക് ഇടുന്നത് നല്ല പേരായിരിക്കണം. കരയുന്നവളെ, പിശാചെ, ദുഃഖിതെ, സന്ധ്യയെ, ഇങ്ങനെയുള്ള പേരിടാതെ നല്ല അർത്ഥമുള്ള. ഊസ് എന്ന ദേശത്ത് ഇയ്യോബ് എന്ന പേരുള്ള ഒരു പുരുഷൻ ഉണ്ടായിരുന്നു. അടുത്തത് ഒരു പുരുഷൻ, എ മാൻ. ഒരാണുണ്ടായിരുന്നല്ല, ഒരു പുരുഷൻ. ആണും പുരുഷനും തമ്മിൽ വ്യത്യാസമുണ്ട്. സ്ത്രീയും പെണ്ണും തമ്മിൽ വ്യത്യാസമുണ്ട്. പെണ്ണുങ്ങൾ, സ്ത്രീകൾ, ആണ്, പുരുഷൻ. വേദപുസ്തകപ്രകാരം ഒരു പുരുഷൻ്റെ ലക്ഷണം എന്തായിരിക്കണം? ആണായിരുന്നാൽ പോരാ. പുരുഷന്മാരെല്ലാം ആണുങ്ങളാണ്, പക്ഷേ എല്ലാ ആണുങ്ങളും പുരുഷന്മാരല്ല. എല്ലാ സ്ത്രീകളും പെണ്ണുങ്ങളാണ്, പക്ഷേ എല്ലാ പെണ്ണുങ്ങളും സ്ത്രീകളല്ല. എന്താണ് ഒരു പുരുഷൻ്റെ ലക്ഷണം? ഞാൻ വിചാരിക്കുന്ന ചില കാര്യങ്ങൾ പറയാം. ഒന്ന്, ആ മനുഷ്യൻ ഒരു സ്വയാഭിമാനിയായിരിക്കണം. ദുരഭിമാനിയല്ല, ഒരു സ്വയാഭിമാനി. നാണക്കേട് ഉണ്ടാക്കരുതെന്നൊരാഗ്രഹം വേണം. അവനാണ് പുരുഷൻ. ചിലർക്ക് നാണമേ ഇല്ല, അടി കൊണ്ടാലും നാണമില്ല, ആരെങ്കിലും ചീത്ത പറഞ്ഞാലും നാണമില്ല. ചേമ്പലയിൽ വെള്ളം വീഴുന്നത് പോലാണ്. അവനൊരു സ്വയാഭിമാനിയായിരിക്കും. ഞാൻ നിങ്ങൾക്ക് പറയുന്ന കേട്ടോ സഹോദരന്മാരെ, നിങ്ങളൊരു സ്വയമായിട്ടൊരു അഭിമാനമുള്ള മനുഷ്യനായിരിക്കണം. നിങ്ങളുടെ അഭിമാനത്തിന് ക്ഷതം പറ്റാൻ പാടില്ല. വേറെ എന്തെല്ലാം പറ്റിയാലും. ഞാനൊരു നല്ല കുടുംബത്തിൽ ജനിക്കാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചു. എൻ്റെ പപ്പ മാന്യനായ ഒരു ഓർത്തഡോക്സുകാരനായിരുന്നു, ഒരു തോട്ടം സൂപ്രണ്ടായിരുന്നു, അസാധാരണമായ വിധത്തിൽ മാന്യനായിരുന്നു. എൻ്റെ പപ്പായ്ക്ക് വളരെ ഇതായിരുന്നു, ആരും എന്നെ വിരലിച്ചുകൊണ്ട് സാറ് ചെയ്തത് തെറ്റിപ്പോയി എന്ന് പറയാനിടയായിത്തീരും. അഥവാ തെറ്റുപറ്റിപ്പോയ പപ്പ സമ്മതിക്കുമായിരുന്നു. സമ്മതിക്കുന്ന പ്രയാസമായിരുന്നു, എനിക്കറിയാം. കാരണം ഒരു അഭിമാനിയായിരുന്നു. ഞാൻ നിങ്ങളൊക്കെ പറയുകയാണ് സഹോദരന്മാരെ, നിങ്ങളും അഭിമാനിയായിരിക്കണം. നിങ്ങൾ കാരണം നിങ്ങളുടെ ഭാര്യയ്ക്കോ മക്കൾക്കോ പേരുദോഷം ഉണ്ടാവരുത്. നിങ്ങൾ കാരണം. എൻ്റെ പപ്പ ഒരിക്കൽ മരിച്ചു. 1983 ഒരിക്കലേ മരിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ മക്കളാരും സ്ഥലത്തിലായിരുന്നു. ഞങ്ങളെല്ലാവരും കാശ്മീരിലായിരുന്നു. ഞങ്ങൾ 3 പേര് ഉപദേശിമാരാണ്. നാട്ടിൽ ജോലിയുള്ള അനുജനും ജോലി രാജിവെച്ച് ഞങ്ങളെ കാണാനായിട്ട് വന്നു. ജോലി രാജിവെച്ചത് വേറൊരു കാര്യത്തിന്. ഞങ്ങളെ കാണാനായിട്ട് വന്നു. അവിടെ ആയിരിക്കുമ്പോഴാണ് പപ്പ മരിച്ചത്. അപ്പോൾ അന്നത്തെ കാലത്ത് ഓടി വരാനൊന്നും നിവർത്തിയില്ല. എങ്ങനെയോ ഫോൺ മെസ്സേജ് വന്ന് പപ്പ മരിച്ചു. അന്ന് മോർച്ചറിയൊന്നുമില്ല. അതുകൊണ്ട് പപ്പ എളുപ്പം അന്നത്തെ ദിവസം തന്നെ കുഴിച്ചിട്ടു. വളരെ മംഗളമായിട്ട് നാട്ടുകാരും എൻ്റെ ഒരു അളിയനും എൻ്റെ ഒരു പെങ്ങളുടെ ഭർത്താവും കൂടെ വളരെ മംഗളമായിട്ട് ശവണക്കിടത്തി. കുറേ നാൾ കഴിഞ്ഞ് ഞങ്ങൾ 4 സഹോദരന്മാരും കൂടെ വീട്ടിൽ വന്ന് കഴിഞ്ഞ് പപ്പായുടെ കുഴിച്ചിടുന്നതിന് മുൻകൈയെടുത്ത നാട്ടുകാരെ, ഞങ്ങളുടെ റിലേറ്റീവ്സ് ആരും അവിടെ ഇല്ല. ഞങ്ങൾ വേറൊരു നാട്ടിൽ നിന്ന് പപ്പ അവിടെ ജോലിക്ക് പോയതുകൊണ്ട് പോയി താമസിക്കുകയാണ്. അവിടെ ക്രിസ്ത്യാനികൾ പോലും ഇല്ലാത്ത ഒരു നാടാണ്. അപ്പം അവരെല്ലാം കൂടെ വിളിച്ചു. അതിന് മുൻകൈ എടുത്തവരെ അതൊന്ന് താഴെ ഡെറി വിരിച്ചു കൊടുത്തു. എല്ലാവരും കൂടി ഇരുന്നു. എൻ്റെ കുടുംബത്തിലൊരു മർത്തോമായിലെ അച്ഛനുണ്ട്, സാമച്ചൻ. പെന്തിക്കോസ്തിലെ സാമച്ചനല്ല, വേറൊരു അച്ഛൻ, മർത്തോമായിലെ അച്ഛൻ, സാം. അച്ഛനായിരുന്നു അധ്യക്ഷൻ 1983. ഞാൻ സംസാരിച്ചു. ഞാൻ പറഞ്ഞു, ഞങ്ങൾ ആ മക്കളാരും ഇല്ലാതെ ഇരുന്ന സമയത്ത് നിങ്ങളെല്ലാവരും കൂടെ എൻ്റെ പപ്പായെ കുഴിച്ചിട്ടു, നിങ്ങൾക്ക് വളരെ നന്ദി. അത് പറയാനായിട്ടാണ് ഞങ്ങൾ നിങ്ങളെ വിളിച്ചത്. എന്നിട്ട് ഞാൻ പറഞ്ഞു, എൻ്റെ പപ്പ ആർക്കെങ്കിലും രൂപ കൊടുക്കാനുണ്ടെങ്കിൽ, എത്രയെങ്കിലും രൂപ തരാനുണ്ടെങ്കിൽ, നിങ്ങൾ തെളിവ് സഹിതം വരാമെങ്കിൽ ഞാനും എൻ്റെ സഹോദരന്മാരും കൂടെ ആ രൂപ തിരികെ തരുന്നതായിരിക്കും. എനിക്കറിയാമായിരുന്നു ഇല്ലെന്ന്. പക്ഷേ ഞാൻ പറഞ്ഞു, തെളിവ് സഹിതം വരണം. ആരെങ്കിലും വന്നിട്ട് 10,000 രൂപ എന്ന് പറഞ്ഞാൽ ഒക്കത്തില്ല, തെളിവ് സഹിതം വരണം. എന്നിട്ട് ഞാൻ മൂന്നാമതൊരു കാര്യം പറഞ്ഞു. പാണയത്ത് പാപ്പി സാറിൻ്റെ മകനായിട്ട് ജനിച്ചതിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. പെട്ടെന്ന് ഞാൻ വിതുമ്പിപ്പോയി. കാരണം ഞാൻ വിചാരിച്ചു, ഞാൻ എൻ്റെ അപ്പനെപ്പറ്റി അത് പറഞ്ഞു. എൻ്റെ അപ്പൻ്റെ മകനായിട്ട് ജനിച്ചതിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. കാരണം എൻ്റെ പപ്പ പേരുദോഷം ഉണ്ടാക്കിയിട്ടില്ല. ഒരു സ്ത്രീകളെ തൊട്ടുള്ള തോട്ടം സൂപ്രണ്ടുമാർക്ക് പറ്റുന്ന ഒരു വലിയ വളരെ ഈസിയായിട്ട് വളരെ നിഷ്പ്രയാസം സാധിക്കുന്ന ഒരു തെറ്റാണത്. എൻ്റെ പപ്പ ആർക്കും രൂപ കൊടുക്കാനില്ല. എൻ്റെ പപ്പ ആരുടെയും പുരടം കയ്യേറിയിട്ടില്ല. എൻ്റെ പപ്പ ആർക്കും പെട്ടെന്ന് ഞാൻ വിതുമ്പിപ്പോയി. ഞാൻ വിചാരിച്ചു, ഞാൻ മരിക്കുമ്പോൾ എൻ്റെ മക്കൾ ഇത് പറയുമോ? ഇതൊരു ചിന്തയിരിക്കട്ടെ സഹോദരന്മാരെ, നിങ്ങളുടെ ഏറ്റവും വലിയ സമ്പത്ത് നിങ്ങളുടെ മക്കൾക്ക് വെച്ചേച്ചു പോകുന്ന സൽപ്പേരാണ്. ഏറ്റവും വലിയ സമ്പത്ത് അതാണ്, വീടിനേക്കാൾ. അതുകൊണ്ട് ഇവിടെ
ഒരു മനുഷ്യൻ, ഒരു പുരുഷൻ ഉണ്ടായിരുന്നു. ആ പുരുഷൻ്റെ ഒന്നാമത്തെ ഗുണം അവനൊരു അഭിമാനിയായിരിക്കണം. രണ്ടാമത്തെ ഗുണം ഞാൻ കാണുകയാണ്, അവൻ്റെ ബൈബിളിലുള്ള ഒരു പുരുഷൻ്റെ കാര്യമാണ് പറയുന്നത്. അവൻ്റെ കുടുംബത്തിലെ കാര്യങ്ങളൊക്കെ അവൻ മുൻകൈ എടുത്ത് ചെയ്യുന്നവനായിരിക്കണം. മക്കളുടെ വിവാഹം, കുറച്ചുകൂടെ പുരയിടം വാങ്ങിക്കുക, കുറച്ചുകൂടെ സമ്പത്തുണ്ടാക്കുക, മരിക്കുന്ന സമയത്ത് മക്കൾക്ക് എന്തെങ്കിലുമൊക്കെ കൊടുത്തിട്ട് പോകത്തക്കോണം എന്തെങ്കിലും സമ്പാദിക്കുക, വീട്ടുകാര്യങ്ങൾ നോക്കുന്ന മനുഷ്യനായിരിക്കണം. 3, വീട്ടു പ്രാർത്ഥന മുൻകൈ എടുക്കുന്ന മനുഷ്യനായിരിക്കും. എനിക്ക് 3 അധ്യായത്തിൽ നിന്ന് പ്രസംഗിക്കണം, അതുകൊണ്ട് അല്പം വേഗത്തിൽ പോവുകയാണ്. 3, അവൻ വീട്ടു പ്രാർത്ഥനയ്ക്ക് ആത്മീയമായിട്ടുള്ള കാര്യത്തിന് വീട്ടിൻ്റെ പുരോഹിതനായിരിക്കണം. അറിയാൻ വയ്യാത്തൊരു എഴുതിയെടുത്താട്ട്, ഈ മസ്റ്റ് ബി ദ പ്രീസ്റ്റ് ഓഫ് ദ ഹൗസ്. വീടിൻ്റെ പുരോഹിതൻ. അവനാണ് വീടിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. അവനാണ് വീടിന് വേണ്ടി ദൈവത്തിൻ്റെയും അവൻ്റെ കുടുംബത്തിലുള്ളവരുടെയും മധ്യത്തിൽ നിൽക്കുന്നത്. അത് നിങ്ങളായിരിക്കണം, ഒരു പുരുഷൻ ആയിരിക്കണം. 4ാമത്തെ കാര്യം, അവൻ ഭാര്യയെയും മക്കളെയും നോക്കുന്നവനായിരിക്കണം. ഭാര്യയുടെ ചെരുപ്പ് പൊട്ടിപ്പോയാൽ നല്ലൊരു ചെരുപ്പ് വാങ്ങിച്ചു. ഭാര്യയുടെ മക്കളുടെ വസ്ത്രം കീറുന്നതിന് മുമ്പ് വർണ്ണം വാങ്ങിച്ചു കൊടുക്കണം. നിവൃത്തി ഉണ്ടെങ്കിൽ മതി, നിവൃത്തിയില്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് തുണി വാങ്ങാൻ വലിയ ചിലവുള്ള കാര്യമൊന്നുമല്ല. പഴയ കാലത്ത് എൻ്റെ കൊച്ചുനാളിൽ ഒരു ഷർട്ട് വാങ്ങിക്കുന്നത് പോലും പ്രയാസമായിരുന്നു. എന്നാൽ ഇന്നങ്ങനെയല്ല. പക്ഷേ ഞാൻ നിങ്ങളൊക്കെ പറയുന്നു, ഭാര്യയുടെ ആവശ്യം. ഞാൻ ചിലയിടത്തൊക്കെ പ്രസംഗിക്കാൻ പോകുമ്പോൾ കണ്ടിട്ടുണ്ട്, സ്വത്രാഴ്ച എടുക്കാൻ നേരം ചില ഭർത്താക്കന്മാർ അങ്ങോട്ട് ചെന്ന് ഭാര്യയുടെ കയ്യിൽ 2 രൂപ കൊടുക്കുന്നു. എടാ, ഇത് വീട്ടിൽ വെച്ച് കൊടുക്കാൻ പറ്റില്ല, അവൾ അതുകൊണ്ട് ഒളിച്ചോടുവോ? അല്ല, ഞാൻ അറിയാമെന്ന് ചോദിക്കുക. സഹോദരിമാരെ, വീട്ടിൽ ചെല്ലുമ്പം പറഞ്ഞണം, അയാൾ പറഞ്ഞാൽ കേട്ടായിരുന്നോ? ഒരു സഹോദരി, ഒരു ക്രിസ്ത്യൻ ലീഡറുടെ ഭാര്യയുടെ കയ്യിൽ ലില്ലി ഒരു 500 രൂപ ഏൽപ്പിച്ചു. ഒരു 10-20 വർഷത്തിന് മുമ്പ്. ആ സ്ത്രീ കരഞ്ഞു, പറഞ്ഞ് ആദ്യമായിട്ട് എൻ്റെ കൈ കുറേ രൂപ കിട്ടുന്നു. ഒരു ക്രിസ്ത്യൻ ലീഡർ, മലയാളി ക്രിസ്ത്യൻ ലീഡർ ഭാര്യയുടെ 10 രൂപ കൊടുത്തിട്ടില്ല. എൻ്റെ ആവശ്യമുണ്ടെങ്കിൽ വാങ്ങിച്ചു കൊടുക്കുന്നില്ലയോ? അല്ല, അവളെ ഒരു പാർട്ട്ണറായിട്ട് കണക്കാക്കണം. അവരുടെ ആവശ്യങ്ങൾ നിറവേറണം. ഞാൻ പണം ചിലവാക്കാത്ത മനുഷ്യനാണ്. ഞാൻ കുപ്പിക്കാത്ത വെള്ളം വാങ്ങിക്കത്തില്ല. ഞാനൊരു പിശുക്കനാണ്. രക്ഷിക്കപ്പെട്ടതിന് ശേഷം അങ്ങനെ ആയതാണ് കേട്ടോ. കുപ്പിക്കകത്ത് വെള്ളം വാങ്ങിക്കാതെ ഞാൻ യാത്ര ചെയ്യുമ്പോൾ ഒരു ഒഴിഞ്ഞ കുപ്പിയുമായിട്ട് പോകുന്നു. റെയിൽവേ സ്റ്റേഷനിൽ ചെന്നിട്ട് അവിടെ നിന്ന് ഞാൻ വെള്ളം നിറയ്ക്കുന്നു. രോഗമുണ്ടാകാത്ത ഒരു ശരീരം ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. പ്ലെയിനകത്ത് പോവുകയാണെങ്കിലും എയർപോർട്ടിൽ ചെന്നിട്ട് ഞാൻ വെള്ളം നിറയ്ക്കുന്നു. കാരണം 10 രൂപ ലാഭിച്ച 15 രൂപ ഇപ്പോൾ ഒരു കുപ്പി വെള്ളത്തിന് സാധാരണ കടയിൽ നിന്ന് വാങ്ങിച്ചാൽ. വലിയ കടയിൽ നിന്ന് എയർപോർട്ടിനകത്ത് നിന്ന് വാങ്ങിച്ചാൽ അതിൽ കൂടുതലാവും. ട്രെയിനിനകത്ത് വാങ്ങിച്ചാൽ അതിൽ കൂടുതലാവും. എങ്ങനെയെങ്കിലും 15 രൂപ ലാഭിച്ചാൽ ഒരു 3 പുതിയ നിയമം വാങ്ങി ആർക്കെങ്കിലും കൊടുക്കാമെന്നുള്ള ആഗ്രഹം കൊണ്ടാണ്. അല്ലാതെ എൻ്റെ മക്കൾക്ക് വേണ്ടി ഒന്നും വെച്ചിട്ട് പോകാനല്ല. ഞാൻ പണം ചിലവാക്കാത്ത ഒരു മനുഷ്യനാണ്. പക്ഷേ ഒരു ദിവസം ഞാൻ ലില്ലിയും കൂടെ പത്തനംതിട്ടയായിരുന്നു. വൈകുന്നേരം മീറ്റിംഗ് ഇല്ല. ഞാൻ ലില്ലിയും കൂടെ നടക്കാൻ പോയപ്പോൾ ലില്ലിയുടെ ചെരുപ്പ് അങ്ങ് പൊട്ടിപ്പോയി. ലില്ലി പറഞ്ഞു, സാരമില്ല, തയ്ച്ചിടാം. വീട്ടിലിടുന്ന കുളിമുറി പോകുന്ന ചെരുപ്പാണ്. പറഞ്ഞത് തയ്ക്കാവുന്ന കാര്യമാണ് പറഞ്ഞു തരുമ്പോൾ ഞാൻ മനസ്സിൽ നിരൂപിച്ചു, നീ എൻ്റെ ഭാര്യയാണ്. നീ കുത്തിത്തയ്ച്ച് ചെരുപ്പ് ഇട്ടുകൊണ്ട് നടക്കേണ്ട ആവശ്യമില്ല. ആവശ്യമുള്ള കാലത്തിട്ടാൽ കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ എറണാകുളത്ത് വന്നു. എന്നെ ഇവിടെ കൊണ്ടുവിട്ട മത്തായി ബ്രദർ എന്നെ താജ് ഹോട്ടലിൽ ആഹാരത്തിന് കൊണ്ടുവിട്ടു. വേറൊരാൾ വിളിച്ചുകൊണ്ട് പോയത്, അവർ സായിപ്പ് വിളിച്ചുകൊണ്ട് പോയതാണ്. ഞാൻ ലില്ലിയും കൂടെ അവിടെ ആഹാരം കഴിച്ചു. മേനകയുടെ അപ്പുറത്താണ്, അങ്ങേ അറ്റത്താണ് താജ് ഹോട്ടൽ. അവിടുന്ന് ഞാൻ ഇറങ്ങി വരുമ്പോൾ ഞാൻ ലില്ലിയൊക്കെ പറഞ്ഞു, ലില്ലി പറഞ്ഞു, മത്തായി ബ്രദറിനെ വിളിക്കണ്ടായോ, അങ്ങ് പോവാം. ഞാൻ പറഞ്ഞു, വേണ്ട, നടക്കാൻ മേനകയുടെ അതിലേക്കൂടെ നടക്കാം. ഞാൻ ലില്ലിയും കൂടെ അതിലൂടെ ഞാൻ അവിടെ കൊണ്ടുപോയെന്നറിയാം, ബാറ്റയുടെ കടയിൽ പോയത്. എനിക്കറിയാം അവിടെ ബാറ്റയുടെ കടയുണ്ട്, റെയ്മണ്ടിൻ്റെ കടയുണ്ട്, അതൊക്കെ ഞങ്ങൾ പോകുമ്പോൾ കണ്ടിട്ടുണ്ട്. ഞാൻ ബാറ്റയുടെ കടയിൽ കൊണ്ടുപോയിട്ട് 2 ജോഡി ചെരുപ്പ് വാങ്ങിച്ചു കൊടുത്തു. എന്താ കാര്യം? ഞാനൊരു പുരുഷനാണ്. എൻ്റെ ഭാര്യയുടെ ആവശ്യം. ഞാൻ ധാരാളിയായിട്ട് ചെയ്തതല്ല. ആരാണ് ഒരു പുരുഷൻ? ഞാൻ സഹോദരന്മാരെ നിങ്ങളൊക്കെ പറയുകയാണ്, നിങ്ങളും നിങ്ങളുടെ വീട്ടിൽ ഒരു പുരുഷൻ ആയിരിക്കണം. ആണായിരുന്നാൽ പോരാ, ഒരു പുരുഷൻ ആയിരിക്കണം. ഒരു പുരുഷൻ ഉണ്ടായിരുന്നു. അവൻ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകലുന്നവനായിരുന്നു. അവൻ്റെ 4 ഗുണം ഇവിടെ പറയുകയാണ്. ഈ 4 ഗുണം നമ്മളിലും ഉണ്ടാകാൻ പ്രാർത്ഥിക്കണം. എന്തൊക്കെയാണ് ശ്രദ്ധിക്കുക. ഇതാര് പറയുന്നതാ? അവൻ്റെ ഭാര്യ പറഞ്ഞതല്ല. നിങ്ങൾ എന്നെപ്പറ്റി എൻ്റെ ഭാര്യ എടുക്കുക ചുറ്റി പറയുക, വെച്ചാൽ നല്ല മനുഷ്യനാണ്, എൻ്റെ ചെരുപ്പ് പൊട്ടി പറഞ്ഞാൽ എനിക്ക് 2 ജോഡി ചെരുപ്പ് വാങ്ങിച്ചത്, 1 മതി എന്ന് പറഞ്ഞിട്ടും കേട്ടില്ല 2 ജോഡി വാങ്ങിച്ചത് അല്ല. എൻ്റെ ഭാര്യ പറയുന്നതല്ല, എൻ്റെ മക്കൾ പറയുന്നതല്ല, എൻ്റെ കൂട്ടുകാർ പറയുന്നതല്ല. ദൈവം എന്ത് പറയുന്നു? ഇയ്യോബിനെ പറ്റി ഇവിടെ സാക്ഷ്യം പറയുന്നത് ദൈവമാണ്. എന്താണ് ദൈവം പറയുന്നത്? ഒരിടത്തല്ല, 3 പ്രാവശ്യം പറയുന്നു. ഒരേ സാക്ഷ്യം 3 സാഹചര്യത്തിൽ പറയുന്നുണ്ട്. അവൻ്റെ നല്ല കാലത്ത് പറയുന്നു, അവന് കുറച്ച് കഷ്ടം വന്നപ്പോൾ പറയുന്നു, അവന് കുറേ കൂടി കഷ്ടം വന്നു കഴിഞ്ഞപ്പോഴും പറയുന്നു. അവൻ്റെ 3 സാഹചര്യത്തിൽ. ഒരാളിനെ പറ്റി അറിയുന്നത് അയാളുടെ നല്ല കാലത്തല്ല, അയാളുടെ കഷ്ടകാലത്താണ്. ഒരാളിനെ പറ്റി അറിയുന്നത് അയാൾ സമ്മർദ്ദത്തിൽ കൂടി കടന്നു പോകുമ്പോഴാണ്. ഇത് 3ലും അയാളെപ്പറ്റി ദൈവം പറഞ്ഞ ഒരു സാക്ഷ്യം, 4 സാക്ഷ്യം. അവൻ നിഷ്കളങ്കനായിരുന്നു. നിഷ്കളങ്കൻ എന്നുള്ളതിന് ഒരു ഉപദേശം കൂടെ തരട്ടെ. നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയാമെങ്കിൽ, വേദപുസ്തകം പഠിക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ ഒരു ഇംഗ്ലീഷ് മലയാളം ബൈബിൾ വാങ്ങിച്ചോണം. ഇംഗ്ലീഷും നോക്കണം, മലയാളവും നോക്കണം.
ചിലപ്പം മലയാളത്തിലുള്ളതിനേക്കാൾ കുറച്ചുകൂടെ സ്പഷ്ടമായിട്ട് എഴുതിയിരിക്കുന്ന ഇംഗ്ലീഷിലായിരിക്കും. ചിലപ്പോൾ ഇംഗ്ലീഷിനേക്കാൾ സ്പഷ്ടമായിട്ട് എഴുതിയിരിക്കുന്ന മലയാളത്തിലായിരിക്കും. ഉദാഹരണത്തിന് അബ്രഹാമിനെ പറ്റി ദൈവം പറയുന്നുണ്ട്, ഞാൻ നിന്നെ ഐശ്വര്യമായിട്ട് അനുഗ്രഹിക്കും. അതുപോലൊരു പരിഭാഷ ഞാൻ ഇന്നുവരെ വേറൊരു ഭാഷയിൽ കണ്ടിട്ടില്ല. എന്താ പറയുന്നത്? ഞാൻ ഐശ്വര്യമായിട്ട്. അപ്പോൾ ചിലപ്പോൾ മലയാളത്തിലായിരിക്കും കുറച്ചുകൂടെ സുന്ദരം, ചിലപ്പോൾ ഇംഗ്ലീഷിലായിരിക്കാം. ഇംഗ്ലീഷിനകത്ത് എഴുതിയിരിക്കുന്ന പെർഫെക്റ്റ്, മലയാളത്തിൽ എഴുതിയിരിക്കുന്നത് നീ നിഷ്കളങ്കനായിരിക്കണം. ഒരു ചോദ്യം ചോദിക്കാൻ പോവാ, ലോകത്തിൽ ആർക്കെങ്കിലും പെർഫെക്റ്റ് ആകാനൊക്കെ? ഇത് ആർക്കും സാധ്യമല്ല. പക്ഷേ നമ്മുടെ ലക്ഷ്യം അതായിരിക്കണം, എനിക്ക് പെർഫെക്റ്റ് ആകണം. ഒരു സഹോദരൻ എൻ്റെ വേലയ്ക്കകത്തൂടെ രക്ഷിക്കപ്പെട്ടു. ഒരു വടക്കേ ഇന്ത്യയിലെ നായർ പയ്യൻ. അവൻ സർക്കസിലായിരുന്നു. ഒരു ഇൻകം ടാക്സ് ഓഫീസിൽ ജോലിക്കാരൻ്റെ മോനാണ്. വീട്ടിൽ നിന്ന് ഒളിച്ചോടി സർക്കസിൽ വന്ന് ചേർന്നു. എങ്ങനെയായാലും എന്നെ കണ്ടു, രക്ഷിക്കപ്പെട്ടു. ഞാൻ അവനെ ബൈബിൾ സ്കൂളിൽ അയച്ചു. ബൈബിൾ സ്കൂളിൽ പോയി പഠിച്ചു. തിരികെ വന്നു. തിരിച്ചു വന്ന് എൻ്റെ കൂടെ വേല ചെയ്യുന്ന സമയത്ത് ആരാണ്ട് അവൻ്റെ ചെവിക്കകത്ത് വിഷം പകർന്നു കൊടുത്തു. അവൻ്റെയൊക്കെ പറഞ്ഞു, എടാ, ഈ മലയാളികളുടെ കൂടെ ജോലി ചെയ്താൽ നിനക്ക് നന്മ വരുമോ? ഈ മലയാളികളെല്ലാം രൂപ ഉണ്ടാക്കി അവർ സുഖമായിട്ട് ജീവിക്കുന്ന നിനക്ക് ഒരു ചപ്പാത്തി വല്ലതും തരും. അവനതങ്ങ് വിശ്വസിച്ചു. അവന് വിശ്വസിക്കേണ്ട കാര്യമൊന്നുമില്ല, കാരണം അവൻ എൻ്റെ കൂടെ താമസിക്കുന്നത്. ഞാനും എൻ്റെ ഭാര്യ അവനും കൂടെ ഒരു മുറിയിലാണ് കിടന്നുറങ്ങുന്നത്. ഒരു വീട്ടിൽ ഞങ്ങൾ താമസിക്കുന്നത്. അപ്പോൾ അങ്ങനെ സംശയിക്കേണ്ട കാര്യമില്ല. എങ്കിലും അവൻ വിചാരിച്ചു. അവൻ്റെ കാരാണ്ട് പറഞ്ഞു, എനിക്ക് നാട്ടിൽ തോട്ടമുണ്ട്, ഞാൻ വാങ്ങിച്ചാന്നൊക്കെ പറഞ്ഞു. അവനങ്ങ് വിശ്വസിച്ചു. അവനെനിക്ക് എൻ്റെയൊക്കെ വഴക്കുണ്ടാക്കി. പറഞ്ഞു, നിങ്ങൾ മലയാളികളെല്ലാം ഭയങ്കരന്മാരാണ്, വടക്കേ ഇന്ത്യയിലുള്ള എല്ലാ മിഷൻ ലീഡർമാരും മലയാളികളാണ്, എന്തുകൊണ്ട് ഇന്ത്യക്കാരും ലീഡറാവുന്നില്ല, നിങ്ങൾ ഞങ്ങളുടെ പേര് പറഞ്ഞ് രൂപ വരുത്തുക. അവന് ഞാൻ പോവാ. ഞാൻ പറഞ്ഞു, യോബേ, നമുക്ക് സ്നേഹത്തിൽ പിരിയാം. യോബ് പ്രാർത്ഥിച്ചു. എൻ്റെയൊക്കെ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ പ്രാർത്ഥിക്കത്തില്ല, പാവിയായി ഞാനെന്തോ പ്രാർത്ഥിക്കണം, നീ പ്രാർത്ഥിക്കണം. അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അവന് കുറ്റബോധമുണ്ടായി. അവനെൻ്റെ താഴെ വീണു, കാലെ കെട്ടിപ്പിടിച്ച് എന്നോട് ക്ഷമ ചോദിച്ചു. ലില്ലിയുടെ കാലയിൽ അവൻ നക്കി. മമ്മി, നിങ്ങൾ എനിക്ക് എന്താ തരാതിരുന്നു? ഒരൊറ്റ കൊതുകോലേ നിങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. ഞാൻ ബൈബിൾ സ്കൂളിൽ പോയപ്പോൾ എനിക്ക് ആ കൊതുകോല തന്നു. അങ്കിളിന് ഒരൊറ്റ കോട്ടയം ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ബൈബിൾ കോളേജിൽ പോയപ്പോൾ ആ കോട്ട എനിക്ക് തന്നു. ഞാൻ ഈ പറഞ്ഞതും ചെയ്തതും തെറ്റിപ്പോയി. ഞാൻ പറഞ്ഞു, ജോബേ, നമുക്ക് സ്നേഹത്തിൽ പിരിയാം. എന്നിട്ട് ഞാനും പ്രാർത്ഥിച്ചു, അവനെ അനുഗ്രഹിച്ചു. ഞാൻ ജോബിൻ്റെ ഒക്കെ പറഞ്ഞു, നമുക്ക് നടക്കാൻ പോകാം. ഏലിയാവും ഏലിശായും കൂടെ നടന്നതുപോലെ നമുക്ക് നടക്കാം. ഇതുപോലെ നമ്മൾ ഇനി നടന്നില്ല എന്ന് വരാം. വന്നാട്ടെ, നമുക്ക് ഒന്നിച്ച് നടക്കാം. ഞാനും ജോബും കൂടെ നടന്നു. ട്രാക്ട് എടുത്തില്ല, വർത്തമാനം പറഞ്ഞു നടന്നു. എനിക്കറിയാമായിരുന്നു ഇതുപോലെ ഒരിക്കൽ ഞങ്ങൾ ഇനി നടക്കത്തില്ല, മരിക്കത്തില്ല. പക്ഷേ അവിടെ അന്ന് പിരിയുകയാണ്. അടുത്ത ദിവസം രാവിലെ പോവുകയാണ്. വളരെയേറെ റോഡിൽ കൂടെ നടന്നു. തിരികെ വരുമ്പോൾ ഒരു കെട്ടിടം പണിതുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അവിടെ നിന്നിട്ട് പറഞ്ഞു, ഞാൻ ഈയിടയ്ക്കും എൻ്റെ മക്കളെ കൊണ്ടുപോയിട്ട് ഞാൻ ആ സംഭവം അവരോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ജോബേ, ഞാനൊരു വിശുദ്ധ ജീവിതം നയിക്കുന്ന മനുഷ്യനാണ്. ഞാനിപ്പോൾ കർത്താവിനോട് ഏകദേശം സമരൂപനായിരിക്കുകയാണ്. പക്ഷേ ഞാൻ മരിക്കുന്ന സമയത്ത് കുറേ കൂടി വിശുദ്ധനായിരിക്കും. ഞാൻ ഏകദേശം ക്രിസ്തുവിനെ പോലെ ആയിരിക്കും എന്ന് പറഞ്ഞാണെന്നറിയാം. ഏകദേശം 42 വർഷത്തിന് മുമ്പ്. ഇപ്പോഴും എനിക്കറിയാം ഞാൻ അന്ന് എന്തുമാത്രം ക്രിസ്തുവിനോട് സമരൂപനായിരുന്നുവോ. ചിലപ്പോൾ 30%, 40%. പക്ഷേ എനിക്കിന്നറിയാം, ഇന്ന് ഞാൻ അതിനേക്കാളും വളരെയേറെ യേശുവിനോട് സമരൂപനായിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിനകത്ത് ലക്ഷ്യം വേണം. എന്താണ്? എനിക്ക് പെർഫെക്റ്റാണ്. സ്വത്വം ഉണ്ടായാലും സ്തോത്രം, ഇല്ലെങ്കിലും സ്തോത്രം. ഞാനൊരു സംഘടനയുടെ ലീഡറായാലും സ്തോത്രം, ഇല്ലെങ്കിലും പക്ഷേ എനിക്ക് ക്രിസ്തുവിൻ്റെ ഭാവമുള്ളവനായിട്ട് മാറണം. പെർഫെക്റ്റ്. ദൈവം പറയുകയാണ്, അവൻ പെർഫെക്റ്റ് ആയിരുന്നു. രണ്ടാമത്തേത്, അവൻ നേരുള്ളവനായിരുന്നു. നേരുള്ളവൻ എന്നുള്ള ഇംഗ്ലീഷ് വാക്ക് അപ്രൈറ്റ്. നേരുള്ളവൻ എന്ന് പറഞ്ഞാൽ നേര് പറയുന്നവൻ എന്നുള്ളതല്ല. പിന്നെയോ അവൻ നേരെ നിൽക്കുന്നവനായിരുന്നു. എന്ന് പറഞ്ഞാൽ അവൻ പറയുന്നത് നേരായിരിക്കും. അത് തന്നെ, നേര് പറയുന്നവൻ, അതാ നേരുള്ളവൻ. അവൻ നേരെ നിൽക്കുന്നവൻ. അവൻ കള്ളം പറയത്തില്ല. ഇനി ഞാൻ പറയുന്നത് കേട്ടാട്ടെ. ഇന്നത്തെ കാലത്ത് പലരും പറയും, നമ്മൾ ഈ ലോകത്ത് ജീവിക്കുകയാണെങ്കിൽ കള്ളമൊക്കെ പറയേണ്ടി വരും. ആര് പറഞ്ഞു? അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ വേദപുസ്തകത്തിനകത്ത് എഴുതി വെക്കുമായിരുന്നു. കുറേ കാലം കൂടെ കഴിയുമ്പോൾ 12,000 വർഷം കൂടെ കഴിയുമ്പോൾ ലോകം വല്ലാതാകും, അന്ന് കള്ളം പറയാതെ ജീവിക്കാനൊക്കത്തില്ല. അന്ന് കള്ളം പറഞ്ഞോ, കൊച്ചു കള്ളം പറഞ്ഞോ എഴുതി വെക്കുമായിരുന്നു. എൻ്റെ വേദപുസ്തകം പറയുന്നു, വെളിപ്പാട് പുസ്തകത്തിൻ്റെ അവസാനത്തെ അധ്യായം, കള്ളം പറയുന്നവൻ, കള്ളം ഉണ്ടാക്കുന്നവൻ, ഉണ്ടാക്കുന്നവൻ സ്വർഗ്ഗരാജ്യത്തിൽ പോകത്തില്ല. നിങ്ങൾ എൻ്റെയൊക്കെ ചോദിക്കരുത് പിന്നെ ആര് പോകുമെന്ന്. എൻ്റെയൊക്കെ ചോദിക്കരുത്. ഞാൻ നിങ്ങളൊക്കെ പറയുന്നു, ഇന്ന് വരെ നിങ്ങൾ കള്ളം പറഞ്ഞു പോയിട്ടുണ്ടോ? അത്യാവശ്യത്തിന് കള്ളം പറഞ്ഞു പോയിട്ടുണ്ടോ? ഇന്നൊരു തീരുമാനമെടുക്കാം. ഞാൻ പണ്ടൊരു തീരുമാനമെടുത്ത് ഞാൻ കള്ളം പറയത്തില്ല. എൻ്റെ ദൈവം എന്നെ എപ്പോഴും സഹായിച്ചിട്ടുണ്ട്. ഒരിക്കൽ എൻ്റെ പേരിലൊരു കേസുണ്ടായി, ഗവൺമെൻറ് കേസ്. എൻ്റെ ഊഹം ശരിയാണെങ്കിൽ ഇൻകം ടാക്സുകാരുടെയാണ്. ഇതൊക്കെ സാധാരണമാക്കട്ടെ. കേസെന്ന് പറയുമ്പോൾ നിങ്ങൾ പേടിക്കരുത്, അയാളുടെ കള്ളക്കേസാണ്. അല്ല, ഒരു സംഘടനയാകുമ്പോൾ കേസൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കും. അത് ബാധിക്കും, നമ്മളെ വെറുതെ വിടാം. അടുത്ത വർഷവും ഒരു കാരണം അവർക്ക് ടാക്സ് വേണം, അതിന് വേണ്ടിയാണ്. അപ്പോൾ അവിടുത്തെ കമ്മീഷണർ, ഇൻകം ടാക്സ് കമ്മീഷണർ എനിക്ക് നോട്ടീസ് അയച്ചു. പറഞ്ഞു, നിങ്ങൾ ടാക്സ് തരണം, അല്ലെങ്കിൽ നിങ്ങളുടെ ബാങ്കിൽ കിടക്കുന്ന രൂപയ്ക്കകത്തെ 40% ഞങ്ങൾ കട്ട് ചെയ്തെടുക്കും.
നിങ്ങൾക്ക് കഴിഞ്ഞ വർഷം വന്നതിൻ്റെ 40% ടാക്സ് തരണം, അല്ലെങ്കിൽ നിങ്ങളുടെ ബാങ്ക് കിടക്കുന്ന രൂപ ഞങ്ങൾ പിടിച്ചെടുക്കും. എന്നിട്ട് അയാൾ എൻ്റെ അക്കൗണ്ടൻറ്റ് നിർമ്മല എന്ന് പറയുന്ന തിരുവനന്തപുരംകാരി പെണ്ണാണ്. അവിടെയൊക്കെ നോക്കിക്കൊണ്ട് ഇങ്ങനെ, പെണ്ണെന്ന് പറഞ്ഞു ശരിയാണോ? അതെ, പെൺകുട്ടി. അവിടെ നോക്കിക്കൊണ്ട് പറഞ്ഞു, നോക്കിക്കേ, നിങ്ങളുടെ ഡൽഹിയിലെ ഓഫീസ് എനിക്കറിയാം, ഞാൻ അത് വിറ്റിട്ട് രൂപ പിടിച്ചെടുക്കും കേട്ടോ. പക്ഷേ നമ്മളിവിടെ ഇൻകം ടാക്സ് കൊടുക്കണം, നമ്മൾ കൊടുക്കേണ്ട കാര്യമില്ല. പക്ഷേ അവർക്കുള്ള ടാർഗറ്റാണ്, ഗവൺമെൻറ് കൊടുത്തിരിക്കുന്ന ടാർഗറ്റാണ്. ഈ വർഷത്തിൽ 8,000 കോടി രൂപ കിട്ടി, അടുത്ത വർഷം അത് 15,000 ആക്കി തരണം, അല്ലെങ്കിൽ നിന്നെ ട്രാൻസ്ഫർ ചെയ്ത് ഹിമാലയത്തിനപ്പുറത്തോട്ട് വിടും. അവർ നോക്കുന്നതാണ്. ഞാൻ വിഷമിച്ചു. എൻ്റെ ഓഫീസിൽ ഇപ്പോഴും ഉണ്ട് അദ്ദേഹം, ജെയ്സ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരുണ്ട്. ഞാനും ജെയ്സും കൂടെ വക്കീലന്മാരെ കാണാൻ പോയി. ഡൽഹിയിലുള്ള കാത്തലിക് ബിഷപ്പിൻ്റെ വീട്ടിൽ, ബിഷപ്പിൻ്റെ ഓഫീസിൽ ഒരു വക്കീലന്മാരുടെ, കത്തോലിക്ക വക്കീലന്മാരുടെ ഒരു ഫെലോഷിപ്പുണ്ട്. അവിടെ പോയാൽ നമുക്ക് അഭിപ്രായം എല്ലാം ഫ്രീ ആയിട്ടാണ് കിട്ടുന്നത്. അവരെ നമുക്ക് വക്കീലായിട്ട് സ്വീകരിക്കാം, അല്ലെങ്കിൽ ഒരു ഉപദേശം തരും, അഭിപ്രായം പറയും. ഞാനവിടെ ചെന്നു, പറഞ്ഞു എനിക്കൊരു വക്കീലിനെ കാണണം. ഒരു വക്കീൽ വന്നു, മലയാളിയല്ല, മലയാളികളായിട്ടുള്ള വക്കീലന്മാരെ എനിക്കറിയാം, അച്ഛന്മാർ, അവരെല്ലാം അച്ഛന്മാരാണ്. ഒരച്ഛൻ വന്നു. അച്ഛൻ പാൻറ്റും ഷർട്ടും വേണം. വന്നപ്പോൾ ഞാൻ കേസെല്ലാം കൊടുത്തു. അദ്ദേഹം വായിച്ചു വെച്ച് പറഞ്ഞു, PG വർഗീസ്, നിങ്ങളെപ്പറ്റി ഞാൻ കുറച്ച് കേട്ടിട്ടുണ്ട്, പക്ഷേ ഞാൻ പറയുന്നത് കേട്ടാട്ടെ, നിങ്ങൾ കള്ളം പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് കഴിഞ്ഞ വർഷം കിട്ടിയ രൂപയുടെ 40% ടാക്സ് കൊടുത്തേ ഒക്കത്തുള്ളൂ. അതുകൊണ്ടൊരു കള്ളം പറഞ്ഞേ ഒക്കത്തുള്ളൂ. നിങ്ങൾ കള്ളം പറയത്തില്ലെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷേ ഇതിനകത്തുനിന്ന് രക്ഷപ്പെടണമെങ്കിൽ കള്ളം പറയണം. ഞാൻ പറഞ്ഞു, ഐ വുഡ് ലൈക്ക് ടു ഹാവ് എ സെക്കൻഡ് ഒപ്പീനിയൻ. എനിക്ക് വേറൊരു വക്കീലിനെ കൂടെ കാണണം. അങ്ങനെ ഡോക്ടർമാരെയും വക്കീലന്മാരെയും ഒരാൾ പറയുന്നത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് വേറൊരാളിനെ സ്വീകരിക്കാം. ഏതെങ്കിലും നല്ല ആശുപത്രി പോയാൽ അങ്ങനെ വേറെ ഡോക്ടർക്ക് ചോദിക്കാം. അദ്ദേഹം അങ്ങ് പോയി. വേറൊരു അച്ഛൻ വന്നു, ആന്ധ്രാക്കാരനൊരു അച്ഛൻ വന്നു. അദ്ദേഹം മറ്റേ ആൾ പറയത്തില്ല എന്തിനാണ് വിളിക്കുന്നതെന്ന്, പറഞ്ഞാൽ പിന്നെ ശരിയാകത്തില്ല. ആരെങ്കിലും ഞാൻ കടലാസുകൾ ഞാൻ കൊടുത്തു. അയാളും അതെല്ലാം നോക്കി വെച്ചെൻ്റെയൊക്കെ പറഞ്ഞു, ഐ ഡോണ്ട് നോ ഹൂ യു ആർ, നിങ്ങൾ ആരാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷേ ഇതൊരു ക്രിസ്തീയ സംഘടനയാണെന്ന് എനിക്കറിയാം, നിങ്ങൾ പ്രൊട്ടസ്റ്റൻറ്റുകാരാണെന്നും എനിക്കറിയാം, പക്ഷേ ഇതിനകത്തുനിന്ന് രക്ഷപ്പെടണമെങ്കിൽ ഒരു കള്ളം പറഞ്ഞു നോക്കത്തുള്ളൂ. അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം കിട്ടിയതിൻ്റെ 40% നിങ്ങൾ ടാക്സ് കൊടുക്കണം. കഴിഞ്ഞ വർഷത്തെ മാത്രമല്ല, പിന്നെ എല്ലാ വർഷവും കൊടുക്കണം. അല്ല, നമുക്ക് നിങ്ങൾ 1000 രൂപ എന്ന് കഴിഞ്ഞാൽ ഞാൻ 400 രൂപ കൊടുക്കണമെന്ന് പറഞ്ഞാൽ, അല്ല 400 ആണോ, അല്ല ഇത് കൊടുക്കുക, അല്ലേ കൊടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പക്ഷേ അദ്ദേഹം പോയി. ഞാൻ എൻ്റെ കൂടെ വന്ന് ജെയ്സിനെ വിളിച്ചുകൊണ്ട്, അദ്ദേഹം എൻ്റെ ഓഫീസ് മാനേജറാണ്, ചെറുപ്പക്കാരനാണ്, ഇപ്പോഴത്തെ പ്രായമായി 40 വയസ്സായി. ഞാൻ വെളിയിൽ ഇറങ്ങി കഴിയുമ്പോൾ ഞാൻ ജെയ്സിനൊക്കെ പറഞ്ഞു, ജെയ്സേ, എൻ്റെ പുരയുടെ മുഴുവൻ നഷ്ടപ്പെട്ടാലും ഞാൻ കള്ളം പറയത്തില്ല. എൻ്റെ ഓഫീസിൽ നിൽക്കുന്ന പുരയുടെ മുഴുവൻ 86 ലക്ഷം രൂപയുടെ കെട്ടിടമാണ്, അത് മുഴുവൻ നഷ്ടപ്പെട്ടാലും ഞാൻ കള്ളം പറയത്തില്ല. ഞാൻ പറയുന്നത് കേട്ടാട്ടെ, ഞാൻ കള്ളം പറഞ്ഞില്ല, എനിക്ക് ടാക്സ് കൊടുക്കേണ്ടി വന്നില്ല. അഥവാ കൊടുക്കേണ്ടി വന്നിരുന്നെങ്കിലോ കള്ളം പറയത്തില്ലായിരുന്നു. നിങ്ങൾ നേരുള്ളവരായിരിക്കണം. ഞാനൊരിക്കൽ ഇതിനെപ്പറ്റി അമേരിക്കയിൽ സായിപ്പന്മാരുടെ ഒരു മീറ്റിങ്ങിനകത്ത് പ്രസംഗിച്ചു. ചെറിയ മീറ്റിംഗ്, ഒരു 10-100 പേര് കാണും, ഒരു പകലത്തെ മീറ്റിംഗ്. അത് കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഒരു നേവിയിലെ ഓഫീസർ വന്നു വെച്ച് എൻ്റെ പറഞ്ഞു, അമേരിക്കയിലെ സായിപ്പ് എൻ്റെ വന്നിട്ട് പറഞ്ഞു, വർഗീസ് ഞങ്ങളെ ഇത് പഠിപ്പിച്ചിട്ടുണ്ട്, നേരെ നിൽക്കണമെന്ന്, നേരുള്ളവനായിരിക്കണം, അപ്രൈറ്റ് ആയിരിക്കണം, ഇംഗ്ലീഷിനകത്ത് അപ്രൈറ്റ് എന്നാണ്, അപ്രൈറ്റ് ആയിരിക്കണം. എന്നിട്ട് പറഞ്ഞു, ഞങ്ങളെ പഠിപ്പിച്ചത് നിങ്ങൾ വേദപുസ്തകം പറയുന്നത് പോലെയല്ല. ഒരു പട്ടാളത്തിലെ പട്ടാളക്കാരൻ, ഒരു സോൾജിയർ നിൽക്കുന്ന സമയത്ത് 3 കാര്യങ്ങൾ, 1, 2, 3, 4 കാര്യങ്ങൾ സ്ട്രെയിറ്റ് ലൈനിലായിരിക്കണം, നേരെയായിരിക്കണം. എന്തൊക്കെ? ചെവി, ഷർട്ടിൻ്റെ ഈ കയ്യുടെ തയ്യൽ, ഈ മടക്ക്, ഷർട്ടിൻ്റെ ഈ തയ്യൽ, പാൻറ്റിൻ്റെ തയ്യൽ, 4 നേരെയായിരിക്കണം. ഞാൻ നിങ്ങൾക്കൊരു ഉപദേശം തരട്ടെ. നിങ്ങൾ നിൽക്കുന്ന സമയത്ത്, അത് ബൈബിളുമായിട്ട് ബന്ധപ്പെട്ടതല്ല, നിങ്ങൾ നേരെ നിൽക്കണം. ചിലർ നിൽക്കുന്നത് ഇങ്ങനെയാണ്, ഇല്ലേ? ഈ പരസ്യം വരുമ്പോൾ ഈ സ്വർണത്തിൻ്റെയും സാരിയുടെയും ഒക്കെ പെൺപിള്ളേരുടെ പരസ്യം കാണിക്കുമ്പോൾ അവരിങ്ങനെ നിൽക്കുന്നതാണ് കാണിക്കുന്നത്. അത് പരസ്യത്തിന് നിൽക്കുന്നതാണ്, ആണുങ്ങളെ ആകർഷിക്കാൻ നിൽക്കുന്നതാണ്. അല്ല, നിങ്ങൾ നേരെ നിൽക്കണം. അതാണ് നിങ്ങളുടെ ആരോഗ്യം. ഡോക്ടറൊക്കെ ചോദിച്ചാൽ എങ്ങനെ നിൽക്കുന്നതാണ് നല്ലത്? ഇങ്ങനെ നിൽക്കുന്നതാണോ നല്ലത്, അതോ ഇങ്ങനെ നിൽക്കുന്നതാണ്, അതോ ഇങ്ങനെ നിൽക്കുന്നതാണോ? പെൺകുട്ടികൾക്ക് പ്രായമായി വരുമ്പോൾ ഒന്ന് കൂനി നിൽക്കാൻ പ്രേരണ ഉണ്ടാകും, അതെനിക്ക് മനസ്സിലാവും. പക്ഷേ അത് കഴിയുമ്പോൾ എൻ്റെ പെങ്ങളും, 2ാമത്തെ പെങ്ങളും, 3ാമത്തെ പെങ്ങളാണ്. എൻ്റെ 3ാമത്തെ പെങ്ങളും കോളേജിൽ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് അവളൊന്ന് കൂനി നടക്കാൻ തുടങ്ങി. ഞാൻ അവൾക്ക് പഠിപ്പിച്ചു, മോളെ ഇല്ല, ഈ ബ്യൂട്ടി പരേഡ് നടക്കത്തില്ലയോ, ഫാഷൻ പരേഡ്, ബ്യൂട്ടി പരേഡ് അല്ല, ഫാഷൻ പരേഡ്. അവരെങ്ങനെ നടക്കുന്നത്? ഇങ്ങനെ നടക്കുന്നത് അല്ല, ഇങ്ങനെ, അതുപോലെ നടക്കണം. അതൊരു ഹെൽത്ത് ഇഷ്യൂ ആണ്, ഹെൽത്തിൻ്റെ ബൈബിൾ ക്ലാസ്സാണ്. നിങ്ങൾ നേരെ നിൽക്കണം. പക്ഷേ നിങ്ങൾ പറയുന്നത് നേരെ ആയിരിക്കണം എന്നാണ് ഇവിടുത്തെ എൻ്റെ അർത്ഥം. നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ, നീ എൻ്റെ പെങ്ങളായിരിക്കുന്ന ഒരു സ്ത്രീയോട് പറഞ്ഞാൽ അത് പെങ്ങളായിരിക്കണം. നീ എൻ്റെ മകളായിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മകളായിരിക്കണം. ഞാൻ നിന്നെ സഹായിക്കാമെന്ന് പറഞ്ഞാൽ സഹായിക്കണം. ഞാൻ പഞ്ചാബിലേക്ക് സ്ഥലം മാറി, കാശ്മീരിൽ നിന്നും. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ ആദ്യം ഞാൻ സ്നാനപ്പെടുത്തിയത് 2 പെൺകുട്ടികളെയും 2 പുരുഷന്മാരെയും, അവരുടെ അപ്പന്മാരാണ്. 2 പെൺകുട്ടികളും അവരുടെ അപ്പന്മാരും, അമ്മമാർ സ്നാനപ്പെട്ടില്ല, 2 പേര്. ആദ്യം ഞാൻ സ്നാനപ്പെടുത്തിയത് ബേബി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയാണ്. ഇവിടെയൊക്കെ ബേബി എന്ന് പറഞ്ഞാൽ ആണ്, അവിടെ ബേബി എന്ന് പറഞ്ഞാൽ പെണ്ണ്. മദാമ്മമാർക്കും സാഹിബ്മാർക്കും അങ്ങനെ ബേബി. നമുക്ക് തിരിച്ചാണ്. ഞങ്ങളുടെ ഓഫീസിൽ ഒരുത്തനുണ്ടായിരുന്നു, അവൻ്റെ പേര് ഗ്രേസ് എന്നായിരുന്നു, അല്ലേ? അപ്പോൾ ബേബിയെ ഞാൻ സ്നാനപ്പെടുത്തി, പെൺകുട്ടിയെ സ്നാനപ്പെടുത്തി. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അവിടെ കല്യാണമാണ്. അവിടെ ആങ്ങളയുടെ പേര് പ്രേം എന്നാണ്. അവൻ രക്ഷിക്കപ്പെട്ടതല്ല,
ബീഡിയൊക്കെ വലിക്കും. പക്ഷേ എന്നോട് വലിയ ബഹുമാനമാണ്. ഞാൻ പ്രേമിൻ്റെയൊക്കെ പറഞ്ഞു, പ്രേം ബേബി എനിക്ക് മോളെ പോലാണ്. ഞാൻ ആദ്യം സ്നാനപ്പെടുത്തിയത്, പഞ്ചാബിൽ വന്ന് ആദ്യം സ്നാനപ്പെടുത്തിയത് അവളെയാണ്. അതുകൊണ്ട് അവിടെ കല്യാണത്തിന് എന്തെങ്കിലും ഒന്ന് ചെയ്യണമെന്ന് എനിക്കൊരാഗ്രഹമുണ്ട്. പക്ഷേ എൻ്റെ അറിഞ്ഞുകൂടാ. ഒരു കാര്യം ചെയ്യാം, ആ ലേഡീസ് ബാഗ്, പഞ്ചാബിലെ സ്ത്രീകൾ, പെൺകുട്ടികൾ കല്യാണത്തിന് പോകുന്നത് ഫുള്ളായിട്ട് ഡ്രസ്സ് ചെയ്ത് ഹാൻഡ് ബാഗും പിടിച്ചുകൊണ്ടാണ്. ഞാൻ പറഞ്ഞു, ഞാൻ ഹാൻഡ് ബാഗ് വാങ്ങിച്ചു തരാം. ആട്ടെ പാസ്റ്റർ. ഞാൻ പോയിട്ടൊരു ബാഗിൻ്റെ വില ചോദിച്ചു. അന്നത്തെ കാലത്ത് ഏത് വർഷത്തിലായിരിക്കും, 1978 ഒരു ബാഗിന് 18 രൂപയായിരുന്നു. ഒരു നല്ല ബാഗ്, ലെതറല്ല, ഒരു നല്ല ബാഗ്. ഞാൻ വിചാരിച്ചത് വാങ്ങിക്കണം. പക്ഷേ എൻ്റെ 18 രൂപയായിരുന്നു. ഞാൻ സംഘടനയിൽ നിന്ന് രൂപ ഒരിക്കലും എടുത്തിട്ടില്ല, മിഷനിൽ നിന്ന് ഒരിക്കലും രൂപ എടുത്തിട്ടില്ല. അതുകൊണ്ട് ഞാൻ തീരുമാനിച്ചു, ഞാൻ സാധാരണ വിൽക്കുന്നതിനേക്കാൾ കൂടുതൽ ഗോസ്പൽ വിൽക്കും. ഞാൻ പോയിട്ട് എത്ര വിറ്റിട്ട് 18 രൂപ ഉണ്ടാകുന്നില്ല. 2 രൂപ പോകുമ്പോഴത്തേക്ക് ഒരു അങ്ങ് ചിലവ് വരും, 3 രൂപയുടെ ഉണ്ടാകുമ്പോഴത്തേക്ക് ഒരു ചിലവ് വരും. ഞാൻ എത്ര നോക്കിയിട്ടും 18 രൂപ ഉണ്ടാകുന്നില്ല. കല്യാണത്തിന് 3 ദിവസത്തിന് മുമ്പ് ചെന്ന് ഞാൻ പ്രേമിൻ്റെയൊക്കെ പറഞ്ഞു, പ്രേമേ ഞാൻ പറഞ്ഞ വാക്ക് തിരികെ എടുക്കുകയാണ്. ഞാൻ ബാഗ് വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞ് പ്രേമ എൻ്റെ രൂപ ഇല്ല, അതുകൊണ്ട് ഞാൻ വാങ്ങിച്ചു തരുന്നില്ല. എനിക്കറിഞ്ഞുകൂടാ പ്രേമ എന്നെ വിശ്വസിച്ചോളൂ. സാരമില്ല, ഞങ്ങൾ വാങ്ങിച്ചോളാമെന്ന് പറഞ്ഞു. അവരും പാവങ്ങളാണ്. തുണി തേക്കുന്ന ജോലിയാണ് പ്രേമിന്. പ്രേമിൻ്റെ അപ്പൻ അതുപോലെ അതുകൊണ്ട് കൊച്ചൊരു ജോലിയാണ്, അലക്കുകാർ. നമ്മൾ തേക്കാൻ തുണി കൊണ്ട് കൊടുക്കത്തില്ല. അതാണ് എനിക്കറിഞ്ഞുകൂടാ, ഇന്നും അറിഞ്ഞുകൂടാ പ്രേം വിശ്വസിച്ചോന്ന്. 1978 ഞാൻ പറഞ്ഞ വാക്ക് ഞാൻ തിരികെ എടുത്തു. കാരണം എന്താണ്? ഞാൻ നേരുള്ളവനായിരിക്കണം. ഞാൻ പറഞ്ഞു, എന്നെ കൊണ്ട് ഒക്കത്തിൽ നിങ്ങൾ ക്ഷമിക്കണം, വാങ്ങിച്ചു കൊടുക്കാമോ. കഴിഞ്ഞ വർഷം ഞാൻ ഇംഗ്ലണ്ടിൽ പോയി. എൻ്റെ ഒരു മോൻ ഇംഗ്ലണ്ടിലെ പാസ്റ്ററാണ്. ഞാൻ അവിടെ ചെന്നു വെച്ചാൽ അവൻ്റെയൊക്കെ പറഞ്ഞു, ഡാഡി വെറുതെ ഇരിക്കുമല്ലേ, നമുക്കൊരു കടയിൽ പോകാം, ഡാഡിക്ക് എന്തെങ്കിലും വേണമെങ്കിൽ വാങ്ങിക്കാം. ഞാൻ പറഞ്ഞു, എനിക്കൊന്നും വേണ്ട ഡാഡി, ഒരു ബാക്ക് പാക്ക് വാങ്ങിക്കാം. ഞാൻ അങ്ങനെ പറഞ്ഞായിരുന്നു, ബാക്ക് പാക്ക് വേണം. അവൻ എന്നെ ബാക്ക് പാക്ക് കാണാനായിട്ട് കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോൾ ഞാൻ കണ്ടു ലേഡീസ് ബാഗ് ഇരിക്കുന്നത്. എനിക്ക് പണ്ട് പറഞ്ഞത് ഓർമ്മ വന്നു, ഞാൻ ബേബിക്ക് ലേഡീസ് ബാഗ് വാങ്ങിച്ചു കൊടുക്കാം. ഞാനത് തിരിച്ചെടുത്തതാണ്, ഞാനത് ക്യാൻസൽ ചെയ്തതാണ്, ഞാനത് റദ്ദ് ചെയ്തതാണ്. ഇനി വാങ്ങിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. എങ്കിലും ഞാൻ വിചാരിച്ചു അന്ന് പറഞ്ഞ കടം തീർക്കാം. ഞാനൊരു നല്ല ബാഗ് വാങ്ങിച്ച് വേറൊരാളുടെ കൊടുത്തയച്ചു. ഇനി എപ്പോഴെങ്കിലും കാണുമ്പോൾ ഞാൻ ചോദിക്കും, പ്രേമേ നീ വാസ്തവത്തിൽ ഞാൻ പറഞ്ഞത് വിശ്വസിച്ചായിരുന്നു? ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായോ? നിങ്ങൾ ഒരാളിനോട് വാക്ക് പറഞ്ഞാൽ, ഞാൻ സഹായിക്കാമെന്ന് പറഞ്ഞാൽ സഹായിക്കണം. സഹായിക്കാൻ ഒക്കത്തില്ലെങ്കിൽ എന്ത് ചെയ്യണം? പോയിട്ടത് ക്യാൻസൽ ചെയ്യണം. എവിടെ എഴുതിയിരിക്കുന്നത് ക്യാൻസൽ ചെയ്യണമെന്ന്? പ്രോവർബ്സ് മലയാളം സദൃശ്യവാക്യം 6-ാം അധ്യായത്തിൽ പറയുന്നു, നിങ്ങൾ ആരോടെങ്കിലും കൈയടിച്ചിട്ടുണ്ടെങ്കിൽ അത് പാലിക്കണം. അത് പാലിക്കാൻ ഒക്കത്തില്ലെങ്കിൽ ചെന്നിട്ട് അവൻ്റെ ഇടയ്ക്ക് പറയണം, അതിനോട് ക്ഷമിക്കണം. അല്ലെങ്കിൽ നിങ്ങൾ പാക്ക് പാലിക്കുന്നവനായിരിക്കണം. ഒരു സ്ത്രീയുടെ നീ എൻ്റെ പെങ്ങളായിരിക്കുമെന്ന് പറഞ്ഞാൽ, ഒരു വല്യപ്പച്ചൻ്റെ നിങ്ങൾ എൻ്റെ അപ്പച്ചനായിരിക്കും, ഞാൻ നോക്കിക്കോളാമെന്ന് പറഞ്ഞാൽ, അത് ഒക്കാതെ വന്നു കഴിഞ്ഞാൽ പോയി പറയണം, എന്നെ കൊണ്ട് ഒക്കത്തില്ല, ക്ഷമിക്കണം. പാസ്റ്ററെ ഞാൻ പാസ്റ്ററുടെ സഭയിലെ ആയിരിക്കണം. പാസ്റ്ററെ ഞാൻ പാസ്റ്ററോട് വിശ്വസ്തനായിരിക്കണം. പാസ്റ്ററുടെ ഭാര്യ എടുക്കി ചെന്നിട്ട് അമ്മമ്മ വിഷമിക്കേണ്ട, അമ്മാമ്മയുടെ കൂടെ ഞാൻ എന്നും ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞാൽ എന്നും ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ തിരിച്ചെടുക്കണം. ഞാൻ ഒരിക്കലല്ല, പല പ്രാവശ്യം ചെയ്തിട്ടുണ്ട്. എന്നെ കൊണ്ടൊക്കാത്തത് ഞാൻ ചെന്ന് പറഞ്ഞിട്ടുണ്ട്, എന്നെ കൊണ്ടൊക്കത്തില്ല. അപ്പോൾ നേരുള്ളവനായിരിക്കണം. 3, ദൈവഭക്തനായിരിക്കണം. ദൈവഭക്തൻ എന്നുള്ളതിന് ഗോഡ് ഫിയറിങ് എന്നാണ്. എന്ന് പറഞ്ഞാൽ ദൈവത്തെ ഭയപ്പെടുന്നവനായിരിക്കണം. രണ്ടും, ദൈവഭക്തനും ദൈവത്തെ ഭയപ്പെടുന്നവനും രണ്ടാണ്. ദൈവത്തെ ഭയപ്പെടുക. ഞാൻ കുറച്ച് 2-3 വർഷത്തിന് മുമ്പ് ഒരാളുടെയൊക്കെ പറഞ്ഞു, എനിക്ക് ദൈവത്തെ പേടിയാണ്. അദ്ദേഹം പറഞ്ഞു, ഓ ശരി, ബഹുമാനപൂർവ്വമുള്ള പേടി. അല്ല, ഞാൻ പറഞ്ഞു 2 വിധത്തിലുണ്ട്. ദൈവത്തെ ബഹുമാനപൂർവ്വമുള്ള ഭയം, 2 പേടിയാണ്. ദൈവം കോപിച്ചാലോ, 2 പേടിയും നമുക്കുണ്ടായിരിക്കട്ടെ. എന്നെ ഒത്തിരി പേർക്കും വളരെ ബഹുമാനമാണ്. ആ ബഹുമാനത്തോടുള്ളൊരു ഭയമുണ്ട്. എൻ്റെ കാലിലൊന്ന് ചവിട്ടിപ്പോയാൽ, അയ്യോ അറിയാതെ ചവിട്ടിപ്പോയതാണ്, അതിൻ്റെ ആവശ്യമല്ലോ ഉണ്ടോ, സോറി പറഞ്ഞാൽ പോരാ. ഇല്ല, ഒരു ബഹുമാനത്തോടുള്ള ഭയം. ദൈവത്തോടും അതുപോലെയാണ്. കർത്താവേ, നല്ലവനായ ദൈവമേ, അയ്യോ, ബഹുമാനത്തോടുള്ള ഭയം. അതോടൊപ്പം തന്നെ അവൻ നീതിമാനാണ്, അവൻ കോപിക്കാൻ പാടില്ല. അപ്പോൾ 2 വിധത്തിലുള്ള ഒരു ഭയം നമുക്കുണ്ടായിരിക്കട്ടെ. ദൈവത്തെ പേടി, ദൈവത്തെ ഭയം, ദൈവത്തെ ബഹുമാനത്തോടു കൂടിയുള്ള ഭയം. 4-ാമത്തെ കാര്യം, അവൻ ദോഷം വിട്ടകലുന്നവനായിരുന്നു. ഇസ്ചു ഇവിൽ എന്ന് പറഞ്ഞാൽ ദോഷത്തെ വിട്ട് അകലുന്നത്. മലയാളം നല്ലതാണ് ഇവിടെ. ദോഷം വിട്ട് അകലുന്നവൻ. 1 വേർപാട് പാലിക്കുക, പിന്നെ അകന്നു പോവുക. ഇങ്ങോട്ട് നോക്കിയാട്ടെ, നിങ്ങൾ റോഡിൽ കൂടെ നടന്നു പോവുക. അങ്ങോട്ട് നടന്നു പോകുന്ന സമയത്ത് അവിടെ ഒരു പട്ടി കാഷ്ടിച്ച് വെച്ചിരിക്കുന്നു. നിങ്ങൾ എന്തു കൊടുക്കും? അങ്ങോട്ട് ചെന്ന് വെച്ച് ഇത് എന്തുമായി കിടക്കുന്നതാണ്, ഇത് പട്ടിത്തീട്ടമായിരുന്നല്ലോ, അങ്ങനെ പറയുമോ? ഇല്ല. എന്തോ എടുക്കും ബ്രദറെ, എന്തോ എടുക്കും ദീപു? അല്ല, മാറിപ്പോയാൽ പോരാ, വളരെയേറെ മാറിപ്പോയാൽ പോരാ. കാരണം ഇവിടെ പട്ടി കാശിച്ച് വയ്ക്കുക. ഇങ്ങനെ വേറെ ആരെങ്കിലും ചവിട്ടി ഇപ്പുറത്തോട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരിക്കും ഇച്ചിരി. അതുകൊണ്ട് എന്ത് ചെയ്യണം?
വളരെയേറെ മാറിപ്പോകണം. പാപത്തെ കാണുമ്പോഴും വളരെയേറെ മാറിപ്പോകണം. ഒരു ദുഷ്പ്രവർത്തിക്കാരനായ ഒരു മനുഷ്യനെ കാണുമ്പോൾ മാറിപ്പോകണം. കള്ളു കുടിക്കുന്നവരുടെ ഇടയ്ക്ക് മധ്യത്തിൽ പോയിരിക്കുക. നമ്മുടെ സ്നേഹിതരൊക്കെ ഉണ്ടാവും, റിലേറ്റീവ്സും ഉണ്ടാവും. ചിലപ്പോൾ നമ്മുടെ അമ്മാച്ചൻ ഒരു കള്ളുകുടിയനായിരിക്കാം. വീട്ടിൽ വരുന്നുണ്ടെങ്കിൽ മാറിപ്പോന്ന് പറയാനൊക്കെ ഇല്ല. പക്ഷെ നിൻ്റെ മനസ്സിനകത്തൊരു അകൽച്ച ഉണ്ടായിരിക്കണം. എന്തുമാത്രം അടുക്കാൻ പാടില്ല. എൻ്റെ മക്കളൊക്കെ കോളേജിൽ പഠിക്കുന്ന കാലത്ത് അവരാരും വീട്ടിൽ നിന്നല്ല കോളേജിൽ പഠിച്ചത്. എൻ്റെ മൂത്ത മോൻ പഠിച്ചത് തിരുവനന്തപുരത്ത് BSc, MSc പഠിച്ചത് ഗ്വാളിയറിൽ, ഡോക്ടറേറ്റിന് പോയത് അമേരിക്കയിൽ. എൻ്റെ രണ്ടാമത്തെ 2 പെൺമക്കളും കോളേജിൽ പഠിച്ചത് BSc പഠിച്ചത് ബാംഗ്ലൂരിൽ. എൻ്റെ മൂന്നാമത്തെ മകൻ BBA പഠിച്ചത് പഞ്ചാബിൽ. എൻ്റെ 5ാമത്തെ മകൻ BCom പഠിച്ചത്, MCom പഠിച്ചത് ബോംബെയിൽ. ആരും വീട്ടിൽ നിന്നല്ല പഠിച്ചത്. പക്ഷേ അവർ പോകുന്ന സമയത്തെല്ലാം ഞാൻ അവർ ഉപദേശിച്ച വിട്ടെ, മക്കളെ ദുസ്വഭാവികളിൽ നിന്ന് അകന്നു നിൽക്കുകയല്ല, വളരെ അകന്നു നിൽക്കണം. കോളേജിൽ ഒത്തിരിയൊന്നും അകന്ന് നിൽക്കാനൊക്കത്തില്ല കേട്ടോ, പിന്നെ ഒറ്റപ്പെട്ടു പോകും. എങ്കിലും നിൻ്റെ മനസ്സിനകത്തൊരകൽച്ച ഉണ്ടായിരിക്കണം. ഈ 4 ഗുണം ഇയ്യോബിനുണ്ടായിരുന്ന ഗുണം നമുക്കും നമ്മുടെ മക്കൾക്കും ഉണ്ടായിരിക്കട്ടെ. അവന് 7 പുത്രന്മാരും 3 പുത്രിമാരും ജനിച്ചു. സ്തോത്രം. ജനിപ്പിച്ചു രണ്ടും ഒന്നാണ്. എങ്കിലും ചെറിയൊരു അർത്ഥ വ്യത്യാസമുണ്ട്. വിശദീകരിക്കത്തില്ല ഞാൻ. ദൈവം കൊടുത്തതാണ്, അവൻ ജനിപ്പിച്ചതല്ല. വിശദീകരിക്കാനൊക്കത്തില്ല. അവൻ അതിനു വേണ്ടി കഠിനാധ്വാനം ചെയ്തതല്ല, ദൈവം കൊടുത്തു. മക്കൾ ദൈവം തരുന്ന ദാനമായിരിക്കട്ടെ. ജനിക്കുന്നതും ശരി, ജനിപ്പിക്കുന്നതും ശരി, രണ്ടും തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല. പ്രാർത്ഥനയോടെ ആത്മാർത്ഥമായിട്ട് ശ്രമിച്ചു, അത് ഇരിക്കട്ടെ. ഇവിടെ 10 മക്കൾ ജനിച്ചു. അവൻ 7000 ആടും 3000 ഒട്ടകവും 500 ഏർക്കാളയും 500 പെൺകഴുതിയുമായി മൃഗസമ്പത്തും ഏറ്റവും വളരെ ദാസജനം ഉണ്ടായിരുന്നു. അങ്ങനെ അവൻ സകല പൂർവ്വ ദിഗ്വാസികളിലും മഹാനായിരുന്നു. നിങ്ങൾക്ക് പണത്തെപ്പറ്റിയുള്ള അഭിപ്രായം എന്താ? പണ്ട് പഴയ കാലത്ത് ആളുകൾ ഇങ്ങനെ വിശ്വസിക്കായിരുന്നു, മർത്തമക്കാർ രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോൾ പറയും ദൈവമക്കൾക്ക് കഷ്ടവും നഷ്ടവുമാണ് എന്നുള്ളത്. നമ്മൾ രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോൾ പിന്നെ നമുക്ക് ഒത്തിരി നഷ്ടമുണ്ടാകും. സമ്പത്തുണ്ടാകുന്നത് തന്നെ പഴയ നിയമത്തിൻ്റെ ഉപദേശമാണ്. പുതിയ നിയമത്തിൽ സമ്പത്തിനെ പറ്റി പറഞ്ഞിട്ടുള്ളത് പലരുടെയൊക്കെ വാദിച്ചിട്ടുണ്ട്. പക്ഷേ ഈ പറയുന്നവർക്കും വലിയ വീടുണ്ട്. ഒരിക്കലും ഞാൻ ഒരിടത്ത് പ്രസംഗിക്കുമ്പോൾ ഒരാൾ എൻ്റെ പ്രസംഗത്തിന് വന്നു. എനിക്കറിയാം അദ്ദേഹത്തിന് എന്നോട് ദേഷ്യമുണ്ടെന്ന്. ഞാൻ പറഞ്ഞു, ബ്രദറെ ഇച്ചിരി കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു. എന്താ സംസാരിക്കുക? എവിടെ നിന്ന് സംസാരിക്കണം? ഞാൻ നോക്കിയപ്പോൾ അവിടെ സംസാരിക്കാൻ നിങ്ങൾ സ്ഥലമില്ല, വലിയ ആൾക്കൂട്ടമുണ്ട്, അവിടെ താമസിക്കുന്നവർ അധികം വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ പോയ SUV ഒരു വലിയ വണ്ടി സുമോ ഉണ്ട്, മുറ്റത്ത് നിൽക്കുകയാണ്. ഞാൻ പറഞ്ഞു നമുക്ക് അതിനകത്ത് കയറിയെന്ന് സംസാരിക്കാം. ഞാൻ അങ്ങോട്ട് കയറിയെന്ന് സംസാരിച്ചു. അദ്ദേഹം എൻ്റെ അടുത്ത വശത്ത്, ഞാൻ വലത്ത് വശത്ത്, ഞാൻ അടുത്ത വശത്ത് കൈട്ടോണ്ടി വെച്ചു. ബ്രദറിന് എന്നോട് ഏതാണ്ട് പിണക്കമുണ്ട്, എന്താ കാര്യം? അദ്ദേഹം പറഞ്ഞു, ഇല്ല എനിക്ക് വലിയ ബഹുമാനമാണ്, ബ്രദറിൻ്റെ ഭാര്യയുടെ സാക്ഷ്യം വായിച്ചിട്ടാണ് എൻ്റെ ഭാര്യ സൂക്ഷിയുടെ വിലയ്ക്ക് സമർപ്പിച്ചത്, എനിക്ക് വലിയ കാര്യമാണ്. പക്ഷേ ഒരു കാര്യം കേട്ടോ, ഈ പ്രോസ്പെറിറ്റി ഗോസ്പൽ പ്രീച്ച് ചെയ്യാനായിട്ട് കേരളത്തിലോട്ട് വരരുത്. ഞാൻ ചോദിച്ചു, പിന്നെന്താ ഞാൻ പോവർട്ടി ഗോസ്പൽ പ്രീച്ച് ചെയ്യണം? പറഞ്ഞാട്ടെ, എന്നെ കറക്റ്റ് ചെയ്തോട്ടെ, ഞാൻ തെറ്റാണെങ്കിൽ എന്നെ കറക്റ്റ് ചെയ്യാറ്. ഞാൻ പറഞ്ഞു ബ്രദർ ജനിച്ചത്, എനിക്കറിയാം അദ്ദേഹം ജനിച്ചത്, ഞാൻ പറഞ്ഞു ബ്രദർ ജനിച്ചത് ഒരു ചെറ്റപ്പരയിലാണ്. ബ്രദറിൻ്റെ അപ്പനും അമ്മയും കൂലിപ്പണിക്കാരായിരുന്നു, സാധാരണ ഈ വല്ലവരുടെയും പേരെടുത്ത് കുടിക്കുകയല്ല, സാധാരണക്കാരായിരുന്നു. ഇന്ന് ബ്രദർ താമസിക്കുന്ന 6 മുറിയുടെ വീട്ടിലാണ്. ഇനിയും പറയുവാണോ എൻ്റെ അടുക്കൽ ദൈവം അനുഗ്രഹിക്കുന്നവനല്ലെന്ന്? ബ്രദറിൻ്റെ ഭാര്യയ്ക്ക് ഡോക്ടറേറ്റ് ഉണ്ട്, എൻ്റെ ഒക്കെ പറയുകയാണോ ദൈവം അനുഗ്രഹിക്കുന്നവനല്ല എന്ന്? ഞാൻ പറഞ്ഞു ബ്രദറെ ഞാനിത് പ്രസംഗിക്കാൻ തന്നെ വരും. എന്ത് പ്രസംഗിക്കും? ഞാൻ പ്രോസ്പെറിറ്റി ഗോസ്പൽ പ്രീച്ച് ചെയ്യുന്നവനല്ല, പിന്നെ ഈ ദൈവം അനുഗ്രഹിക്കുന്നവനാണ്, നമ്മുടെ നിലയ്ക്ക് വ്യത്യാസം തരുന്നവനാണ്. നാം കടഭാരത്തിലായിരിക്കുന്നത് ദൈവത്തിന് ഇഷ്ടമല്ല. നമ്മുടെ കുഞ്ഞുങ്ങൾ ആഹാരമില്ലാതെ കടന്നുറങ്ങുന്നത് ദൈവത്തിന് ഇഷ്ടമല്ല. നമ്മുടെ കുഞ്ഞുങ്ങൾ കീറിപ്പറഞ്ഞ് തുണി വിട്ടുകൊണ്ട് നടക്കുന്നത് ദൈവത്തിന് ഇഷ്ടമല്ല. നമ്മുടെ വീട്ടിൽ ആവശ്യത്തിന് ആഹാരം ഉണ്ടായിരിക്കട്ടെ, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ആവശ്യത്തിന് ഡ്രസ്സ് ഉണ്ടായിരിക്കട്ടെ, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് MBBS പോകണമെന്ന് പറയുമ്പോൾ അവരെ അയക്കാനുള്ള പണം നമ്മുടെ കയ്യിൽ ഉണ്ടാവട്ടെ. എനിക്ക് വേദന അറിയാം. എൻ്റെ 2ാമത്തെ മകൾ ആനി, അവൾ 12ാം ക്ലാസ് കഴിഞ്ഞ് കൊച്ചുനാളിൽ തൊട്ടേ ഒരൊറ്റ ആഗ്രഹമുള്ളൂ, എനിക്ക് ഡോക്ടറാവണം. മോക്ക് എന്തോ ആവണം? ഞാൻ ഡോക്ടർ ബെന്നാ ചാത്തി ഹും, ഡോക്ടറാവണം ഒരൊറ്റ ആഗ്രഹമുള്ളൂ. അവൾ ഈർക്കിലും എടുത്തുകൊണ്ട് എല്ലാവരുടെയും കയ്യെ കൊണ്ടു കുത്തിവെച്ച് ഞാൻ ഡോക്ടറായി ഇഞ്ചക്ഷൻ തരുവാൻ അവരുടെ സ്വപ്നമായിരുന്നു. 12ാം ക്ലാസ് പാസ്സായി കഴിഞ്ഞപ്പോൾ അവൾക്ക് MBBS അഡ്മിഷൻ കിട്ടി. അവിടെ ലാത്തൂർ മെഡിക്കൽ കോളേജിൽ, ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടി. പേയ്മെൻറ്റ് സീറ്റാണ്. NRIക്കാർ വരാഞ്ഞതിൻ്റെ സീറ്റിനകത്ത് കിട്ടിയതാണ്. 1.25 ലക്ഷം രൂപ ഒന്നിച്ച് ഫീസ് കൊടുക്കണം. അത് കൊടുക്കാനില്ലാഞ്ഞതുകൊണ്ട് എൻ്റെ മോള് MBBS കാരിയായില്ല, BSc കാരിയായിരുന്നു. വേദനയുണ്ടോ? ഉണ്ട്. എനിക്ക് ദൈവത്തോട് പരാതിയില്ല, പക്ഷേ വേദനയുണ്ട്. എന്താ കാര്യം? 1.25 ലക്ഷം രൂപ എൻ്റെ കയ്യിൽ ഇല്ലാതായിപ്പോയി. നിങ്ങൾക്കിത് സംഭവിക്കരുത്. നിങ്ങളുടെ മക്കളെ കോളേജിൽ അയക്കാൻ അവർക്ക് MBBS ആവണമെന്ന് പറയുമ്പോൾ, അവർക്ക് IAS കാരാണെന്ന് പറയുമ്പോൾ, അവർക്കൊരു സൈക്കിൾ ആവശ്യമാണെന്ന് പറയുമ്പോൾ അത് വാങ്ങിച്ചു കൊടുക്കാനുള്ള റീസണബിൾ പ്രോസ്പെറിറ്റി നിങ്ങൾക്കുണ്ടായിരിക്കണം. ഒരിക്കലും വിളിച്ചു വരരുത്. വേദപുസ്തകത്തിൽ എവിടെ ഒരു വാക്യമുണ്ട്, കർത്താവേ എന്നെ പണക്കാരനാക്കല്ലേ, ഞാൻ നിന്നെ തള്ളിപ്പറയും, കർത്താവേ ഞാൻ ദരിദ്രനാവല്ലേ, ഞാൻ മോഷ്ടിക്കാനിടയായി തീരും, അതുകൊണ്ട് അന്നേക്കുള്ള ഞെരുക്കത്തിൻ്റെ അപ്പം മതി. അങ്ങനെ പറഞ്ഞിട്ടില്ല വേദപുസ്തകമെങ്കിലും പറയുന്നതിനകത്ത് അന്നത്തേക്കുള്ള വക മതി. അങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ടോ? എൻ്റെ പപ്പ 100 പ്രാവശ്യം പ്രാർത്ഥിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ടോ? നിങ്ങൾ അമ്മയും അപ്പനും പറയുന്നത് കേട്ടിട്ടുണ്ടോ?
ആരാ അത് പറഞ്ഞത്? എവിടെ എഴുതിയിരിക്കുന്നത് ആർക്കെങ്കിലും അറിയാം? ആരാണ്ട് പറയുന്നത് കേൾക്കാൻ വയ്യ. സദൃശവാക്യത്തിലാണ്. എവിടെ എഴുതിയിരിക്കുന്നത്? 30 എൻ്റെ മുഖത്ത് നോക്കിയാണ്, 30 അധ്യായത്തിലാണ്. ആരാ എഴുതിയത്? എൻ്റെ മുഖത്ത് നോക്കി പറയാം. 30 സദൃശവാക്യം 30 എഴുതിയത് ആരാ? ശലോമോൻ, ദാവീദ്, ആഗൂർ ആരാ? ഒരു പിടിയില്ല. അയ്യോ, ഞാൻ വേദപുസ്തകത്തിൽ വിശ്വസിക്കുന്നു, ദൈവത്തിൻ്റെ വചനമാണ്, എനിക്കറിയാം. പക്ഷേ ആരാണ്ട് പറഞ്ഞ ഒരു വാചകം എടുത്തിട്ടാണ് നമ്മൾ പറയും, എൻ്റെ ദൈവമേ എന്നെ പണക്കാരനാക്കല്ലേ, കർത്താവേ എന്നെ ദരിദ്രനാക്കല്ലേ. അന്നത്തേക്കുള്ള അപ്പം മാത്രം മതി. രാവിലെ 2 ഇഡ്ഡലി, ഉച്ചയ്ക്ക് 2 ചപ്പാത്തി, വൈകിട്ട് ഒരു നേരത്തെ ഒരു പിടിച്ചോറ്, അത്രയും മതി. ഇല്ല, നിങ്ങളുടെ കയ്യിൽ ആവശ്യത്തിലധികം പണം ഉണ്ടാകുമ്പോഴാണ് ഒരാവശ്യക്കാരെ സഹായിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നത്. നിങ്ങളുടെ കയ്യിൽ ആവശ്യത്തിലധികം പണം ഉണ്ടാകുമ്പോഴാണ് എനിക്കൊരു മോട്ടോർ സൈക്കിൾ വാങ്ങിക്കാൻ രൂപ തരാൻ കഴിയുന്നത്. നിങ്ങളുടെ കയ്യിൽ ആവശ്യത്തിലധികം പണം ഉണ്ടാകുമ്പോഴാണ് എനിക്കൊരു ജീപ്പ് വേണമെന്ന് പറഞ്ഞാൽ എനിക്കൊരു ജീപ്പ് വേണം. ആര് വാങ്ങിച്ചിട്ടും എനിക്ക് ജീപ്പ് വേണം. ഞാൻ ആന്ധ്രയിൽ സുവിശേഷ വേലയ്ക്ക് പോവുകയാണ്. ഞാൻ അവിടെ താമസിച്ച് സുവിശേഷ വേല ചെയ്യാൻ പോവുക. അവിടെ എനിക്ക് വണ്ടിയില്ല, എനിക്കൊരു ജീപ്പ് ആവശ്യമാണ്. നിങ്ങളുടെ കയ്യിലെ രൂപ 1 കോടി രൂപയോ 10 50 ലക്ഷം രൂപ കിടക്കുന്നെങ്കിൽ മാത്രമേ 10 ലക്ഷമോ 12 ലക്ഷം രൂപയുടെ ഒരു ചെക്ക് എഴുതി എനിക്ക് തരാനൊക്കത്തുള്ളൂ. കാരണം റീസണബിൾ പ്രോസ്പെറിറ്റി. ഞാൻ പറയുന്നില്ല നമ്മളെല്ലാവരും അഡ്വാനിയല്ല അംബാനി ആവണമെന്ന്. ആയാ സ്വത്രം. അബ്രഹാം പണക്കാരനായതുകൊണ്ട് അവന് 1000 വേലക്കാരുണ്ടായിരുന്നു. അംബാനി കോടീശ്വരനായതുകൊണ്ട് 10,000 ആളുകൾ അവൻ്റെ കീഴിൽ ജോലി ചെയ്യുന്നു. ദൈവം നിന്നെ അംബാനിയാക്കിയാൽ സ്തോത്രം, ദൈവം നിന്നെ ദാവീദാക്കിയാൽ സ്തോത്രം, ദൈവം നിന്നെ അബ്രഹാം ആക്കിയാൽ സ്തോത്രം. പക്ഷേ ഒരിക്കലും ദാരിദ്ര്യം വിളിച്ചു വരുത്തരുത്. എനിക്ക് പണം വേണ്ട എന്ന് പറയരുത്, എനിക്ക് സ്വത്ത് വേണ്ട എന്ന് പറയരുത്, എനിക്ക് വലിയ ധനവാനാവരുതെന്ന് പറയരുത്. കർത്താവെ, നീതിയുടെ മാർഗത്തിൽ നീ എന്ത് തന്നാലും സ്വീകരിക്കാൻ തയ്യാറാണെന്ന് പറയണം. എൻ്റെ ഇനിയും കഥകളുണ്ട്, 3 അധ്യായം പ്രസംഗിച്ച് തീർക്കണം. അതുകൊണ്ട് മുമ്പോട്ട് പോകട്ടെ. അപ്പോൾ ഇപ്പോഴും പ്രോസ്പെറിറ്റി നല്ലതാണ്, ആവശ്യത്തിലധികം പണം നല്ലതാണ്, വലിയൊരു വീട് നല്ലതാണ്. ദൈവദാസന്മാർ താമസിക്കാൻ പോകുമ്പോൾ ഏത് വീട്ടിലാണ് താമസിക്കാൻ പോകുന്നത്? ചെറ്റപ്പരയിലോ നല്ല വീട്ടിലോ? യേശുക്രിസ്തു വിശ്രമിക്കാൻ പോയതെല്ലാം ഏത് വീട്ടിലാണ്? അയ്യോ, അതിൻ്റെ അർത്ഥം ചെറ്റപ്പരയിൽ താമസിക്കുന്നവർ ഇഷ്ടമല്ലെന്നാണോ? അല്ല. എൻ്റെ കൂടെ നടക്കുന്ന സഹോദരന്മാർ, എൻ്റെ പാട്ട് പാടാൻ നടക്കുന്ന സഹോദരന്മാർക്ക് ചോദിച്ചാൽ അറിയാം, എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ആഹാരം കഴിക്കാൻ പോകുന്നത് ചെറ്റപ്പരയിൽ താമസിക്കുന്നവരെ, ചേരി പ്രദേശത്ത് താമസിക്കുന്ന വീടില്ലാത്തവരുടെ, വരുമാനമില്ലാത്തവരുടെ വീട്ടിൽ പോയി കപ്പ തിന്നുന്നതാണ് എനിക്കേറെ ഇഷ്ടം. പക്ഷേ രാത്രി കിടക്കാൻ ഒരു നല്ല മുറിയാണ് ഇഷ്ടം, ബാത്റൂം അറ്റാച്ച്ഡ്. യേശു പോയതും അങ്ങനെയാണ്. അപ്പോൾ റീസണബിൾ പ്രോസ്പെറിറ്റി നല്ലതാണ്, നല്ല വീട് നല്ലതാണ്, ആവശ്യത്തിലധികം പണം നല്ലതാണ്, ആവശ്യത്തിലധികം ആഹാരം നല്ലതാണ്. അതുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും, ഇന്നലെ എൻ്റെ ഒരു ആത്മീക മകൻ എന്നെ കാണാൻ വന്നിരുന്നു, ലാജി, ബഹ്റിനിലായിരുന്നു. അദ്ദേഹമാണ് എന്നെ എപ്പോഴും ഗൾഫിൽ കൊണ്ടുപോയിട്ടുള്ളത്. ഗൾഫിൽ അദ്ദേഹം എന്നെ കൊണ്ടുപോകുമ്പോൾ ഒരിക്കൽ ചെന്നപ്പോൾ എൻ്റെ പറഞ്ഞു, വർഗീസങ്ങളെ, എൻ്റെ പറഞ്ഞു, ഞങ്ങളെ 1 രൂപ ചിലവാക്കാതെ ഞാൻ ഗൾഫിൽ വന്ന, എൻ്റെ ഭാര്യ 1 രൂപ ചിലവാക്കാതെ വന്ന, ഞങ്ങൾ വന്നതിൻ്റെ അടുത്ത ദിവസം തൊട്ട് 2 പേർക്കും ജോലി. പക്ഷേ ഒരു അനുഗ്രഹമില്ല, ഒരു സമ്പത്തില്ല. ചെറുപ്പരിടം വാങ്ങിച്ചു, ഒരു വീട് വെച്ചു, എങ്കിലും ഒരു സാധാരണ വീടാണ്. എന്തുകൊണ്ടോ എൻ്റെ കൂടെ ജോലി ചെയ്യുന്നവർ അവർക്കെല്ലാം നല്ല വീടുണ്ട്, നല്ല പുരയിടമുണ്ട്, നല്ല സൗകര്യങ്ങളുണ്ട്, എനിക്ക് മാത്രമില്ല. എന്തുകൊണ്ടാണെന്ന് ആൾ കുടിക്കത്തില്ല, ഷർട്ട് വലിക്കത്തില്ല, ദുസ്വഭാവങ്ങളൊന്നുമില്ല. ഞാൻ ചോദിച്ചു, ലാജി ദശാംശം കൊടുക്കാറുണ്ടോ? ഉണ്ട്. കണക്ക് നോക്കി കൊടുക്കാറുണ്ടോ? അങ്ങനെയൊന്നും പറയാനൊക്കത്തില്ല. അങ്കിൾ വന്നു, അങ്കിളിന് കുറച്ച് വന്നു, വേറെ ദേവദാസം വന്നു കൊടുത്തു. ഞാൻ പറഞ്ഞു, അങ്ങനെയല്ല, കണക്ക് നോക്കി ദശാംശം കൊടുക്കണം. നിങ്ങളുടെ പറയാണ്, കണക്ക് നോക്കി സകല വരുമാനത്തിനും ദശാംശം കൊടുക്കണം. ബിസിനസ്സുകാരൻ അവൻ്റെ ലാഭത്തിന് ദശാംശം കൊടുക്കണം. കൃഷി ചെയ്യുന്നവൻ അവൻ്റെ ലാഭത്തിന് ദശാംശം കൊടുക്കണം. അതുകൊണ്ട് ആവശ്യത്തിന് ദശാംശം, കണക്ക് നോക്കി ദശാംശം കൊടുക്കണം. ഞാൻ പറഞ്ഞു, ലാജി കണക്ക് നോക്കി ദശാംശം കൊടുക്കണം. ഞാനൊരു വിദേശ രാജ്യത്ത് പോകുന്ന 8-9 വർഷത്തിലൊരിക്കലാണ്. അടുത്ത വർഷം ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞു. ഞാൻ താമസിക്കുന്നത് വേറൊരു വീട്ടിലാണ്, ലാജി താമസിക്കുന്നത് കൊച്ചു വീട്ടിലാണ്. അതുകൊണ്ട് അദ്ദേഹം എന്നെ കൊണ്ടുപോകുന്നത് പക്ഷേ താമസിപ്പിക്കുന്നത് വേറെ ഏതെങ്കിലും വീട്ടിലായിരിക്കും. ഗവൺമെൻറ്റുകാരുടെ, കമ്പനിക്കാരുടെ വാടകയ്ക്ക് കൊടുക്കുന്ന വീടുകളൊക്കെ വലുതായിരിക്കും, സ്വയം വാടകയ്ക്ക് എടുക്കുന്ന വീടുകളൊക്കെ ചെറുതായിരിക്കും. അപ്പോൾ അടുത്ത് ഞാൻ ചോദിച്ചു, ലാജി എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ല, സാമ്പത്തിക നില ഇച്ചിരി മെച്ചപ്പെട്ടു. ഞാൻ കണക്ക് നോക്കി ദശാംശം കൊടുക്കും, എങ്കിലും ഒരു ഗൾഫുകാരൻ്റെ അനുഗ്രഹമില്ല. ഞാൻ പറഞ്ഞു, ഞാൻ താമസിക്കുന്ന വീട്ടിൽ പോട്ടെ, ഞാൻ പ്രാർത്ഥിക്കട്ടെ. ഞാൻ അവിടെ ചെന്ന് പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് കാര്യം മനസ്സിലായി. ഞാൻ പറഞ്ഞു, ലാജി ഒന്നുകൂടെ വരുവാ നിങ്ങളുടെ വീട്ടിൽ. ഞാൻ അവിടെ ചെന്ന് കസ്റ്റഡിയിലിരുന്നു. അവർ 2 പേരും, ഭാര്യയും ഭർത്താവും 2 പെൺമക്കളും താഴെ ഇരുന്നു. എപ്പോഴും അങ്ങനെ. ഞാൻ ചോദിച്ചു, ലാജി എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ദൈവമേ നീ എന്നെ ധനവാനാക്കല്ലേ എന്ന്? അങ്കിളിനെ കാണുന്നതിന് മുമ്പ് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, നീ അന്ന് പറഞ്ഞ ആ പ്രാർത്ഥന ഒരു കുട പോലെ നിൻ്റെ മുമ്പിൽ മേളിൽ നിൽക്കുക. ഉടേ തമ്പുരാൻ സ്വർണം പൊഴിച്ചാലും നിൻ്റെ വീട്ടിൽ വീഴത്തില്ല. കാരണം ഈ കുടയ്ക്ക് അപ്പുറത്തൂടെ ഇപ്പുറത്തൂടെ അങ്ങ് പോവുകയാണ്. ഞാൻ പറഞ്ഞു, ഞാനിത് വെച്ചാട്ടെ, ദൈവത്തോട് പറഞ്ഞാട്ടെ, കർത്താവ് എനിക്ക് തെറ്റുപറ്റിപ്പോയി, എന്നെ പണക്കാരനാക്കണം, നേരെയുള്ള മാർഗത്തിൽ നീ തരുന്നതെല്ലാം എനിക്ക് വേണം. അവർ പ്രാർത്ഥിച്ചു. 4ാമത്തെ വർഷത്തിൽ എറണാകുളത്ത് ഒരു വീട് വാങ്ങിച്ചു. അപ്പോൾ എന്നെങ്കിലും പറഞ്ഞു, ഒരു വലിയ ഉപദേശം പഠിപ്പിക്കുകയാണ്. നിങ്ങൾ എന്നെങ്കിലും എന്നെ ധനവാനാക്കല്ലേ, എന്നെ പണക്കാരനാക്കല്ലേ, ഞാൻ നിന്നെ തള്ളി പറഞ്ഞു പോകും എന്നൊക്കെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറയണം, അല്ല കർത്താവ് എനിക്ക് തെറ്റുപറ്റിപ്പോയി, എന്നെ ധനവാനാക്കണം.
എങ്കിൽ മാത്രമേ PG വർഗീസിന് രൂപ കൊടുക്കാനൊക്കത്തുള്ളൂ, വേറൊരു സഭയിൽ കൊടുക്കാനൊക്കത്തുള്ളൂ, വേറൊരു പാവപ്പെട്ടവനെ സഹായിക്കാനൊക്കത്തുള്ളൂ, ഒരു പഠിക്കാൻ നിവൃത്തിയില്ലാത്ത ഒരു പെൺകുട്ടിയെ പഠിപ്പിക്കാനൊക്കത്തുള്ളൂ. അവൻ പ്രാർത്ഥിക്കണം. അവൻ മഹാധനവാനായിരുന്നു, ഇഷ്ടം പോലെ സ്വത്തുണ്ടായിരുന്നു. ഇച്ചിരി വേഗത്തിൽ മുമ്പോട്ട് പോകാം, എങ്കിലേ നമുക്ക് തീർക്കത്തുള്ളൂ. 4-ാമത്തെ വാക്യം, അവൻ്റെ പുത്രന്മാർ ഓരോരുത്തരും താന്താൻ്റെ ദിവസത്തിൽ താന്താൻ്റെ വീട്ടിൽ വിരുന്ന് കഴിക്കുകയും തങ്ങളോടുകൂടെ ഭക്ഷിച്ച് പാനം ചെയ്യുവാൻ തങ്ങളുടെ 3 സഹോദരിമാരെയും ആളയച്ച് വിളിപ്പിക്കുകയും ചെയ്യുന്നവർ. ഈ മനുഷ്യൻ, ഈ ഇയ്യോബും മക്കളും ഈ നാട്ടുകാരായിരിക്കണം. ഞങ്ങളുടെ നാട്ടുകാരാണെങ്കിൽ പെൺപിള്ളാരെ വിളിക്കത്തില്ല, ആൺപിള്ളാർ മാത്രം മതി. കുടുംബയോഗത്തിലും അങ്ങനെ അല്ലേ, പെൺപിള്ളാരെ വിളിക്കണം, അവരെ കെട്ടിച്ച് അയച്ചിരിക്കുന്നു, അതുകൊണ്ട് അവരെ വിളിക്കത്തില്ല. ഇവിടെ അങ്ങനെയല്ല. ആൺപിള്ളാരുടെ വീട്ടിൽ ഓരോരുത്തരും 7 ആൺപിള്ളാരും അവരുടെ ഓരോരുത്തരുടെയും വീടുകളിൽ ഓരോ ആഴ്ചയിൽ അല്ലെങ്കിൽ ഓരോ മാസത്തിൽ ഒരു വിരുന്ന് നടത്തും. നല്ല ചപ്പാത്തി, നല്ല ബീഫ്, നല്ല വെജിറ്റബിൾസ്. യഹൂദന്മാരും ഗൾഫുകാരും ഒത്തിരി ഇലവർഗ്ഗങ്ങൾ കഴിക്കും. നമ്മുടെ വിചാരം അവർ ഇറച്ചി മാത്രം കഴിക്കുന്നത് അല്ല, ഇറച്ചി കഴിക്കുന്നതിനേക്കാൾ കൂടുതൽ ഇലവർഗ്ഗം കഴിക്കും. ഗൾഫ് ജോലി ചെയ്തവരൊക്കെ ചോദിച്ചാൽ മതി, അവർ വാരി തിന്നും ആ ഇല, പച്ച ഗ്രീൻ സാലഡ്. അപ്പോൾ അവരെല്ലാവരും കൂടെ കഴിക്കും. പെങ്ങന്മാരെ കൂടെ വിളിക്കും. ഇനിയും പറയുന്നത് കേട്ടോ, ഇയ്യോബിൻ്റെ വീട്ടിൽ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും തുല്യ സ്ഥാനമായിരുന്നു. നിങ്ങളുടെ വീട്ടിലോ ആൺമക്കൾക്കുള്ള അതേ സ്ഥാനം പെൺമക്കൾക്കുണ്ടോ? എൻ്റെ പപ്പ ഒരു നല്ല ഞാൻ പപ്പായെ പൂഴ്ത്തി പറയല്ലോ, ഉള്ള കാര്യം പറയാം. എൻ്റെ പപ്പ ഒരിക്കലും ആണ പെണ്ണ എന്നൊരു വേർകൃത്യം കാണിച്ചിട്ടില്ല. ഞാൻ പഴയ മനുഷ്യനാണ്, ഞാൻ 70 വർഷത്തിന് മുമ്പുള്ള കാര്യം പറയാം. അന്ന് മിക്ക വീടുകളിലും പുരുഷന്മാർ ആദ്യം ആഹാരം കഴിക്കുന്നു, പിന്നെ സ്ത്രീകൾ വന്നിട്ട് കഴിക്കുന്നു. ആൺപിള്ളേർക്ക് മീനിൻ്റെ നടുത്തുണ്ടം കൊടുക്കുന്നു, പെൺപിള്ളേർക്ക് അതിൻ്റെ വാലൊക്കെ കൊടുക്കുന്നു. ആൺപിള്ളേർക്ക് പാൽ ഒത്തിരി ഒഴിച്ച് കാപ്പി കൊടുക്കുന്നു, പെൺപിള്ളേർക്ക് പാൽ ഒഴിക്കാതായിരിക്കും മിക്കവാറും കിട്ടുന്നത്. ഇനി പറയുന്നത് കേട്ടാ, നിങ്ങളുടെ വീട്ടിൽ ആൺ പെൺ വ്യത്യാസം മക്കളിൽ ഉണ്ടാകരുത്, മരുമക്കളിലും ഉണ്ടാകരുത്. എൻ്റെ ഒരു മരുമോൾ വൃത്തുകാരിയാണ് കേട്ടോ. അവിടെയൊക്കെ ചോദിക്കണം എപ്പോഴെങ്കിലും കാണുമ്പോൾ, PG വർഗീസിൻ്റെ വീട്ടിൽ നീ മരുമകളാണെന്ന് നിനക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ചോദിച്ചാൽ സൗകര്യമാരെ കൂടെ വിളിക്കുകയായിരുന്നു. എന്നാൽ വിരുന്ന നാളുകൾ വട്ടം കഴിയുമ്പോൾ ഇയ്യോബ് പക്ഷേ തൻ്റെ പുത്രന്മാർ പാപം ചെയ്ത് ദൈവത്തെ ഹൃദയം കൊണ്ട് തേച്ചു പോയിരിക്കും എന്ന് പറഞ്ഞ് ആളയച്ച് അവരെ വരുത്തി ശുദ്ധീകരിക്കുകയും നന്നായി രാവിലെ എഴുന്നേറ്റ് അവരുടെ സംഖ്യയ്ക്ക് ഒത്തവണ്ണം ഹോമയാഗങ്ങളെ കഴിക്കുകയും ചെയ്യും. സദ്യയെല്ലാം കഴിയുമ്പോൾ ഇയ്യോബിനൊരു സംശയം. ഇയ്യോബിനെ വിളിക്കത്തില്ല, അപ്പനാണ്. കാരണം ഇവിടെ മക്കൾക്ക് പറയാനും ചിരിക്കാനും ഒക്കെ കുറച്ചുകൂടെ സ്വാതന്ത്ര്യം അവർ മാത്രമുള്ളത്. പക്ഷേ അപ്പനൊരു സംശയം, എടാ എൻ്റെ മക്കൾ നല്ലതുപോലെ പണക്കാരനാണല്ലോ, ആഹാരമൊക്കെ കഴിച്ച് കഴിയുമ്പോഴത്തേക്ക് ഈ സമ്പത്തൊക്കെ നമ്മുടെ ഭുജബലം കൊണ്ടുണ്ടാക്കിയതാണ്. അഹങ്കരിക്കാൻ സാധ്യതയുണ്ട്. ദൈവത്തെ ദൈവം ഇല്ലാതെ കാര്യം സാധിക്കത്തില്ലയോ? അതുകൊണ്ട് ഇയ്യോബ് എന്ത് ചെയ്തു? ഈ മക്കളെ എല്ലാവരെയും വിളിച്ചു വരുത്തി. 10 മക്കളും വന്നു. ഞാൻ ആലോചിച്ചു, ഓരോ പ്രാവശ്യം വിരുന്ന് കഴിയുമ്പം ഇന്നത്തെ ഞങ്ങളുടെ നാട്ടിലെ പിള്ളേരാണ്, അപ്പന് വേറെ ജോലിയൊന്നുമില്ല, ഞങ്ങളൊന്ന് കൊച്ചു പിള്ളേരാണ്, ഇപ്പോൾ വരുന്നില്ല, എനിക്ക് വേറെ ജോലിയുണ്ട്. ഇല്ല, വിളിച്ചു വന്നു. ഞാനീ പറഞ്ഞതിൻ്റെ അർത്ഥം എന്നും അപ്പനെ കണ്ടുകൊണ്ടിരിക്കണമെന്നല്ല, പക്ഷേ അപ്പൻ്റെ അതോറിറ്റിയെ കവച്ച് നടക്കരുത്. അപ്പൻ വിളിച്ചു, മക്കൾ വന്നു. ആ മക്കൾ വന്നു കഴിഞ്ഞപ്പോൾ അവർ ഓരോരുത്തരെയും അവരുടെ എണ്ണത്തിനൊത്തവണ്ണം ശുദ്ധീകരിച്ചു. എങ്ങനെ? ഒന്നുകിൽ ഒരു കാളയെ കണ്ടിച്ചു, അല്ലെങ്കിൽ ഒരു ആട്ടുകൊറ്റനെ കണ്ടിച്ചു, അതിൻ്റെ ചോര അവരുടെ തലയിൽ ഒഴിച്ചു, കുടഞ്ഞു, രക്തം തളിച്ച് അവരെ ശുദ്ധീകരിച്ചു. ആദ്യമായിട്ടാണ് ഞാനിത് പഠിക്കുന്നത്. പണ്ട് മറ്റാരും പറയാത്തൊരു കാര്യം എനിക്ക് മനസ്സിലായി. ഞാനും വല്ലപ്പോഴും ഒക്കെ എൻ്റെ മക്കളെ ശുദ്ധീകരിക്കണം. കാരണം അവർ കോളേജിൽ പഠിക്കുന്ന സമയത്ത്, ജോലി ചെയ്യുന്ന സമയത്ത് എപ്പോഴെങ്കിലും തെറ്റിപ്പോകാൻ സാധ്യതയുണ്ടോ? കോളേജിൽ പഠിക്കുന്ന സമയത്ത് മറ്റവരുടെ അക്രൈസ്തവരായിട്ടുള്ള കൂട്ടുകാരുടെ കൂടെ കൂടിയിട്ട് ഏതെങ്കിലും അന്യദൈവങ്ങളുടെ മുമ്പാകെ പോയി നിൽക്കാൻ സാധ്യതയുണ്ടോ? ദൈവത്തെ തള്ളിപ്പറയാൻ സാധ്യതയുണ്ടോ? യേശു മാത്രമേ ദൈവം ഉണ്ടെന്ന്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും? അവരെ വർഷത്തിലൊരിക്കലെങ്കിലും, എന്നാണ് ഞാനിത് തുടങ്ങിയത് എനിക്കറിഞ്ഞുകൂടാ കേട്ടോ. 10, 25, 30 വർഷമായി കാണും. 25 വർഷമായി. ഒരു ദിവസം ഞാനിത് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ എന്ത് ചെയ്തു? എൻ്റെ ഭാര്യയുടെ മക്കളൊക്കെ പറഞ്ഞു, വന്നാട്ടെ നിങ്ങളെല്ലാവരും ഞാൻ ശുദ്ധീകരിച്ച് പ്രാർത്ഥിക്കാൻ പോവാണ്. എൻ്റെ മോളന്ന് അമേരിക്കയ്ക്ക് പഠിക്കാൻ പോവാണ്. അവൾക്ക് അന്നേരം അപ്പോഴത്തേക്ക് 18 വയസ്സ് 19 വയസ്സുണ്ട്. അപ്പോൾ ഞാൻ വിളിച്ചു. ഞാനും ലില്ലിയും കൂടെ ഓരോ മക്കളുടെയും തലയ്ക്ക്, എന്നെ ഇത് സായിപ്പ് പഠിപ്പിച്ചതല്ല, വേദപുസ്തകം പഠിപ്പിച്ചാണ്. പിന്നെ ഞാൻ കണ്ടു, യാക്കോബ് അങ്ങനെ ചെയ്തു, അബ്രഹാം അങ്ങനെ ചെയ്തു, മറ്റ് പലരും അവരുടെ മക്കളെ അനുഗ്രഹിച്ചു. ഞാനും ലില്ലിയും കൂടെ ഞങ്ങളുടെ മക്കളുടെ ഓരോരുത്തരുടെയും തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചു. നിങ്ങളും അത് ചെയ്യണം. ഞാനിത് പഠിപ്പിച്ച് കഴിയുമ്പോൾ പല സായിപ്പ്മാരും എൻ്റെ ഒക്കെ പറഞ്ഞിട്ടുണ്ട്, ബ്രദറെ എൻ്റെ വീട്ടിൽ വന്നിട്ട് എന്നെയും മക്കളെയും കൂടി ഇതുപോലെ ഒന്ന് ശുദ്ധീകരിക്കാവും, ഞങ്ങളുടെ അപ്പൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ഞാൻ നിങ്ങളൊക്കെ പറയുന്നു, ശുദ്ധീകരിക്കുക, മക്കളെ ശുദ്ധീകരിക്കുക. കാരണം അവരെപ്പോഴെങ്കിലും ദൈവത്തെ തള്ളിപ്പറയാൻ എൻ്റെ കഴിഞ്ഞ പ്രാവശ്യം പഠിപ്പിച്ചെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് 8 പ്രാർത്ഥനയുണ്ടായിരിക്കും. ആദിയിൽ ദൈവം,
നാലാമത്തെ ഒരു കാര്യമാണ്, ഒന്നാം ദിവസത്തിൻ്റെ ആദിയിൽ ദൈവം, സന്ധ്യയുടെ ആദിയിൽ ദൈവം, രാത്രിയുടെ ആദിയിൽ ദൈവം. ഭാര്യയും ഭർത്താവും കൂടെ കൈകോർത്ത് പിടിച്ച് മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. എൻ്റെ ആളുകൾ ചോദിക്കും, എന്നിട്ട് യേശുവിൻ്റെ രക്തം അവരുടെ മേൽ തെളിക്കുക. എൻ്റെ ചോദിക്കും, അതെന്തോ യേശുവിൻ്റെ രക്തത്തിന് 24 മണിക്കൂർ നേരത്തെ ശക്തിയുള്ളൂ? ഇന്നലെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചെങ്കിൽ ഇന്ന് വീണ്ടും പ്രാർത്ഥിക്കണം. എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഇയ്യോബ് ഓരോ പ്രാവശ്യവും അവരുടെ വീട്ടിലൊരു സദ്യ നടത്തി കഴിഞ്ഞപ്പോൾ, ഞാൻ ഇത്രയും പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ, നിങ്ങളുടെ വീട്ടിൽ വല്ലപ്പോഴുമെങ്കിലും ഒരു ഓണത്തിൻ്റെ അന്ന്, ക്രിസ്മസിൻ്റെ അന്ന്, ഏതെങ്കിലും ഒരു അവധി ദിവസം, വിശുദ്ധ ദിവസമൊന്നും ഞാൻ നോക്കുകയല്ല, ഒരു അവധി ദിവസം മക്കളെ എല്ലാവരെയും കൂടെ വിളിച്ച്, അപ്പനും അമ്മയും കൂടെ അവരുടെ തലയിൽ കൈവച്ച് അവരെ അനുഗ്രഹിച്ച് യേശുക്രിസ്തുവിൻ്റെ രക്തം തളിച്ചവരെ ശുദ്ധീകരിക്കണം. നല്ലതാണ്. ഞാൻ ഇയ്യോബിൽ നിന്ന് പഠിച്ചു, യാക്കോബിൽ നിന്ന് പഠിച്ചു. യാക്കോബ് മരിക്കാൻ നേരം ചെയ്തു, ഇയ്യോബ് എല്ലാ പ്രാവശ്യവും ചെയ്തു. ഹല്ലേലൂയ. അവരെ വരുത്തി ശുദ്ധീകരിക്കും. നന്നായി രാവിലെ എഴുന്നേറ്റോടെ സംഖ്യക്കൊത്തവണ ഹോമയാഗങ്ങളെ കഴിക്കുകയും ചെയ്യും. ഇങ്ങനെ ഇയ്യോബ് എല്ലായ്പ്പോഴും ചെയ്തു വന്നു. 8-ാമത്തെ വാക്യം. ഒരു ദിവസം ദൈവപുത്രന്മാർ യോവയുടെ സന്നിധിയിൽ നിൽപ്പാൻ ചെന്നു. അവരുടെ കൂട്ടത്തിൽ സാത്താനും ചെന്നു. യോവ സാത്താനോട്, നീ എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിച്ചാൽ, സാത്താൻ യോവയോട്, ഞാൻ ഭൂമിയിൽ ഊടാടി സഞ്ചരിച്ചിട്ട് വരുന്നു എന്ന് പറഞ്ഞു. യോവ സാത്താനോട്, എൻ്റെ ദാസനായ ഇയ്യോബിന്മേൽ നീ ദൃഷ്ടി വെച്ചുവോ? അവനെപ്പോലെ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷമുട്ടകളും ഭൂമിയിൽ ആരും ഇല്ലല്ലോ എന്ന് പറഞ്ഞു. ദൈവം അതേ സ്റ്റേറ്റ്മെൻറ്റ് ദൈവം തന്നെ വാ കൊണ്ട് പറയുകയാണ്. എഴുതി വെച്ചത് മാത്രമല്ല, വാ കൊണ്ട് പറയുകയാണ്. പിശാചി എന്നോ ഒരു ചോദ്യം വരാം, സാത്താന് ദൈവത്തിൻ്റെ അടുക്കൽ ചെല്ലാൻ അവകാശമുണ്ടോ? എത്ര സ്വർഗമുണ്ട്? 3 സ്വർഗം വരെ ഉണ്ടെന്ന് വേദപുസ്തകം പറയുന്നു. ചിലപ്പോൾ അതിൽ കൂടുതലുണ്ടായിരിക്കാം. 3 ഉണ്ടെന്ന് പറയുന്നു. 3-ാം സ്വർഗത്തിൽ ദൈവം ഇരിക്കുന്നു, ദൂതന്മാരിരിക്കുന്നു, അവിടെ ആരാധന നടക്കുന്നു. പൗലോസ് അതിനെപ്പറ്റി പറയുന്നുണ്ട്. ഈ 3-ാം സ്വർഗത്തിൽ പിശാചിന് ചെല്ലാൻ ഒക്കുമെന്ന് എനിക്ക് വിചാരമില്ല. എന്നാൽ ദൈവം പലയിടങ്ങളിലും മാറി മാറി ചിലപ്പോൾ തൻ്റെ സിംഹാസനം ഇടാറുണ്ട്. അങ്ങനെ കാണാറുണ്ട് നമ്മൾ. അപ്പോൾ എവിടെയോ ആകാശത്തിൽ എവിടെയോ ഒരു സിംഹാസനം ഇടുമ്പോൾ പിശാചി എന്നാണ്. ദൈവം സാത്താനോട് ചോദിച്ചു, സാത്താനെ നീ എവിടെ നിന്ന് വരുക? അവനെന്താ പറഞ്ഞു? ഞാൻ ഭൂമിയിൽ ഊടാടി സഞ്ചരിച്ച് വരുന്നു. ഊടാടി സഞ്ചരിക്കുക എന്ന് പറഞ്ഞാൽ, ഊടാടുക എന്ന് പറഞ്ഞാൽ മനസ്സിലാകുമോ? ഇങ്ങനെ നടക്കുക. എന്തിനാ ഇങ്ങനെ ഊടാടി നടക്കുന്നത്? ആരെ വിഴുങ്ങാം എന്നറിയാൻ. അതിൻ്റെ അർത്ഥം അറിയാൻ എന്തുവാന്ന്? എല്ലാവരെയും വിഴുങ്ങാനൊക്കത്തില്ല. അവിടെ കണ്ട ഒരാളുടെ PG വർഗീസായില്ലോ, വേണ്ട, അവൻ്റെ അടുക്ക പോകണ്ട, അവൻ തല്ലി ശരിയാക്കും. അപ്പുറത്ത് വേറൊരാളുണ്ട്, അടുക്ക പോകണോ? വേണ്ട, അത് അയാൾ വിളിച്ചൊരു അപകടകാരിയാണ്, വേണ്ട. അങ്ങോട്ട് ചെല്ലുമ്പോഴാണ് ആണ്ട്രാ ഒരു പെന്തിക്കോസിലെ പാസ്റ്റർ വയ്ക്കുന്നത്, അവൻ്റെ അടുക്ക പാടും, അവനൊന്നും ചെയ്യത്തില്ല. ഞാൻ പെന്തിക്കോസുകാരുടെ കുറ്റം പറയല്ല, വീഡിയോ കാണുന്നവർ വേണമെങ്കല്ലേ. എല്ലാവരെയും വിഴുങ്ങാനൊക്കത്തില്ല, ചിലരെ വിഴുങ്ങാം. നീ എപ്രകാരമുള്ള പാസ്റ്ററാകും? ബഹുമാനത്തോടെ ഞാൻ നീ എന്ന് പറയുകയാണ് ഏകവചനത്തിൽ. നീ എപ്രകാരമുള്ള വിശ്വാസിയാകും? പിശാചിന് നിന്നെ വിഴുങ്ങാൻ ഒക്കത്തില്ല എന്ന് പിശാചിന് മനസ്സിലാകത്തക്കവണ്ണമുള്ള ഒരു വിശ്വാസിയായിരിക്കണം. അതുകൊണ്ട് അവൻ ഊടാടി സഞ്ചരിച്ചില്ല. ദൈവം ഒരു ചോദ്യം ചോദിച്ചു, എൻ്റെ ദാസനായ ഇയ്യോബിൻ്റെ മേൽ നീ കണ്ണുവെച്ചോ? ഇയ്യോബ് ആരാ? പാസ്റ്ററാണോ? അതോ ബിഷപ്പാണോ? അതോ സംഘടനയുടെ പ്രസിഡൻ്റാണോ? അതോ ടെലിവിഷൻ പ്രീച്ചറാണോ? അല്ല, വെറും വിശ്വാസി. നീ പറയുന്നത് കേട്ടാണ്. നീ വിശ്വാസിയായിരുന്നാലും നീ നേരുള്ളവനായിട്ട് ജീവിച്ചാൽ, ദൈവഭക്തനായിട്ട് ജീവിച്ചാൽ, പാപത്തെ വിട്ടെന്ന് ജീവിച്ചാൽ നീ ദൈവത്തിൻ്റെ ദാസനാണ്. നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് ദൈവദാസൻ എന്ന് പറയുന്നത് പാസ്റ്റർ മാത്രമാണെന്ന്. അല്ല, സകല വിശ്വാസികളും ദൈവത്തെ ആരാധിച്ച് നീ ജീവിക്കാമെങ്കിൽ നീ ദൈവദാസനാണ്. ദൈവം പറയുകയാണ്, ദൈവം പറഞ്ഞേ, എൻ്റെ ദാസനായ ഇയ്യോബ്. ലോകത്തിൽ അന്ന് എത്ര പേരുണ്ടായിരുന്നു? 5 or 6 ലക്ഷം, 10 ലക്ഷം, എനിക്ക് അറിഞ്ഞുകൂടെ എത്ര പേരുണ്ടെന്ന്. എത്ര പേരുണ്ടായിരുന്നാലും ദൈവത്തിൻ്റെ ശ്രദ്ധ അവനെ ആരാധിക്കുന്ന ഒരുത്തൻ്റെ മേൽ മാത്രമായിരുന്നു. രക്തം തളിച്ച് ആരാധിക്കുന്നവൻ്റെ മേൽ മാത്രമായിരുന്നു. മക്കളെ ശുദ്ധീകരിക്കുന്നതിന് മേൽ മാത്രമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് പറയുന്നു, ദൈവം നിങ്ങളെ തൻ്റെ ദാസനായിട്ട്, ദാസിയായിട്ട് കാണട്ടെ. അപ്പോൾ പിശാചിൻ്റെ കാര്യം വേഗത്തിൽ പറയാൻ പോവാണ്. പിശാചിൻ്റെ കാര്യം, ചുമ്മാ തന്നു നിന്നെ ആരാധിക്കുന്നത്. നീ അവനുള്ളതിന് ചുറ്റും ഒരു വേലി കെട്ടിയിട്ടില്ല. അവന് ചുറ്റും, അവനുള്ളതിന് ചുറ്റും ഒരു വേലി കെട്ടിയിട്ടുണ്ട്. നിങ്ങളിത് വിശ്വസിക്കണം. നിങ്ങൾ ദൈവത്തെ ആരാധിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ ഒക്കാത്തതായിട്ടുള്ള ഒരു വേലി നിനക്ക് ചുറ്റുമുണ്ട്. നിനക്കുള്ളതിന് ചുറ്റുമുണ്ട്. എനിക്ക് ദൈവത്തിൽ നല്ല വിശ്വാസമാണ്. ദൈവത്തിൻ്റെ കൃപ കൊണ്ടാണ് എങ്കിലും ഒരു വിശ്വാസം ദൈവം തന്നിട്ടുണ്ട്. ദൈവം സകലർക്കും വിശ്വാസം കൊടുത്തിട്ടുണ്ട്. എല്ലാവർക്കും ഒരളവിൽ വിശ്വാസം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നിനക്കും എനിക്കും ഒരു വിശ്വാസമുണ്ട്. ഞാൻ എൻ്റെ ഭാര്യയും എൻ്റെ മക്കളെയും എല്ലാം ചൂതാടുന്ന മനുഷ്യനാണ്. ഈ മുച്ചിട്ട് കളിച്ച് ചൂതാടുകയല്ല, മറ്റാരും പോകാത്ത സ്ഥലങ്ങളിൽ ഞാൻ എൻ്റെ ഭാര്യയും മക്കളെയും ഒറ്റയ്ക്ക് അയച്ചിട്ടുണ്ട്. എനിക്കറിഞ്ഞൂടെ വേറെ ഏതെങ്കിലും ക്രിസ്ത്യൻ ലീഡർമാർ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. എൻ്റെ ഭാര്യയൊക്കെ പോയി ചോദിച്ചാൽ മതി, എവിടെയൊക്കെ പോയിട്ടുണ്ടോ ഒറ്റയ്ക്ക്, ആരും ഇല്ലാതെ, PG വർഗീസ് ഇല്ലാതെ, മക്കളാരും ഇല്ലാതെ എവിടെയൊക്കെ പോയിട്ടുണ്ട്. ഡൽഹി പോകാത്ത ഒരു സ്റ്റേറ്റും ഇല്ല, ഒരു സ്റ്റേറ്റും ഇല്ല. എല്ലാ സ്റ്റേറ്റിലും പോയിട്ടുണ്ട്. ഒറ്റയ്ക്കാണ് പോകുന്നത്, ഒറ്റയ്ക്കാണ് വിടുന്നത്. ഒരിക്കൽ എൻ്റെ മകൾ ഗ്രേസ് സുന്ദരിയാണ്, അതിസുന്ദരിയാണ്. മമ്മിയുടെ സൗന്ദര്യം കുറച്ചുകൂടെ കൂട്ടി ദൈവം അവൾക്ക് കൊടുത്തിരിക്കുകയാണ്. അവൾക്ക് 23 വയസ്സ് പ്രായമുള്ളപ്പോൾ, 10-21 വയസ്സ് പ്രായമുള്ളപ്പോൾ ഒറീസയിലെ വനത്തിനകത്ത് താമസിക്കുന്ന ഒരു കാട്ടുജാതിക്കാരെ പറ്റി ഞാൻ കേട്ടു. ഞാൻ അവിടെ പോയി. ഞാൻ തിരിച്ചു വന്ന് വെച്ച് മക്കളെടുക്കലും ബാക്കിയുള്ളവർക്കൊക്കെ പറഞ്ഞു, കൂയി എന്ന് പറഞ്ഞൊരു ജാതിക്കാരുണ്ട്.
വനത്തിൻ്റെ നടുക്കാണ് അവർ താമസിക്കുന്നത്. ഞാൻ ട്രെയിനിനകത്ത് പോയി, എന്നിട്ട് ഞാൻ ബസ്സിനകത്ത് പോയി, എന്നിട്ടൊരു ജീപ്പ് പിടിച്ചു, ജീപ്പിനകത്ത് പോയി, എന്നിട്ട് ഞാൻ 8 മണിക്കൂർ നടന്നു. 8 മണിക്കൂർ വനത്തിലൂടെ നടക്കുന്ന സമയത്ത് എൻ്റെ മുമ്പിൽ 3 പേരുണ്ട്, പുറകിൽ 3 പേരുണ്ട്. ഞാൻ നടക്കുകയാണ്. അപ്പോൾ എൻ്റെ സാധനങ്ങളൊക്കെ അവരെടുത്തിരിക്കുക. എനിക്കിഷ്ടമല്ല, എൻ്റെ ബാഗ് പോലും ആരും എടുക്കുന്നത് എനിക്കിഷ്ടമല്ല. ഇന്നും കർത്താവിൻ്റെ ദാസൻ എടുത്ത് എനിക്കിഷ്ടപ്പെട്ടില്ല, എങ്കിലും ഞാനങ്ങ് കൊടുത്തു. അതിനകത്ത് രൂപ ഇല്ലാത്തതുകൊണ്ട് കൊടുത്തതാണ്. എനിക്കിഷ്ടമല്ല എൻ്റെ ബാഗ് ആരെങ്കിലും എടുക്കുന്നത്. ഞാനൊരു ദാസനാണ്, പിന്നെ എൻ്റെ ദാസൻ്റെ ബാഗ് എടുക്കേണ്ട ആവശ്യമില്ലെന്നുള്ള അഭിപ്രായം. എങ്കിലും ചിലർ ചോദിക്കുമ്പോൾ കൊടുക്കും, അവർക്കൊരു സാറ്റിസ്ഫാക്ഷൻ വേണ്ടി, എനിക്ക് വേണ്ടിയല്ല. അതുകൊണ്ട് അവർ ബാഗൊക്കെ എടുത്ത് ഞാൻ നടക്കുകയാണ്. ഞാൻ അതിവേഗത്തിലാണ് നടക്കുന്നത്. അപ്പോൾ ഏറ്റവും മുമ്പിൽ നടക്കുന്ന ആൾ ഇടയ്ക്ക് പറയും ഓയ്, എന്നിട്ട് ഏറ്റവും പുറകെ നടക്കുന്ന ആൾ പറയും ഓയ്. പിന്നെയും കുറച്ച് കഴിയുമ്പോഴത്തേക്ക് മുമ്പേ നടക്കുന്ന ആൾ ഓയ്, അപ്പോൾ പുറകെ നടക്കുന്ന ആൾ ഓയ്. ഞാൻ വിചാരിച്ചു എവർ വല്ലവർക്കും സിഗ്നൽ കൊടുക്കുക, ആണ്ട്രാ വരുന്നുണ്ടാ പിടിയിടാന്ന് വല്ലതും. അപ്പോൾ ഒരിടത്ത് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഒരു തോട്ടിൻ്റെ ഇടയ്ക്കലിരുന്നു. അപ്പോൾ തോട്ടിൽ നിന്ന് വെള്ളം കുടിക്കാം, കൊണ്ടുപോയി ചപ്പാത്തി തിന്നാം. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങളെന്തോ ഈ ഓയ് എന്ന് പറയുന്നത്? പറഞ്ഞാൽ ഇവിടെ കടുവയുണ്ട്. ഈ കടുവ വന്ന് പിടിച്ചുകൊണ്ട് വന്ന് ഏറ്റവും പുറകെ പോകുന്നവനെയാണ്. അപ്പോൾ മുമ്പേ പോകുന്നവൻ ചോദിക്കുക ഓയ് നീ അവിടെ ഉണ്ടോ? അപ്പോൾ ഇവൻ പറയാം ഓയ് ഞാനിവിടെ ഉണ്ടേ. എൻ്റെ കർത്താവേ, ഞാൻ പറഞ്ഞു ഇനി തൊട്ട് ഞാൻ നടക്കുന്നുള്ളൂ, പുറകിൽ എന്തായാലും നടക്കുന്നില്ല. ഇതെല്ലാം കേട്ട് കഴിയുമ്പോൾ എൻ്റെ മൂത്ത മോൻ പറഞ്ഞു ഡാഡി എനിക്കൂടെ അവിടെ നിന്ന് പോകണം. ഞാൻ അവനെ അയച്ചു. എൻ്റെ ഇളയ മോക്ക് 23 വയസ്സുള്ളപ്പോൾ അവൾ പറഞ്ഞു ഡാഡി എനിക്കൂടെ അവിടെ നിന്ന് പോകണം. നമ്മൾ പോയട്ടെ. ഞാൻ അവിടെയുള്ള സുവിശേഷ വേലക്കാർക്ക് എഴുതി. അവരാരും മലയാളികളല്ല, അവിടുത്തെ ആദിവാസികളായിട്ടുള്ള ഒറീസക്കാർ. ഞാൻ അവരൊക്കെ പറഞ്ഞു. ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ എന്നുള്ള ട്രെയിനിനകത്തിരുത്തി ട്രെയിൻ നീങ്ങിയപ്പോൾ എൻ്റെ മനസ്സിനകത്തൊരു പേടി. സുന്ദരിയായ ഒരു പെണ്ണ്, 23 വയസ്സുള്ള നല്ല അതിസുന്ദരിയായ ഒരു മോള്. അവിടുത്തെ നാട്ടുനടപ്പ് എങ്ങനെയാണെന്നറിയാം? ആ നാട്ടിലെ നാട്ടുനടപ്പ്, ഒറീസയിലെ നാട്ടുനടപ്പ്, അവൾ പോകുന്നിടത്തെ നാട്ടുനടപ്പ്, ഏതെങ്കിലും ഒരു പുരുഷന് ഒരു പെണ്ണിനെ നോട്ടമിട്ടാൽ അവൾ ഒറ്റയ്ക്ക് നടക്കുമ്പോൾ അവളെ തട്ടിയെടുത്തുകൊണ്ട് അവൻ്റെ കുടിലിൽ കൊണ്ടുപോയിട്ട് ഒരാഴ്ച താമസിപ്പിക്കാം. അത് കഴിയുമ്പം അവൾ അവൻ്റെ ഭാര്യയായിത്തീരും. എനിക്കൊരു പേടി, എൻ്റെ കർത്താവേ, ഈ സുന്ദരിയായ പെണ്ണിനെ ഏതെങ്കിലും ആദിവാസി നോട്ടമിട്ട് തട്ടിക്കൊണ്ട് പോയാൽ. പക്ഷെ എനിക്കൊരു കാര്യം അറിയാമായിരുന്നു, എൻ്റെ മോക്ക് ചുറ്റും സ്വർഗസ്ഥനായ ദൈവത്തിൻ്റെ ഒരു വേലിയുണ്ട്. ഞാൻ അയച്ചു. ഒരു പോറലേൽക്കാതെ അവൾ തിരികെ വന്നു. ഞാനീ പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? നിങ്ങളിത് വിശ്വസിച്ചാൽ മതി. എൻ്റെ പട്ടിയുടെ ചുറ്റും, എൻ്റെ പശുവിൻ്റെ ചുറ്റും, എൻ്റെ പുരയിടത്തിന് ചുറ്റും, എനിക്കുള്ളതിന് ചുറ്റും നിങ്ങളിത് വിശ്വസിക്കണം, സംശയിക്കാതെ വിശ്വസിക്കണം. എൻ്റെ ഭർത്താവിന് ചുറ്റും, എൻ്റെ ഭാര്യയ്ക്ക് ചുറ്റും. അപകടം പറ്റിക്കഴിയുമ്പോഴല്ല വിശ്വസിക്കുന്നത്, നേരത്തോട്ട് വിശ്വസിക്കണം. എൻ്റെ കൊച്ചുനാളിത്തോട്ട് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. കുഞ്ഞുങ്ങളെ നിങ്ങളിവിടെ പോയിരുന്നാലും അവൻ്റെ വേലി നിങ്ങൾക്ക് ചുറ്റുമുണ്ട്. അപ്പോൾ പിശാച് പറഞ്ഞു, നീ അവനുള്ളതിന് ചുറ്റും ഒരു വേലി കെട്ടിയിട്ടില്ലയോ? ദൈവം പറഞ്ഞൊരു കാര്യം ചെയ്യും, എനിക്ക് എൻ്റെ ഇയ്യോബിനെ അറിയാം. നിങ്ങൾക്ക് സഹിക്കാൻ ഒക്കുന്നതിനപ്പുറത്തൊരു പരീക്ഷ ദൈവം തരത്തില്ല. അതുകൊണ്ട് ദൈവത്തിന് അറിയാമായിരുന്നു ഇയ്യോബ് ഈ പരീക്ഷയിൽ ജയിക്കും, ഇതൊരു അവസരമാണ്, ഇത് ദൈവത്തിനൊരു പ്രൊമോഷൻ കൊടുക്കാനുള്ള അവസരമാണ്. പറഞ്ഞൊരു കാര്യം ചെയ്യാം, ഞാൻ ഈ വെളിയിലുള്ള വേലി അങ്ങ് പൊളിച്ചു മാറ്റാം, എന്നിട്ട് 2ാമത്തെ വേലി അങ്ങ് ഉയർത്തിക്കെട്ടി. പിശാച് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞും വെച്ച് ഒരൊറ്റ ദിവസം നിങ്ങൾ വീട്ടിൽ പോയിട്ട് വായിക്കണം 1-ാം അധ്യായം. അവൻ്റെ ഒട്ടകത്തെ എല്ലാം തട്ടിക്കൊണ്ടുപോയി, അവൻ്റെ പശുക്കളെ എല്ലാം കൊണ്ടുപോയി, അവൻ്റെ ആട്ടുകൊറ്റന്മാരെ എല്ലാം കൊണ്ടുപോയി, അവൻ്റെ കഴുതകളെ എല്ലാം കൊണ്ടുപോയി, അവൻ്റെ ഗോതമ്പ് വയലിനകത്ത് തീയിട്ടു, അവൻ്റെ ബാല്യക്കാരെ മുഴുവൻ കൊന്നു, വേലക്കാരെ മുഴുവൻ, ഒരാളൊഴിച്ച് ബാക്കി എല്ലാവരെയും കൊന്നു കളഞ്ഞു ഒറ്റ ദിവസം കൊണ്ട്. ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ, ഇതുപോലൊരു സംഭവം നിങ്ങൾക്കുണ്ടായാൽ? ഭർത്താവ് മരിച്ചു, മൂത്ത മോൻ മരിച്ചു, 2ാമത്തെ മോനും മരിച്ചു, 3ാമത്തെ മോളും മരിച്ചു, കാറും പോയി, എല്ലാം ഒരു ദിവസം സംഭവിച്ചാൽ തളർന്നു പോകത്തില്ലയോ? തീർച്ചയായും. പക്ഷേ ഇയ്യോബ് തളർന്നില്ല. നമുക്ക് പ്രാർത്ഥിക്കണം, കർത്താവ് ഇയ്യോബിനെ പോലെ എന്നെ ആക്കി തീർക്കണമേ, എനിക്കുള്ളത് സകലം അങ്ങനെ സംഭവിക്കാതെ ഇരിക്കട്ടെ. ഞാൻ ധൈര്യപൂർവ്വം പറയും. ഒരാളെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പറയരുത് കേട്ടോ, പിശാച് ചിലപ്പോൾ അങ്ങനെ ചെയ്താലോ. എന്നാൽ ഞാൻ പറയുകയാണ്, എൻ്റെ തീരുമാനം നിങ്ങൾക്ക് തീരുമാനിക്കാനൊക്കത്തില്ലെന്ന് എനിക്കറിയാം. ഞാനൊരു അസാധാരണ മനുഷ്യനാണ്. ഞാൻ ധൈര്യപൂർവ്വം പറയും, ഇയ്യോബിന് സംഭവിച്ചതുപോലെ സകലതും നഷ്ടപ്പെട്ടാലും ഞാൻ എൻ്റെ വിശ്വാസം തള്ളിക്കളയത്തില്ല. അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ, കരുണാസമ്പന്നനാവുന്ന ദൈവം അങ്ങനെ ചെയ്യട്ടെ. പിന്നെ ഒരു ദിവസം സാത്താൻ കയറി ചെന്നു. ദൈവം ചോദിച്ചു, എന്താ പറഞ്ഞു? അയ്യോ, ഈ 4 ഗുണത്തിന് ഒരു കുറവും വന്നില്ല. അവനെല്ലാം ഉണ്ടായിരിക്കുമ്പോഴും അവന് ഈ 4 ഗുണം, എല്ലാം നഷ്ടപ്പെട്ടപ്പോഴും ഈ 4 ഗുണം. ഇതായിരിക്കണം നമ്മുടെ തീരുമാനം. ഉള്ളപ്പോഴും സ്തോത്രം, ഇല്ലാത്തപ്പോഴും സ്തോത്രം. സാത്താൻ ചെന്നപ്പോൾ ചോദിച്ചു, എൻ്റെ ദാസന് അന്നേരം എൻ്റെ ദാസനാണ്. പറഞ്ഞില്ല, ആ പണ്ടെൻ്റെ ദാസനായിരുന്നു, ചില പ്രയാസമൊക്കെ വന്നപ്പോൾ അവൻ പിന്മാറിപ്പോയി. ഇല്ല, ദൈവം പറഞ്ഞില്ല. ദൈവം പറഞ്ഞു, നിഷ്കളങ്കൻ എൻ്റെ ദാസനായ ഇയ്യോബിൻ്റെ മേൽ നീ. അന്നേരം പറഞ്ഞ ഒരു കാര്യമുണ്ട് കേട്ടോ, കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല്. നീ അവനെ ചുറ്റും ഒരു വേലി കെട്ടിയിട്ടില്ലേ, മറ്റേ വേലി മാറ്റി തന്നെ എനിക്ക് വേണ്ടി, ഇതൊന്നും മാറ്റിയാട്ടെ. അന്നേരം അവൻ തള്ളി പറയും, ദൈവത്തിന് അറിയാമായിരുന്നു ഈ പരീക്ഷയും ജയിച്ചു കഴിയുമ്പോൾ എനിക്ക് അവന് ഇരട്ടി അനുഗ്രഹം കൊടുക്കാനൊക്കെ. ദൈവം പറഞ്ഞു, ആ വേലി പൊളിച്ച് മാറ്റിക്കും, ചെന്നാട്ടെ. അവൻ്റെ ആത്മാവൻ. അന്നേരം ഒരു 3ാമത്തെ വേലിയുണ്ട് കേട്ടോ. ഒരിക്കലും ദൈവം എല്ലാ വേലിയും പൊളിക്കത്തില്ല.
ഒരെണ്ണം വിളിച്ചു തരാൻ, രണ്ടാമത്തെ വിളിച്ചു തരാൻ, മൂന്നാമത്തെ വിളിച്ചു തരാൻ. പക്ഷേ ഏതെങ്കിലും ഒരു വേലി അവൻ ശേഷിപ്പിക്കാത്ത പറഞ്ഞവൻ്റെ ആ പ്രാണനെ മാത്രം തുടരുത്. അവൻ്റെ ശരീരത്തെ തൊട്ടാട്ടെ, എവിടെ വേണമെങ്കിലും തൊട്ടാട്ടെ. സാത്താൻ അങ്ങോട്ട് ചെന്നു, അവന് വലിയൊരു പീഡ കൊടുത്തു. അവൻ്റെ ശരീരത്തിൻ്റെ ഉച്ച മുതൽ ഉള്ളംകാൽ വരെ പരുക്കൾ വന്നു, ഒരുമാതിരി കുഷ്ഠം, ഒരുമാതിരി കരിങ്കുഷ്ഠം. അവൻ്റെ നില വളരെ പരിതാപകരമായി. അവൻ വയറിളക്കം പിടിച്ചു. അവൻ്റെ ഭാര്യ അവനെ വിട്ടുകളഞ്ഞു. വിട്ടുകളഞ്ഞില്ല, അവനെ ശപിച്ചു. എന്തിനാണോ ഇങ്ങനെ ഭക്തിയും പിടിച്ചുകൊണ്ടിരിക്കുന്നത്? എന്തിനാ ഈ ഹല്ലേലൂയയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? എന്തിനാ ഈ സ്തോത്രവും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇതിനേക്കാൾ നല്ലതാങ്ങ് തൂങ്ങി ചത്തുകളാ. ദൈവത്തെ തള്ളി പറഞ്ഞിട്ട് ഈ ദൈവം വേണ്ട, എനിക്ക് ഈ ദൈവം നല്ലവനല്ലെന്ന് പറഞ്ഞിട്ട് ചത്തുകളാ. നീ പറയുന്നത് കേട്ടാട്ടെ, നിൻ്റെ കഷ്ടകാലത്ത് ദൈവത്തെ വിടാൻ നിനക്ക് പ്രേരണ പിശാച് തരും. നിൻ്റെ വാർദ്ധക്യത്തിൽ നീ രോഗിയായി കഴിയുമ്പോൾ, വേദന സഹിക്കാൻ വയ്യാതെ വരുന്ന സമയത്ത് പിശാച് നിൻ്റെ ഹൃദയത്തിൽ പ്രവർത്തിച്ചിട്ട്, എവിടെ ദൈവം, ഞാൻ ഇത്രയും നാൾ ദൈവത്തിൻ്റെ വേല ചെയ്തു എന്ന് പറയാൻ ഇടയായി തീരരുത്. ഹല്ലേലൂയ. എൻ്റെ വിശ്വാസം വിട്ട് കളയരുത്. ദൈവം പറഞ്ഞു, പിശാച് അവനെ പരീക്ഷിച്ചു. അവന് വയറിളക്കം പിടിച്ചു. വേദോസ്തവത്തിനകത്തുണ്ട് കേട്ടോ, അതിസാരം പിടിച്ചു. അവൻ വയറിളക്കം പിടിച്ചു. അടുത്തിയെല്ലാം വയ്യ, ഭയങ്കര വാടാ. വേലക്കാരുടെയൊക്കെ പോലും തെണ്ടേണ്ടി വരുന്ന ഇച്ചിരി വെള്ളം താടാ കുഞ്ഞ്, ആരും കേൾക്കുന്നില്ല. ഭാര്യ വിശ്വസാൽ അവൻ്റെ സ്നേഹിതന്മാർ വന്നു കഴിഞ്ഞപ്പോൾ അവൻ്റെ ഒരു ചോദ്യം കൂടെ ചോദിച്ചിട്ട് ഞാൻ മുമ്പോട്ട് പോകാം. ഇയ്യോബിൻ്റെ കഷ്ടത എത്ര നാളത്തേക്കുണ്ടായിരുന്നു? 1 വർഷം, 2 വർഷം, 3 വർഷം? ഞാൻ നോക്കിക്കോട്ടെ. പേന കയ്യിലുണ്ടോ? എവിടെയെങ്കിലും അടിവരയിട്ട് വെച്ചിരുന്നാൽ എന്നെങ്കിലും പ്രയോജനപ്പെടും. 29-ാം അധ്യായം. എത്ര നാൾ ഉണ്ടായിരുന്നു? ഇയ്യോബ് പിന്നെയും സുഭാഷിതം ചൊല്ലി നിന്നാൽ, അയ്യോ പണ്ടത്തെ മാസങ്ങളിലെ പോലെ. അവൻ്റെ കഷ്ടത എത്ര നാൾ ഉണ്ടായിരുന്നു? കൂടിപ്പോയാൽ 3 മാസം. വേദപണ്ഡിതന്മാരുടെ അഭിപ്രായം. ഇയ്യോബ് പറയാം, പഴയ മാസങ്ങളിലെ പോലെ. വർഷമായില്ല, കൂടിപ്പോയാൽ 3 മാസം. പക്ഷേ ആ 3 മാസത്തെ പീഡനം ഭയങ്കരമായിരുന്നു. മക്കൾ 10 പേരും പോയി. അയ്യോ അത് തന്നെ സഹിക്കാൻ ഒക്കുമോ? സമ്പത്ത് മുഴുവൻ പോയി, സഹിക്കാൻ ഒക്കുമോ? പോട്ടെ, മക്കൾ പോയത് സഹിക്കാൻ ഒക്കുമോ? സമ്പത്ത് പോയത് സഹിക്കാം. അവസാനം വന്നപ്പോൾ സ്വത്തൊന്നുമില്ല. സ്വത്തെല്ലാം പോയില്ലയോ? കഞ്ഞിക്ക് വകയില്ല. മലയാളത്തിൽ പറഞ്ഞ കഞ്ഞിക്ക് വകയില്ല. ഭാര്യ പോലും അപമാനിക്കുന്നു. അവൻ എന്തു ചെയ്തു? അവൻ ആ സമയത്തും ദൈവത്തെ ആരാധിച്ചു. നമ്മുടെ കഷ്ടതയിൽ, നമ്മുടെ വാർദ്ധക്യത്തിൽ, നമ്മുടെ നീണ്ട രോഗത്തിൽ നമ്മുടെ ശ്രദ്ധിച്ചാട്ടെ, 1-2 തത്വങ്ങൾ പഠിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. 1-ാം അധ്യായത്തിൻ്റെ 22-ാമത്തെ വാക്യം. ഇതിലൊന്നിലും ഇയ്യോബ് പാപം ചെയ്യുകയോ ദൈവത്തിന് ഭോഷത്വം ആരോപിക്കുകയോ ചെയ്തില്ല. ദൈവത്തിന് ദോഷം കൊടുത്തില്ല. ദൈവത്തെ കുറ്റം പറയരുത്. ദൈവമായി ഇത് ചെയ്തെന്ന് പറയരുത്. ഇയ്യോബ് പറയുന്നുണ്ട് അവിടെ. അതിന് മുമ്പത്തെ വാക്യം 21-ാമത്തെ വാക്യം. നഗ്നനായി ഞാൻ എൻ്റെ അമ്മയുടെ ഗർഭത്തിൽ നിന്ന് പുറപ്പെട്ടു വന്നു, നഗ്നനായി തന്നെ മടങ്ങി പോകും. യഹോവ തന്നു, യഹോവ എടുത്തു. തെറ്റ്. യഹോവ തന്നു, പിശാച് എടുത്തു. പക്ഷെ താഴെ എഴുതിക്കുക, അവൻ ദൈവത്തിന് ഇതിനൊന്നിനും ആരോപണം പറഞ്ഞില്ല. നമ്മൾ ദൈവത്തിന് പുറത്തിലെഴുതുക. എൻ്റെ ചിലരിങ്ങനെ പറയാറുണ്ട്, ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയാം, എൻ്റെ ദൈവമേ ചതിച്ചോ. ദൈവം ചതിക്കത്തില്ല. അവൻ ഇനി പറഞ്ഞു കേട്ടെ, 2-ാം അധ്യായം അതിൻ്റെ അവസാനം നോക്കിക്കോട്ടെ. 2-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യം. അവൻ അവളോട്, നീ ഒരു പൊട്ടി സംസാരിക്കുന്നത് പോലെ നീ സംസാരിക്കുന്നു. നാം ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് നന്മ കൈക്കൊള്ളുന്നു, തിന്മയും കൈക്കൊള്ളരുത് എന്ന് പറഞ്ഞു. ഇതിലൊന്നിലും ഇയ്യോബ് അധരങ്ങളാൽ പാപം ചെയ്തില്ല. എന്ന് പറഞ്ഞാൽ മനസ്സിനകത്ത് ചിന്ത വന്നു കാണും, പക്ഷെ വായിൽ നിന്ന് പുറത്തു വന്നില്ല. മനസ്സിലാക്കിയാൽ മതി. നമ്മുടെ മനസ്സിനകത്ത് വരും. ദൈവം, ഞാൻ എൻ്റെ കാര്യം പറയാം. 45 വർഷമായിട്ട് ഞാൻ വടക്കേ ഇന്ത്യയിൽ കഷ്ടപ്പെടുന്നു. എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ വടക്കേ ഇന്ത്യയിൽ കഷ്ടപ്പെട്ടതുപോലെ, ഞാൻ വടക്കേ ഇന്ത്യയിൽ ഇപ്പോഴും കഷ്ടപ്പെടുന്നത് പോലെ ഒരു മിഷൻ ലീഡർ വടക്കേ ഇന്ത്യയിൽ കഷ്ടപ്പെട്ടിട്ടില്ല. എന്നിട്ട് എനിക്ക് എന്തെങ്കിലും ദോഷമുണ്ടെങ്കിൽ ഞാൻ എന്താ പറയാം? ഇത് ശരിയായില്ല കേട്ടോ, ഞാൻ കഷ്ടപ്പെട്ടിട്ട് പോലെ പറയാം, ആരും ഇല്ല. എൻ്റെ മനസ്സിനകത്ത് വരും, പക്ഷേ അധരങ്ങളിൽ കൂടെ പുറത്തു വരരുത്. അവൻ അധരങ്ങളിലൂടെ പുറത്തു വന്നില്ല. അവൻ്റെ ഭാര്യ പറഞ്ഞു, ചത്തു കളയരുതോ. അന്നേരം അവൻ എന്ത് ചെയ്തു? എടീ, നിന്നെ കെട്ടിയതാ എനിക്ക് പറ്റിയ വണ്ടത്തരം എന്ന് പറഞ്ഞില്ല. ഞങ്ങളുടെ നാട്ടുകാരാണ് ഞാൻ പറഞ്ഞു. അവനത് പറഞ്ഞില്ല. അവന് മനസ്സിലായി അവൾക്ക് സഹിക്കാൻ ഒക്കുന്നതിനപ്പുറമായി പോയി. ഇനി പറയുന്നത് കേട്ടാട്ടെ, നിൻ്റെ ഇണ, നിൻ്റെ തുണ, നിൻ്റെ അപ്പൻ, നിൻ്റെ അമ്മ, നിൻ്റെ പാസ്റ്റർ, നിൻ്റെ മക്കൾ ആരെങ്കിലും എപ്പോഴെങ്കിലും വിശ്വാസത്തിനകത്ത് ബലഹീനരായി പോയി കഴിഞ്ഞാൽ അവരെ കണ്ടം ചെയ്ത് സംസാരിക്കരുത്, അവരെ താറടിച്ച് സംസാരിക്കരുത്, അവരെ പ്രോത്സാഹിപ്പിക്കാൻ ശ്രമിക്കണം. ഇയ്യോബിൽ നിന്ന് പഠിച്ചാണ്. ചിലപ്പോൾ ചില സമയത്ത് ചില ദുർബല നിമിഷത്തിൽ അവരുടെ വേദന കാരണം അവരും ചിലപ്പോൾ പൊട്ടിയെപ്പോലെ സംസാരിച്ചെന്ന് വരാം, പൊട്ടനെപ്പോലെ സംസാരിച്ചെന്ന് വരാം. ഹല്ലേലൂയ. അവൻ്റെ 13-ാമത്തെ വാക്യം. അവൻ്റെ കൂട്ടുകാർ വന്നു, അവനെ കണ്ടിട്ട് അറിഞ്ഞില്ല, പലരും പലയിടത്തുനിന്ന് വന്നതാണ്. അവൻ്റെ വ്യസനം അതികഠിനമെന്ന് കണ്ടിട്ട് അവർ ആരും ഒരു വാക്കും മിണ്ടാതെ 7 രാപ്പകൽ അവൻ്റെ കൂടെ നിലത്തിരുന്നു. എനിക്കത് വിശ്വസിക്കാനൊക്കുന്നില്ല. എങ്കിലും വേദപുസ്തകം കള്ളം പറയത്തില്ല, അതുകൊണ്ട് വിശ്വസിക്കുക. 7 ദിവസം അവരുടെ ഇടയ്ക്ക് ഇരിക്കുക. ഇനിയും പറയുന്ന ഒരു കാര്യമായ ഉപദേശം കേട്ടാട്ടെ. നിങ്ങളുടെ ആരെങ്കിലും കൂട്ടുകാരൻ, നിങ്ങളുടെ ആരുടെയെങ്കിലും കൂട്ടുകാരി, നിങ്ങളുടെ ആരെയെങ്കിലും ഒരു സുഹൃത്ത്, കൂട്ടുകാരൻ എന്ന് പറയുന്നതിനേക്കാൾ സുഹൃത്ത്,
കൂട്ടുകാരൻ്റെ അർത്ഥം വേറൊന്നാണ്, സുഹൃത്തിൻ്റെ അർത്ഥം വേറൊന്നാണ്. നിങ്ങളുടെ ഒരു ആത്മാർത്ഥ സുഹൃത്ത്, ഒരു ദൈവദാസൻ, ഒരു വിശ്വാസിനി, ഒരു വിശ്വാസി എപ്പോഴെങ്കിലും അതിവേദനയാണെന്നറിഞ്ഞാൽ അവരുടെയൊക്കെ പോയിരിക്കണം. ഞാൻ ചില ദൈവദാസന്മാരൊക്കെ ചോദിച്ചിട്ടുണ്ട്. കേരളത്തിലുള്ള വലിയ ഒരു ദൈവദാസൻ, പേര് പറയത്തില്ല, നിങ്ങൾക്കറിയാം, ഇവിടെ ഇരിക്കുന്ന സകലർക്കും അറിയാം. ഒരു ദൈവദാസൻ്റെ മോളെ എന്തൊക്കെ സംഭവിച്ചു. അവിടെ കുഴപ്പമില്ല, എനിക്കറിയാവുന്ന ആളാണ്, നിങ്ങൾക്കും അറിയാം. പക്ഷേ ഈ കഥ നിങ്ങൾക്കറിയത്തില്ല. ഇത് വളരെ രഹസ്യമായിരുന്നു, എനിക്കറിയാം. ആരാണ്ട് ഏതാണ്ടൊക്കെ ചെയ്തു. ആ മനുഷ്യൻ ദുഃഖിതനായിരുന്നു. ഞാൻ അദ്ദേഹത്തിൻ്റെയൊക്കെ ചോദിച്ചു, ബ്രദറെ, പാസ്റ്ററെ, എപ്പോഴെങ്കിലും ആരെങ്കിലും ബ്രദറിൻ്റെ കൂടെ വന്ന് 2 ദിവസം കൂടെ താമസിച്ചു? ഇല്ല ബ്രദറെ, ആരും വന്നില്ല. നമ്മൾ പോയില്ലെങ്കിൽ ആരും RSS കാരൻ പോകുമോ? ഞാൻ അറിയാൻ ചോദിക്കുക. നമ്മൾ പോകാതെ ഏതെങ്കിലും മന്ത്രവാദി പോകുമോ? നമ്മൾ പോകണം. അവർ 7 ദിവസം പോയി അടുത്തിരുന്നു. ഞാൻ പറഞ്ഞു, അങ്ങോട്ട് പോയി കണ്ടം വെച്ച് പ്രാർത്ഥിച്ചിട്ട് പോരണമെന്നാൽ ഒരു രാത്രി അവിടെ താമസിക്കാം. രാത്രിയിലാണ് അവർ നിരാശരാകുന്നത്. കഥ കടച്ച് കഴിയുമ്പോൾ ഭർത്താവ് മരിച്ച ഒരു ഭാര്യയുടെ, ഒരു സ്ത്രീയുടെ ചോദിച്ചാട്ടെ, എപ്പോഴാണ് ഭർത്താവിനെ പറ്റി കൂടുതൽ ഓർമ്മ വരുന്നത്? രാവിലെ അല്ല, ഉച്ചയ്ക്കല്ല, വൈകിട്ടല്ല, ആരാധനയ്ക്ക് പോകുമ്പോഴല്ല, രാത്രി കഥ കടച്ച് കഴിയുമ്പോൾ ഭർത്താവിൻ്റെ ചിന്ത, ഭാര്യയുടെ ചിന്ത, അപ്പൻ്റെ ചിന്ത. ആ സമയത്താണ് അവർക്കൊരു കൂട്ടിൻ്റെ ആവശ്യം. കൂടെ പോയി ഇരിക്കണം. നിങ്ങൾക്കറിയാവുന്ന വേറൊരു ദൈവദാസൻ, നിങ്ങൾക്കറിയാം, ഭാര്യ മരിച്ചു, ആത്മഹത്യ ചെയ്തു. ഞാൻ ആ ദൈവദാസൻ്റെയൊക്കെ ചോദിച്ചു, അത് കഴിഞ്ഞപ്പം ആരെങ്കിലും അങ്ങയുടെ കൂടെ വന്നൊരു രാത്രി കഴിഞ്ഞോ? ഇല്ല. പകൽ വന്നു, കണ്ടു, പ്രാർത്ഥിച്ചു, ഞങ്ങൾ പ്രാർത്ഥിച്ചോളാം എന്ന് പറഞ്ഞു പോയി. പക്ഷേ അദ്ദേഹത്തിന് ആവശ്യം പകലത്തെ ഒരു പ്രാർത്ഥന മാത്രമല്ല, രാത്രിയിൽ ഏകാന്തനായിരിക്കുന്ന സമയത്ത്, ഏകാന്തത അനുഭവപ്പെടുന്ന സമയത്ത്, ഭാര്യയുടെ ഓർമ്മ വരുന്ന സമയത്ത് ആരെങ്കിലും ആശ്വസിപ്പിക്കാനുള്ള എൻ്റെ ഉപദേശം കേട്ടട്ടെ, കാര്യമായ ഉപദേശം കേട്ടട്ടെ. ആരെങ്കിലും ദുഃഖിതരാണെന്നറിഞ്ഞാൽ അവിടെ ചെന്ന് അദ്ദേഹത്തോടൊപ്പം, ആ സ്ത്രീയോടൊപ്പം, സഹോദരിമാരിക്കട്ടെ, പുരുഷന്മാരുടെ സഹോദരിമാരിക്കട്ടെ, രാത്രി ചെലവഴിക്കുക. ഞാൻ ശ്രമിക്കും, ഇപ്പോഴും ശ്രമിക്കും. ഞാൻ ഡൽഹിയിലാണ്, എനിക്കിവിടെ വരാനൊക്കത്തില്ല. പക്ഷേ ആരെങ്കിലും ഞാനൊരു നീണ്ട എഴുത്തെങ്കിലും എഴുതും. യോബിൽ നിന്ന് പഠിച്ചാണ്. ഈ സഹോദരന്മാർ 7 ദിവസം മിണ്ടാതിരുന്നു. അവരെന്താ മിണ്ടാതിരുന്നേ? എന്തുകൊണ്ട് അവരെന്തെങ്കിലും മിണ്ടിയില്ല? എന്തുകൊണ്ട് അവരെന്തെങ്കിലും ആശ്വസിപ്പിച്ചില്ല? ഇനി പറയുന്നതാട്ടെ, പഴയ നിയമത്തിൽ അവർക്ക് ആശ്വസിപ്പിക്കാൻ വാക്യങ്ങളില്ല. എന്നാൽ പുതിയ നിയമത്തിനകത്ത് നമുക്ക് ധാരാളം വാക്യങ്ങളുണ്ട്. ദൈവത്തിന് സ്തോത്രം. നാം പുതിയ നിയമ വിശ്വാസികളായിരിക്കുന്ന സ്തോത്രം. അതുകൊണ്ട് ആരെയും ആശ്വസിപ്പിക്കാനുള്ള വാഗ്ദാനങ്ങൾ ഈ വേദപുസ്തകത്തിലുണ്ട്. പഴയ നിയമ വിശ്വാസി നിശബ്ദനായിരിക്കുമ്പോൾ നാം പുതിയ നിയമ വിശ്വാസികൾ നിശബ്ദനായിരിക്കേണ്ട ആവശ്യമില്ല. ഒരു ചോദ്യം കൂടെ ചോദിച്ച് എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കട്ടെ. നീതിമാനായ ഇയ്യോബിന് എന്തുകൊണ്ട് ഈ കഷ്ടത വന്നു? ഇയ്യോബിനെ പോലെ നീതിമാന്മാർ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. ഇയ്യോബ് ഒരു പെണ്ണിനെ നോക്കിയിട്ടില്ല എന്ന് ഞാൻ ചോദിക്കുക. ഏത് പുരുഷന് പറയാനൊക്കും? സുബോധമില്ലാത്തവന് പോലും, എൻ്റെ തെളിവുണ്ട്, അവന് പോലും ഒരു സ്ത്രീയെ നോക്കാൻ താല്പര്യം തോന്നുമ്പോൾ എന്തുകൊണ്ട് ഈ മനുഷ്യൻ ഒരു സ്ത്രീയെ നോക്കിയിട്ടില്ല? അവൻ സഹായിക്കാത്തവരെ ആരുമില്ല. അയ്യോ, അവൻ ചെയ്തിട്ടുള്ള നല്ല കാര്യങ്ങൾ ഒത്തിരിയാണ്. ചിത്തക്കാര്യങ്ങൾ നകന്നു നിന്നവനാണ്, വളരെയേറെ അകന്നവൻ. എന്തുകൊണ്ട് ഈ നീതിമാനായ ഇയ്യോബിന് ഇത്രയും പ്രയാസം ഉണ്ടായി? ഇയ്യോബ് മറുപടി പറയുന്നു. 3-ാം അധ്യായം അതിൻ്റെ 25-ാമത്തെ വാക്യം. എന്തുകൊണ്ട് ഇയ്യോബിന് ഈ പ്രയാസം ഉണ്ടായി? 25. ഞാൻ പേടിച്ചത് തന്നെ എനിക്ക് നേരിട്ടു, ഞാൻ ഭയപ്പെട്ടിരുന്നത് തന്നെ എനിക്ക് ഭവിച്ചു. ഞാൻ സ്വസ്ഥനായില്ല, വിശ്രമിച്ചില്ല, ആശ്വസിച്ചതുമില്ല. എന്തുകൊണ്ടാണ്? പിന്നെയും എഴുതിയിരിക്കുകയാണ്. പിന്നെയും അതിവേദന എടുക്കുന്നു. എന്തുകൊണ്ട് സംഭവിച്ചു ഇത്? അവൻ പറയുകയാണ്, ഇയ്യോബ് തന്നെ പറയുകയാണ്, ഞാൻ പേടിച്ചത് തന്നെ എനിക്ക് ഭവിച്ചു, ഞാൻ ഭയപ്പെട്ടിരുന്നത്, ഇംഗ്ലീഷിനകത്ത് ഞാൻ വളരെയേറെ ഭയപ്പെട്ടിരുന്നത് എനിക്ക് സംഭവിച്ചു എന്ന് പറഞ്ഞാൽ, എൻ്റെ മുഖത്തോട്ട് നോക്കാം, ഇയ്യോബിന് ഒരു കാലത്തെല്ലാം ഉണ്ടായിരുന്നു. നല്ല സമാധാനം, ദൈവത്തിൻ്റെ സാന്നിധ്യം, മക്കളിൽ ആരും പിഴയായില്ല, ആൺപിള്ളേർ പിഴയായില്ല, പെൺപിള്ളേർ പിഴയായില്ല, എല്ലാവരും ദൈവത്തെ ആരാധിക്കുന്നു. വിളിക്കുന്ന ഉടനെ വരുന്നു. പ്രായമുള്ള പിള്ളേർ, അല്ലാതെ 3, 4, 5 വയസ്സുള്ള പിള്ളേരല്ല കേട്ടോ. അവരെല്ലാം പ്രായമാണ്. ഓരോരുത്തർക്കും വീടുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ചോട്ടെ, ഈ ഓരോരുത്തർക്കും വീടുള്ളവർ അപ്പോൾ പ്രായപൂർത്തിയായവരാണ്. അവരെ വിളിച്ചു. ഇതിനേക്കാൾ വലിയ ഭാഗ്യവാൻ ആരാണ്? അവൻ പറയുകയാണ്, എനിക്കെല്ലാം ഉണ്ടായിരുന്ന കാലത്ത് വീടിൻ്റെ മേളിൽ, എനിക്ക് അവരുടെ വീടൊക്കെ എനിക്കറിയാം. നമ്മൾ വിചാരിക്കുന്ന പോലത്തെ വീടല്ല, മണ്ണ് കൊണ്ടുള്ള ഭിത്തി, മേളിൽ ബീമിടുന്നു, ഉത്തരം കഴുക്കോല് ഇടുന്നു, കാട്ടുകമ്പാണ് കൊണ്ടുവരുന്നു, കാട്ടുതടിയാണ്, അതുകൊണ്ടൊന്ന് ഇടുന്നു. അതിൻ്റെ മേളിൽ മരത്തിൻ്റെ ശാഖകൾ, ചില്ലകൾ, ഇലകൾ ഉള്ള പ്രത്യേക മരമുണ്ട്. ആ മരത്തിൻ്റെ കമ്പുകൾ കൊണ്ടുവന്നിടുന്നു, ഇല സഹിതം. എന്നിട്ട് അതിൻ്റെ പുറത്ത് 1 അടി ഘനത്തിൽ മണ്ണിടുന്നു. എനിക്കറിയാം, ഞാൻ ഈ പറയുന്നത് ശരിയാണ്. 1 അടി ഘനത്തിൽ മണ്ണിടുന്നു. അതാണ് അവരുടെ വീട്. ആ വീടിൻ്റെ മേളിൽ ചിലപ്പോൾ ഒരു മുറി കൂടെ പണിതെന്ന് വരും പണക്കാർക്ക്. അദ്ദേഹം പണക്കാരനാണ്, അതിന് മേളിൽ ഒരു മുറി കാണും. അത് ചൂടുകാലത്ത് അതിന് മേളിൽ ഇരിക്കാനാണ്. ഇയ്യോബ് അവിടെ ഇരിക്കുമ്പോഴാണ്
ഈ മക്കൾ 10 പേരും കൂടെ ടെന്നീസ് കളിക്കുക. അന്ന് ടെന്നീസൊന്നും ഇല്ല, ഞാൻ ഇന്നത്തെ ഭാഷയിൽ പറയാണ്. നിക്കറും ഒക്കെ ഇട്ട് പെൺപിള്ളേരും നിക്കറിട്ട് കാണും. അയ്യോ ഇല്ല കേട്ടോ, നിക്കറൊന്നും ഇല്ലെന്ന് എൻ്റെ ഭാവന പറയാണ്. പെൺപിള്ളേരും ആൺപിള്ളേരും കൂടെ നിക്കറിട്ട് 10 പേരും കൂടെ മാറി മാറി കളിക്കുകയാണ്. ഇയ്യോബ് വീടിൻ്റെ മേളിൽ നിന്നുകൊണ്ട് പറയുകയാണ്, ദൈവമേ നീ 10 മക്കളെ തന്നു, ഒരെണ്ണം കോങ്കണ്ണില്ല, ഒരെണ്ണത്തിനൊരു സോക്കടില്ല, എല്ലാവർക്കും നല്ല കൈ, നല്ല കാല, നല്ല മസില, നല്ല കളിക്കുന്ന പിള്ളേർ. ദൈവമേ, എന്നാലും എൻ്റെ കർത്താവേ, ഈ മക്കളെല്ലാവരും കൂടെ എങ്ങോട്ടും പോകുമ്പോൾ അവർ യാത്ര ചെയ്യുന്ന ടെമ്പോ ട്രാവലർ മറിഞ്ഞങ്ങ് 10 പേരും കൂടെ ചത്തുപോയെടുക്കും. എൻ്റെ ദൈവമേ, എന്നാലും ഞാൻ നിന്നെ തന്നെ ആരാധിക്കും. ഇയ്യോബിന് എന്ത് സംഭവിച്ചു? ഞാൻ പേടിച്ചത് എനിക്ക് സംഭവിച്ചു. 10 മക്കളും കൂടെ പോയ ടെമ്പോ ട്രാവലർ മറിഞ്ഞു. അന്ന് ടെമ്പോ ട്രാവലർ ഇല്ല കേട്ടോ. അവരിരുന്ന വീട് പിശാച് വന്നിട്ട് വലിയൊരു ചുഴലിക്കാറ്റടിച്ച് മേളിലോട്ട് കൊണ്ടുപോയി താഴോട്ടടിച്ച് 10 പേര് ഒന്നിച്ചേർത്തു. അവൻ മുറ്റത്ത് നിൽക്കുകയാണ്, വീടിന് മേളിൽ ഇരിക്കുകയാണ്. വേറെ ദിവസം ആടിനെ തീറ്റാൻ പോയവരെല്ലാം കൂടെ തിരികെ വരുന്നു. കഴുതയും കൊണ്ട് വരുന്നു, ഒട്ടകത്തെ കൊണ്ട് വരുന്നു. അവനോട് നിൽക്കുകയാണ്. ഒട്ടകത്തിൻ്റെ ഇൻചാർജ്. അവർക്ക് വേലക്കാരുണ്ട്, വേലക്കാർക്ക് മേലാളുണ്ട്. അതിൻ്റെ മാനേജറൊക്കെ ചോദിച്ചു, അന്ത്രയോസേ സാറേ എത്ര ഒട്ടകമുണ്ട്? സാറേ കൊണ്ടുപോയത് 5000 5000 ഒട്ടകത്തെയും തിരികെ കൊണ്ടുവന്നു. മർക്കോസേ ആ സാറേ എത്ര ആടുണ്ട്? സാറേ ഞാൻ കൊണ്ടുപോയ ആട് 10000 ആയിരുന്നു, 10000 ആടും തിരികെ വന്നു. അന്ന് മൃഗങ്ങളെ എണ്ണുന്നത് വടി വെച്ചിട്ടാണ്. അകത്തോട്ട് വരുന്നു, കൊണ്ടുപോകുന്നതും അങ്ങനെ എണ്ണിക്കൊണ്ടാണ് മതി. ഇങ്ങോട്ട് വരുമ്പോൾ എണ്ണും 1 2 3 4 5 6 6 ഇങ്ങോട്ട് മാറാം ആടെ ഇങ്ങോട്ട് മാറാം 7 8 9 10 11 12 13 14. അതുകൊണ്ടാണ് വേദപുസ്തകത്തിൽ പറയുന്നത് കോലു വീണ മൃഗങ്ങൾ. ഇങ്ങനെ കോലു വീണ് എണ്ണുന്നേ പ്രായപൂർത്തിയുള്ളത് എല്ലാം ഉണ്ട്. ആടുകളുടെ എണ്ണം കറക്റ്റ്, ഒട്ടകത്തിൻ്റെ എണ്ണം കറക്റ്റ്, ഒരെണ്ണം പോലും മോഷണം പോയില്ല, ഒരെണ്ണം പോലും കാണാതെ പോയില്ല, ഒരെണ്ണത്തെ പോലും വന്യമൃഗങ്ങൾ കടിച്ചു കയറിയില്ല. അപ്പോൾ ഈ പറയാണ്, എൻ്റെ കർത്താവേ ആടെല്ലാം തിരികെ വന്ന്, ഒട്ടകമെല്ലാം തിരികെ വന്ന്, കഴുതകളെല്ലാം തിരികെ വന്ന്, കാളയെല്ലാം തിരികെ വന്ന്, പശുക്കളെല്ലാം തിരികെ. എങ്കിലും എൻ്റെ കർത്താവേ ഇതിനെല്ലാം കൂടെ കള്ളന്മാർ പിടിച്ചോട്ട് പോയാൽ ഞാൻ എന്തോ എടുക്കും? എന്നാലും ഞാൻ നിന്നെ തന്നെ ശ്രമിക്കും. എന്തോ സംഭവിച്ചു? ഞാൻ ഏറ്റവും ഭയപ്പെട്ടത് എനിക്ക് സംഭവിച്ചു. പിന്നെ ഒരു ദിവസം കുളിക്കുകയാണ്. രാവിലെ എന്തോ വില കൂടിയൊരു സോപ്പുണ്ടല്ലോ, ഡവ് സോപ്പ്. ഞാൻ ഇന്ന് വരെ കാശ് കൊടുത്ത് വാങ്ങിച്ചിട്ടില്ല. എനിക്കിഷ്ടം ലൈഫ് ബോയ് സോപ്പാണ്. ഡവ് സോപ്പൊക്കെ ഇട്ട് കുളിക്കുക രാവിലെ നല്ല ചൂടുവെള്ളത്തിൽ. സ്വന്തം ശരീരത്തെ നോക്കി, എൻ്റെ ദൈവമേ ചിലരെയൊക്കെ ദൈവം ഉണ്ടാക്കിയത് കറുത്താണ്, എനിക്കെന്തായാലും നല്ല വെളുത്ത ശരീരം കിട്ടി, നിനക്ക് സ്തോത്രം. പക്ഷേ എന്നെങ്കിലും എനിക്ക് കരിങ്കുഷ്ഠം പിടിച്ചാൽ എന്തോ എടുക്കും. എന്നാലും ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവുന്നു ഞാൻ എന്തോ പറയും. എന്താണ് അവന് സംഭവിച്ചത്? അവൻ ഭയപ്പെട്ടത്. വിശ്വാസത്തിന് ശക്തിയുണ്ട്, ഭയത്തിനും ശക്തിയുണ്ട്. ഭയം വരും, ഭയപ്പെടരുത്. ഭയം വരത്തില്ലെന്ന് ഞാൻ പറയത്തില്ല. ഭയം വരും, എനിക്ക് ഭയം വരും, നിങ്ങൾക്ക് ഭയം വരും. പക്ഷെ ഭയപ്പെടരുത്. എങ്ങനെ ഭയപ്പെടാതിരിക്കാനൊക്കും? ദൈവത്തിലുള്ള വിശ്വാസം. എൻ്റെ ദൈവം എന്നെ കാത്തോളാം, എൻ്റെ ദൈവം എനിക്ക് ബലം തരും. എൻ്റെ ഒരാൾ ചോദിച്ചു, വർഗീസ് നീ ഭയപ്പെടുന്നത് സംഭവിച്ചാൽ അന്നേരം ഞാൻ ദൈവത്തെ സ്തുതിച്ചിട്ട് ഇതിനപ്പുറത്ത് കർത്താവിനെ അനുഗ്രഹിക്കുമെന്ന് ഈ യോബിൻ്റെ പുസ്തകം നോക്കി ഞാൻ മനസ്സിലാക്കുന്നു. കാരണം അവൻ ഭയപ്പെട്ടത് സംഭവിച്ചു. അവൻ്റെ മൃഗങ്ങളെല്ലാം കൊള്ളക്കാർ പിടിച്ചുകൊണ്ട് പോയി, അവൻ്റെ ഗോതമ്പ് വയലിന് തീ വീണു, അവൻ്റെ മക്കളെല്ലാവരും മരിച്ചുപോയി, അവൻ്റെ ശരീരം സുന്ദരമായിരുന്ന ശരീരം അതിന് കരിങ്കുഷ്ഠം പിടിച്ചു. പക്ഷേ എങ്കിലും അവൻ ദൈവത്തെ തള്ളി പറഞ്ഞില്ല. അവൻ ദൈവത്തെ പറ്റി പറഞ്ഞു, എൻ്റെ ദൈവം എന്നെ അനുഗ്രഹിക്കും, ഞാൻ അവനിൽ വിശ്വസിക്കും. എന്ത് സംഭവിച്ചു? അവൻ്റെ നഷ്ടപ്പെട്ടതിൻ്റെ ഇരട്ടിയെല്ലാം കൊടുത്തു. മൃഗങ്ങളെ ഇരട്ടി കൊടുത്തു, സമ്പാദ്യം ഇരട്ടി കൊടുത്തു, അവൻ്റെ ആരോഗ്യം ഇരട്ടി കൊടുത്തു, അവൻ്റെ മക്കളെ പിന്നെ 10 മക്കളെ കൊടുത്തു, ഇരട്ടി കൊടുത്തു. നേരത്തെ ഉണ്ടായിരുന്ന ഒരു സ്വർഗത്തിൽ ഇപ്പോഴുള്ള ഒരു 10 പേരുടെ തീർന്നില്ല. രണ്ടാമതുണ്ടായ മക്കളുടെ പേര് പറഞ്ഞു. ആദ്യത്തെ മക്കളുടെ പേര് പറഞ്ഞില്ല. അതിൻ്റെ അർത്ഥം രണ്ടാമതുണ്ടായ മക്കളാണ് കുറേ കൂടി നല്ലവർ, അവരാണ് കുറേ കൂടി അഭിഷക്തർ. ഞാൻ നിങ്ങളൊക്കെ പറയുന്നു, നിനക്ക് എന്തെങ്കിലും നഷ്ടമായാൽ അതിനൊരു കാരണം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നീ ഭയപ്പെട്ടതായിരിക്കാം, അതുകൊണ്ട് ഭയപ്പെടരുത്. നിൻ്റെ വിവാഹ ജീവിതത്തെ പറ്റി ഭയപ്പെടരുത്, നിൻ്റെ മക്കളെ പറ്റി ഭയപ്പെടരുത്, നിൻ്റെ ഭർത്താവിനെ പറ്റി ഭയപ്പെടരുത്, നിൻ്റെ പുരയിടത്തെ പറ്റി ഭയപ്പെടരുത്, നിൻ്റെ വാഹനത്തെ പറ്റി ഭയപ്പെടരുത്. പിന്നെ എന്ത് ചെയ്യണം? വിശ്വസിക്കണം, വിശ്വാസത്തിൻ്റെ വാക്കുകൾ പറയണം. അഥവാ എന്തെങ്കിലും നഷ്ടപ്പെട്ടാലും പറയണം, എൻ്റെ സ്വർഗ്ഗസ്ഥനായ ദൈവം എനിക്ക് മടക്കി തരും. ഞാൻ അവസാനിപ്പിക്കാൻ പോകട്ടെ. ഞാൻ താമസിച്ചിരുന്നത്, പണ്ട് വാടകയ്ക്ക് താമസിച്ചുകൊണ്ടിരുന്നത് M56 M56 എന്ന് പറയുന്ന 56ാമത്തെ വീട്ടിലാണ് വാടകയ്ക്ക് താമസിക്കുക. അതിൻ്റെ 50ഉം 51ഉം 50ഉം 52ഉം 50 51 52 53 54 55 56 ഇങ്ങനെയാണ്. ഓക്കെ, 50 51 52 53 54 55 56. എൻ്റെ വീട് 56ാമത്തെ വീടാണ്, വാടകയ്ക്ക് താമസിക്കുക.
51 53 ഒരു അമ്പലമാണ്, ഹിന്ദുക്കളുടെ ക്ഷേത്രമാണ്. വലിയ മണിയടിയും രാവിലെ തൊട്ടേ കിണിയും 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 ഓം ക്രീം ഐസ്ക്രീം ഫേസ് ക്രീം ഇങ്ങനെ മണിയടിച്ചോണ്ടിരിക്കും. വിചാരിച്ചോ 57 56 57 58 58ാമത്തെ വീട്ടിൽ ഒരാൾ അങ്ങ് മരിച്ചു പോയെന്ന് വിചാരിച്ചു. അവരുടെ 56ാം അടിയന്തരം, ചിലടത്ത് 40ാം അടിയന്തരമുണ്ട്, ചിലടത്ത് 13ാം അടിയന്തരമുണ്ട്, ചിലടത്ത് 50ാമത്തെ അടിയന്തരമുണ്ട്. അങ്ങനെയുള്ള ഒരു വീട്ടിൽ ഒരാളാന്ന് വിചാരിച്ചു. അവരുടെ വീട്ടിലെ ശ്രാദ്ധമാണ്, ചത്തുപോയ ആളിന് ചോറ് കൊടുക്കുന്ന ദിവസം. അപ്പോൾ ഇവിടെയുള്ള വലിയ ദേവതയ്ക്കൊരു പ്രത്യേക ക്ഷണം വന്നു. ദൈവമേ, ദേവതേ, ഞാനൊരു മതക്കാരുടെയും കുറ്റം പറയല്ല, നിങ്ങളെ മനസ്സിലാക്കാനൊരു ഉദാഹരണം പറയാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഗീവർസ് ഉണ്ണാളിൻ്റെ വേണേലും ആക്കിക്കോ, അല്ലെങ്കിൽ മാതാവിൻ്റെ ആക്കിക്കോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആക്കിക്കോ, ഏതെങ്കിലും ഒരെണ്ണം വിചാരിച്ചോ. ഇവിടെ ചെന്നിട്ട് പറഞ്ഞു, ദേവതേ, എന്താ, ഞങ്ങളുടെ വലിയച്ഛൻ മരിച്ചുപോയി, അതിൻ്റെ 40ാമത്തെ ദിവസമാണ് നാളെ. ദയവ് ചെയ്ത് ദേവതയും ദേവതയുടെ ഭർത്താവും മക്കളും എല്ലാവരും കൂടെ കുടുംബസമേതം വരണമെന്ന് അപേക്ഷിക്കുന്നു. ശരി, വന്നേക്കാൻ പോയിക്കോ. രാവിലെ ഈ ദേവത കുളിച്ച് ഒരുങ്ങി സാരിയൊക്കെ ഉടുത്ത് പൊട്ടൊക്കെ തൊട്ടു സിന്ദൂരമൊക്കെ പുരട്ടി ചന്ദനമൊക്കെ പുരട്ടി ഭർത്താവും പാളത്താറും ഒക്കെ ഉടുത്തു, മക്കളും നല്ല പുതിയ ജീൻസൊക്കെ ഇട്ടു, 6 പോക്കറ്റ് ജീൻസും ഒക്കെ ഇട്ടു, വെളിയിലോട്ട് ഇറങ്ങി. ഇനി പറയുന്നത് കേട്ടോ, ഇതുവരെ ഞാനിത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ പറയാൻ. ഇറങ്ങിയിട്ട് അപ്പനും അമ്മയും കൂടെ താണ്ട ഇങ്ങനെ പോന്നു. മക്കൾ ചോദിക്കും, അപ്പച്ച, വലിയ ദേവതേ, നമുക്ക് പോണ്ടിയത് ഇവിടെ അല്ലയോ, എന്തിനാ ഇങ്ങനെ കറങ്ങിപ്പോന്നേ? ഈ വലിയ ദേവത എന്തോ പറയുന്നറിയോ? അവിടെ ഒരു അപകടകാരിയായ മനുഷ്യൻ താമസമുണ്ട്, 56ാമത്തെ വീട്ടിൽ, PG വർഗീസ്. അവൻ്റെ വീട്ടിൻ്റെ വാതിക്കൽ കൂടെ പോയാൽ അവൻ തൂത്തുവാരി എടുത്തിട്ട് അടിക്കും. അതുകൊണ്ട് അവൻ്റെ വീട്ടിൻ്റെ വാതിക്കൽ കൂടെ പോകത്തില്ല, ഞാൻ അപ്പുറത്തൂടെ പോകത്തുള്ളൂ. ആളുകളുടെ ചോദിക്കും, എൻ്റെ വന്ന് ചോദിച്ചിട്ടുണ്ട്, വർഗീസ്, അയ്യോ ഇവിടെ വലിയ പോരാട്ടമായിരിക്കുമല്ലോ. ആർക്കാ? എനിക്കോ? ആ ദേവതയുടെ ചോദ്യം, എനിക്കെന്താ പോരാട്ടമാ? അവൻ ഉറക്കം തരുന്നു, ഞാൻ സമാധാനമായിട്ട് കിടന്നുറങ്ങും. സോക്കേടോ ആർക്കാ? ആശുപത്രിയിലുള്ളവർക്കാണ്. എനിക്കെന്താ സോക്കേടാ? ഇന്ന് വരെ PhD കിട്ടിയിട്ടില്ല. PhD എന്ന് പറഞ്ഞാൽ അറിയാം, പ്രഷർ, ഹാർട്ട്, ഡയബറ്റിക് കിട്ടിയിട്ടില്ല. അയ്യോ അത് കിട്ടിയെന്ന് വിചാരിച്ച് ഞാൻ ശാപമെന്നൊന്നും പറയുന്നില്ല കേട്ടോ. പക്ഷേ ഞാൻ ഈ പറയുന്നതിൻ്റെ അർത്ഥം, നീ സാധാരണക്കാരനല്ല. നീ ദൈവത്തെ ആരാധിക്കുന്ന ഇയ്യോബാണെങ്കിൽ നീ സാധാരണക്കാരനല്ല, നീ സാധാരണക്കാരിയല്ല. നീ ഭയപ്പെടരുത്, ദോഷം വരുമെന്ന് ഭയപ്പെടരുത്. അവിടുത്തെ പാസ്റ്റർക്ക് അങ്ങനെ വന്നു, ഇവിടുത്തെ പാസ്റ്റർക്ക് അങ്ങനെ വന്നു, അവിടുത്തെ പാസ്റ്റർ ഇങ്ങനെ മരിച്ചത്, അവിടുത്തെ പാസ്റ്റർക്ക് പട്ടിണിയായിരുന്നു. PG വർഗീസിൻ്റെ മോക്ക് MBBS അഡ്മിഷൻ കിട്ടിയിട്ട് അയക്കാൻ നിവർത്തിയില്ല. അത് പഴയ കഥ. എൻ്റെ മോടെ പേരെന്തോന്നറിയാം? ഡോക്ടർ അനി വർഗീസ്, PhD. സ്വർഗസ്ഥനായ ദൈവം അമേരിക്കൻ ഗവൺമെൻറ്റിൽ നിന്ന് ഇവിടുത്തെ ഗവൺമെൻറ് MBBS കൊടുത്തില്ലെങ്കിലും എൻ്റെ സ്വർഗസ്ഥനായ ദൈവം അവർക്ക് PhD ഡിഗ്രി കൊടുത്തു. നഷ്ടത്തെ ലാഭമാക്കി തീർക്കുന്നവനായ ദൈവം. നിനക്ക് എന്തെങ്കിലും നഷ്ടം ഉണ്ടായിപ്പോയാൽ എൻ്റെ സ്വർഗസ്ഥനായ ദൈവം ആ നഷ്ടത്തെ ലാഭമാക്കി നിന്നെ മാന്യനാക്കി തീർക്കും, മാന്യയാക്കി തീർക്കും. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിച്ചാട്ടെ. എൻ്റെ ദൈവമേ, ഇയ്യോബിനുണ്ടായിരുന്ന വിശ്വാസം എനിക്ക് തരണമേ. ഇയ്യോബിന് പറ്റിയ അബദ്ധം എനിക്ക് പറ്റാതെ ഇരിക്കട്ടെ. കർത്താവേ, ഞാൻ ഭയപ്പെടാതെ ഇരിക്കട്ടെ. എന്ത് സംഭവിക്കുമെന്നോർത്ത് ഞാൻ പേടിച്ചത് എനിക്ക് സംഭവിച്ചു. ഞാൻ അധികം ഭയപ്പെട്ടത് എനിക്ക് വന്നുമിരിക്കുന്നു. ഇല്ല, ഞാൻ ഭയപ്പെടത്തില്ല. ഭയം വരുന്ന സമയത്ത് ഞാൻ വിശ്വാസത്തിൻ്റെ വാക്യങ്ങൾ പറയും, വേദപുസ്തകത്തിലെ വിശ്വാസത്തിൻ്റെ വാക്കുകൾ ഉദ്ധരിക്കും. അവസാനം വരുമ്പോൾ സ്വർഗസ്ഥനായ ദൈവം എൻ്റെ നഷ്ടത്തെ ലാഭമാക്കി തീർത്ത് അവൻ എന്നെ പാറമേൽ നിർത്തും. എനിക്ക് ഇരട്ടി അനുഗ്രഹം കിട്ടും. നഷ്ടത്തെ ലാഭമാക്കി തീർക്കും. പ്രാർത്ഥിക്കാം. വിലപ്പെട്ട കുറേ ഉപദേശങ്ങൾ ഞാൻ നിങ്ങൾക്ക് തന്നതാണ്. വിലപ്പെട്ട കുറേ ഉപദേശങ്ങൾ മറക്കരുത്. ഹല്ലേലൂയ. സ്വർഗസ്ഥനായ ദൈവമേ, തീരുമാനമെടുത്താട്ടെ. ഹല്ലേലൂയ. എൻ്റെ നല്ല കാലത്തും ഞാൻ ദൈവത്തെ ആരാധിക്കും. എൻ്റെ വെളുത്ത വാവിലും ഞാൻ ദൈവത്തെ ആരാധിക്കും. എൻ്റെ കറുത്ത വാവിലും ഞാൻ ദൈവത്തെ ആരാധിക്കും. ഞാൻ ദൈവത്തെ തള്ളി പറയത്തില്ല. ദൈവത്തിൽ എന്നിൽ വിശ്വാസം ഉണ്ടാകത്തക്കൊണ്ട് ഞാൻ ജീവിക്കും. ഇയ്യോബിൽ വിശ്വാസം ഉണ്ടായിട്ടാണ് സ്വർഗസ്ഥനായ ദൈവം ഇയ്യോബിൻ്റെ ചുറ്റും കെട്ടിയിരുന്ന വേലി 1 പൊക്കിക്കൊടുത്തത്, 2 പൊക്കിക്കൊടുത്തത്. ദൈവത്തിന് അറിയാമായിരുന്നു ഈ പരീക്ഷകളൊക്കെ വന്നാലും ഇയ്യോബ് തോക്കത്തില്ല, അവൻ ജയിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവേ, അതുപോലുള്ള വിശ്വാസം എനിക്ക് തരണമേ. എപ്പോഴെങ്കിലും പേടി വന്നാൽ നിരാശയുടെ വാക്കുകൾ പറയത്തില്ല, അധരം കൊണ്ട് പാപം ചെയ്യത്തില്ല. സംശയം മനസ്സിനകത്ത് വന്നെന്ന് വരാം, പക്ഷേ ഞാൻ അധരം കൊണ്ട് പാപം ചെയ്യത്തില്ല. തീരുമാനമെടുക്കാം. അധരം കൊണ്ട് പാപം ചെയ്യത്തില്ല. അധരം കൊണ്ട് പാപം ചെയ്യത്തില്ല. ഞാൻ വിശ്വസിക്കും. വിശ്വാസത്തിൻ്റെ വാക്കുകൾ മാത്രം പറയും. തീരുമാനമെടുക്കാം. നല്ലവനായ എൻ്റെ കർത്താവേ, ഞാൻ ഈ സഹോദരന്മാർക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവ് അവരെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇയ്യോബിനെ പോലെ ശോധന കഴിച്ചാലും വെള്ളി പോലെ പുറത്തു വരുവാൻ, കീടം മാറിപ്പോയ, അഴുക്ക് മാറിപ്പോയ, ബലഹീനതകൾ മാറിപ്പോയ നല്ലൊരു വിശ്വാസിയായി ജീവിക്കുവാൻ എന്നെ സഹായിക്കണം. ഇയ്യോബാക്കി മാറ്റണമേ. കർത്താവിൻ്റെ അനുഗ്രഹം ഞങ്ങൾക്കുണ്ടാകട്ടെ, ഞങ്ങളുടെ മക്കൾക്കുണ്ടാകട്ടെ, ഞങ്ങളുടെ തലമുറകൾക്കുണ്ടാകട്ടെ. അനുഗ്രഹം ഞങ്ങൾക്ക് നീ തരണം. ഞങ്ങളത് വിശ്വസിക്കുന്നു. നീ ഞങ്ങൾക്ക് അനുഗ്രഹം തന്ന് ഞങ്ങളെ മാന്യരാക്കി തീർക്കണമേ. മറ്റുള്ളവർക്ക് മാതൃകയാക്കി തീർക്കണമേ. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.
ആമേൻ ആമേൻ.